എത്തുവാൻ എനിക്ക് ലഭിച്ച അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ ആമേൻ വ്യാപരിക്കുന്നത് കൊണ്ട്, അവൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നത് കൊണ്ട് ആമേൻ പൂർണ്ണമായ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിച്ചും ആരാധിച്ചും മഹത്വപ്പെടുത്തിയും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. പിന്നെയും പരിശുദ്ധാത്മാവിന് നമ്മളോട് ഓരോരുത്തരോടും ഹൃദ്യമായി ഇടപെടാനുണ്ട്. പ്രൈസ് ലോർഡ്. വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മുടെ ആമേൻ അന്തരംഗങ്ങളോട് വ്യക്തമായിട്ട് സംസാരിക്കാനുണ്ട്. അത് കേൾക്കുവാനുള്ള ശ്രദ്ധയോടെ ആമേൻ കാതുകൾ തുറന്നുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ ഓർമ്മിപ്പിക്കും. എല്ലാ പ്രിയപ്പെട്ടവരുടെയും ശ്രദ്ധയെ പിന്നെയും പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകൾ കേൾക്കേണ്ടതിന് പരിശുദ്ധാത്മാവിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ആമേൻ ചിന്തിപ്പിച്ച, എന്നെ നടത്തിയ, എന്നെ സ്നേഹിച്ച അനുഭവങ്ങളിലൂടെ എനിക്ക് തന്ന ചില ദൂതുകളിലൂടെ മുന്നോട്ട് പോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ലോർഡ്. പ്രാർത്ഥനയോടെ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണമേ. നമുക്ക് സത്യവേദ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. മതി. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലങ്ങൾ നമുക്കറിയാം. പ്രൈസ് ലോർഡ്. ഈ വാക്യത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന നിലയിലുള്ള ദൈവപ്രവൃത്തിയുടെ ആഴം നമുക്കറിയാം. അതിനെക്കുറിച്ച് കുറച്ച് മുമ്പും കൂടെ കർത്താവിൻ്റെ ദാസൻ്റെ ആമേൻ മെസ്സേജുകളിൽ നാം കേൾക്കുവാനിടയായി തീർന്നതാ. ഹല്ലേലൂയ. എന്നാൽ ഈ വാക്യത്തിൽ പറയുന്ന പ്രകാരം ദൈവം എന്നെ നടത്തിയ അനുഭവങ്ങൾ ഭയങ്കരമാണ്. അതെത്ര ആഴമായി വിവരിച്ചാലും മതിയാകത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ദൈവമേ നിന്നെക്കുറിച്ച് പറയാൻ എനിക്ക് 10,000 നാവ് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം പ്രൈസ് ദൈവം എന്നെ നടത്തിയ വിധങ്ങൾ 10,000 നാവ് കൊണ്ട് പറഞ്ഞാലും തീരാത്തത്രയുമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ പത്രോസ് തൻ്റെ ആമേൻ ജനത്തിന്, താൻ ആമേൻ ആയിരിക്കുന്ന സഭയ്ക്ക് പ്രൈസ് ലോ ലേഖനം എഴുതുമ്പോൾ അവരോട് നിർദ്ദേശിക്കുന്നൊരു നിർദ്ദേശമാണ്, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നത് കൊണ്ട് നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, നിങ്ങളുടെ എല്ലാ ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളണം. പ്രൈസ് ലോർഡ്. പത്രോസിനെ കുറിച്ച് ചിന്തിച്ചാൽ ഒരിക്കലും ഇങ്ങനൊരു വാചകം പ്രൈസ് ലോർഡ് തന്നെ ശ്രദ്ധിക്കുന്നവരോട് പറയുവാൻ തക്കവണ്ണമുള്ളൊരു സ്വഭാവമുള്ളവനായിരുന്നില്ല പത്രോസ്. പ്രൈസ് ലോർഡ്. എന്നാൽ പത്രോസ് തൻ്റെ ജീവിതത്തിൽ ഈ ദൈവിക കരുതൽ അനുഭവിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. പത്രോസ് കർത്താവായ യേശുക്രിസ്തു മരണപ്പെട്ടതിന് ശേഷം മാളികമുറിയിൽ കതകടച്ച് പേടിച്ച്, യഹൂദന്മാരെ പേടിച്ച്, പ്രൈസ് ലോർഡ് നിയമങ്ങളെ പേടിച്ച് വേദനിച്ച് ഇരിക്കുന്ന സമയം, ഇനി തങ്ങൾക്ക് വിശക്കുമ്പോൾ കഴിക്കുവാൻ തരാൻ തങ്ങളുടെ ഗുരുനാഥനില്ല എന്നുള്ള ചിന്തയിൽ, ഇനി കരുതുവാൻ അവനില്ല എന്നുള്ള ചിന്തയിൽ താൻ വിട്ടിട്ട് വന്ന മണ്ഡലത്തിലേക്ക് തിരികെ പോകാനിടയായി തീർന്നു. എന്നാൽ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം താൻ പോയിടത്തേക്ക് ഇറങ്ങിച്ചെന്നു. താൻ എന്തിനു വേണ്ടി പിന്തിരിഞ്ഞു പോയോ ആമേൻ അതു തന്നെ തനിക്ക് വേണ്ടി ഒരുക്കി തൻ്റെ അടുത്തേക്ക് ചെന്നു. പ്രൈസ് ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ അത് കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ തന്നെ കരുതുന്ന ആ ദൈവിക കരുതലിന്റെ മാഹാത്മ്യം താൻ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനൊരു വാക്യം പ്രൈസ് ലോർഡ് പരിശുദ്ധാത്മാവിൽ തന്നെ ശ്രദ്ധിക്കുന്നവർക്ക് താൻ എഴുതി വച്ചത്. ഹല്ലേലൂയ. എന്നാൽ പ്രൈസ് ലോർഡ് എന്നെ എൻ്റെ ദൈവം പ്രൈസ് ലോർഡ് പലപ്പോഴും ഇടപെട്ട് ധൈര്യപ്പെടുത്തിയിട്ടുള്ളത് തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ പിതാവാം ദൈവം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കരുതിയതും നടത്തിയതുമായ വിധങ്ങളെക്കുറിച്ച് സംസാരിച്ചാണ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൻ്റെ അനുഭവങ്ങളിൽ ഓർമ്മിപ്പിച്ചല്ലോ. പ്രൈസ് ലോർഡ്.
ജീവിതത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും എന്തെന്നറിഞ്ഞുകൂടാത്ത പ്രായം. പ്രൈസ് ലോർഡ്. വെറും 17-ാമത്തെ വയസ്സ്. ആമേൻ. ഈ 17-ാമത്തെ വയസ്സിൻ്റെ ഉള്ളിൽ പുറം ലോകത്തെക്കുറിച്ച് യാതൊന്നും അറിയാനുള്ള സാഹചര്യവും ഉണ്ടായിട്ടില്ല. ആ പ്രായത്തിലാണ് എൻ്റെ പിതാവ് ഇവളിനി എൻ്റെ ഭവനത്തിലുണ്ടായിരുന്നാൽ എൻ്റെ ഭവനം മുഴുവൻ ശപിക്കപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞത്. പ്രൈസ് ലോർഡ്. അവിടം മുതൽ ഇവിടം വരെ എന്നെ കരുതിയ ദൈവിക കരുതൽ ഭയങ്കരമാണ്. പ്രൈസ് ലോർഡ്. ആ കരുതലുമായി ഇന്ന് പകലിൽ വേദനയോടും ചിന്താകുലത്തോടും ഭാരത്തോടും പലതിനെ ചൊല്ലിയുള്ള വിചാരത്തോടും ഇരിക്കുന്നവരുടെ വിഷയങ്ങളുടെ നടുവിലേക്ക് തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ അതേ ദൈവം ഇന്ന് പകലിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിനെ നിങ്ങളോട് പ്രൈസ് ലോർഡ് പരിചയപ്പെടുത്തുവാൻ പിന്നെയും ഞാൻ ഇഷ്ടപ്പെടുന്നത് എൻ്റെ അനുഭവങ്ങളിൽ കൂടി തന്നെയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം പ്രവർത്തിച്ച വിധങ്ങളെക്കുറിച്ച് പറഞ്ഞ് എന്നെ സഹായിച്ച ദൈവം നിങ്ങളെ സഹായിക്കും, എന്നെ തൊട്ട ദൈവം നിങ്ങളെ തൊടും, എന്നെ സ്നേഹിച്ച ദൈവം നിങ്ങളെ സ്നേഹിക്കും എന്ന് പറയുമ്പോൾ നിശ്ചയമായും എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾ അനുഭവിച്ചിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാരണം ഞാനും നിങ്ങളും പ്രൈസ് ലോർഡ് ദൈവത്തിന് ആമേൻ ഒരുപോലെ അവന് മുഖപക്ഷമില്ല. ഞാനും നിങ്ങളും വീണ്ടെടുക്കപ്പെട്ടത് ഒരേ രക്തത്തിലാ. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് നിശ്ചയമായും ഈ ദൈവിക കരുതൽ ഇന്ന് പകലിൽ എന്നെ ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുകയാണ്. ദൈവത്തിന് മഹത്വം. തൻ്റെ പുത്രനെ കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിക്കുന്നത് പ്രൈസ് ലോർഡ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർമ്മിപ്പിച്ചു. ബൈബിൾ വായിക്കുമ്പോഴല്ല, ആരുടെയെങ്കിലും വായി നിന്ന് കേൾക്കുമ്പോഴും അല്ല. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ഭാരപ്പെടുമായിരുന്നു. എന്നെ പിതാവ് ഇറക്കി വിട്ട സമയത്ത് അടുത്തൊരു വസ്ത്രം ഉടുക്കുവാൻ എനിക്കില്ല. പ്രൈസ് ലോർഡ്. ആരെങ്കിലും എന്നെ കൊണ്ടുപോകുമ്പോൾ ആരുടെയെങ്കിലും വസ്ത്രം തരും, പക്ഷെ അതെനിക്ക് ചേർച്ചയുള്ളതായിരിക്കത്തില്ല, എങ്കിലും അത് ധരിച്ചിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. എന്നാൽ ആ സമയങ്ങളിലൊക്കെ ദൈവം എന്നോട് പറയും, ഞാൻ ഭൂമിയിലേക്ക് ദൈവത്തിൻ്റെ ദൗത്യം ഏൽപ്പിച്ച് പറഞ്ഞയച്ച എൻ്റെ പുത്രനെ വേറാരും കരുതുവാനില്ലാതിരുന്നപ്പോൾ, അഥവാ യേശുക്രിസ്തുവിനെ ആമേൻ മറ്റാരും കരുതുവാനില്ലാതിരുന്നപ്പോൾ അത്ഭുതകരമായ കരുതൽ, അവനെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങളെ അത്ഭുതങ്ങളാലുള്ള വഴികളിൽ പ്രൈസ് ലോർഡ് വെളിപ്പെടുത്തിയത് എങ്ങനെയോ അതുപോലെ നിന്നെ കരുതും. ആമേൻ. കഴിഞ്ഞ രാത്രിയിലെ പ്രസംഗത്തിൽ യേശുക്രിസ്തുവാണ് നമ്മുടെ മാതൃകയെന്ന് ഞാൻ പറയാനിടയായി തീർന്നു. ഇപ്പോഴും ആ ഒരു അനുഭവത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നടത്തുകയാ. പ്രൈസ് ലോർഡ്. യേശു കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പൂർണ്ണ സമയവും തൻ്റെ മാനുഷിക അവസ്ഥയിലായിരുന്നു എന്നത് സത്യവേദ പുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഹല്ലേലൂയ. തൻ്റെ ദൈവികത്വത്തെ ഒരിക്കലും തൻ്റെ മാനുഷികാവസ്ഥയിൽ താൻ നേരിടുന്ന വിഷയങ്ങളെ അത്ഭുതകരമായി ജയിച്ചെടുക്കുവാൻ തൻ്റെ ദൈവിക കഴിവിനെ താൻ ഉപയോഗിച്ചിട്ടില്ല. പ്രൈസ് ലോർഡ്. ദൈവത്തിന് മഹത്വം. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ബൈബിൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, യേശു കർത്താവിന് വിശന്നു, അവിടെ തന്റെ മാനുഷികാവസ്ഥയുടെ പൂർണ്ണത വെളിപ്പെടുന്നു. യേശു കർത്താവ് കണ്ണുനീർ വാർത്തു, അവിടെ തന്റെ മാനുഷികാവസ്ഥയുടെ പൂർണ്ണത വെളിപ്പെടുന്നു. യേശു കർത്താവ് ഉറങ്ങി, അവിടെ തന്റെ മാനുഷികാവസ്ഥയുടെ പൂർണ്ണത വെളിപ്പെടുത്തുന്നു. ആമേൻ. കഴിഞ്ഞ രാത്രി ചിന്തിച്ചു, ഉറച്ച നിലവിളിയോടെ കണ്ണുനീരോടെ അഭയാചനയോടെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് താൻ പ്രാർത്ഥിച്ചുവെന്ന് അവിടെയും തന്റെ മാനുഷികാവസ്ഥ വെളിപ്പെടുത്തുന്നു. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഹല്ലേലൂയ അന്ധകാര ശക്തികൾ, പിശാചുക്കൾ തന്നെ കാണുമ്പോൾ ആമേൻ ക്രിസ്തുവേ, ദൈവത്തിന്റെ മഹോന്നതനായ പുത്ര, നിനക്കും എനിക്കും തമ്മിൽ എന്ത് എന്ന് നിലവിളിച്ച സന്ദർഭങ്ങളിൽ തന്റെ ദൈവികത്വത്തിന്റെ അധികാരം വെളിപ്പെടുന്നു. ഹല്ലേലൂയ. ആമേൻ. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പാപമോചനം കൊടുക്കുമ്പോൾ ഹല്ലേലൂയ തന്റെ മുൻപിൽ കടന്നു വരുന്ന രോഗികൾക്ക്, തന്റെ മുൻപിൽ കടന്നു വരുന്ന പാപികൾക്ക് പ്രൈസ് ലോർഡ് ആമേൻ ഒക്കെ പാപമോചനം കൊടുക്കുമ്പോൾ അവിടെ തന്റെ ദൈവികത്വം വെളിപ്പെടുന്നു. പ്രൈസ് ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ആമേൻ ദൈവം എന്നോട് ഇടപെട്ടത് തന്റെ മാനുഷികമായ മണ്ഡലങ്ങളിൽ ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ദൈവപ്രവൃത്തിയെ കുറിച്ചാണ്.
ദൈവത്തിന് മഹത്വം. ഒന്നുമില്ലാതെ ഈ ലോകത്തിലേക്ക് വന്ന യേശുവിനെ കരുതിയ ദൈവകരുതൽ, ആ കരുതലാണ് ആമേൻ പ്രൈസ് ദി ലോർഡ് ഒരു സാധാരണ പെൺകുട്ടിയായി ആമേൻ ഈ വല്ലാത്ത ലോകത്തിലേക്ക് കൈവിടപ്പെട്ടു പോയപ്പോൾ എന്നെ നിലനിർത്തിയത്. ഹല്ലേലൂയ. ആരും എന്നെ സംരക്ഷിക്കുവാനില്ല, ആരും എനിക്ക് മറവു തരാനില്ല. പ്രൈസ് ദി ലോർഡ് ആമേൻ. അതെ, എന്റെ പ്രായത്തിൽ ഉള്ള പെൺകുട്ടികൾക്ക് ആമേൻ ഞാൻ പറയുന്നതിന്റെ ആഴം മനസ്സിലാക്കാൻ പറ്റും. ാകുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഉള്ളം കിടുകിടാ വിറയ്ക്കും. ആമേൻ. വേഗം വീട്ടിൽ പോണം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ വെളിയിലായി പോയാൽ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അപ്പനുണ്ടെങ്കിൽ, അമ്മയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സഹോദരനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടെങ്കിൽ ഉള്ളിൽ ധൈര്യമായിരിക്കും, ഒന്നും പേടിക്കണ്ടല്ലോ എന്ന്. എന്നാൽ തന്നെ തെരുവിലായി പോയ ആമേൻ ഒറ്റയ്ക്ക് ആമേൻ അതെ പുറത്തായി പോയ സമയങ്ങളിലൊക്കെ ആമേൻ എന്റെ ദൈവം എന്നെ കരുതിയ അനുഭവങ്ങൾ, പ്രൈസ് ദി ലോർഡ്, ഇത് പല അനുഭവങ്ങളിലൂടെയാണ്, പല സന്ദർഭങ്ങളിലാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അത് ഓർക്കുമ്പോൾ എപ്പോഴും ഞാൻ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. ഞാൻ ഈ മെസ്സേജിന് വേണ്ടി ആ ഭാഗങ്ങൾ ധ്യാനിക്കുമ്പോഴാണ് പിന്നെയും അതെന്റെ മൈൻഡിലേക്ക് വന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെയും ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ഈ ആക്സിഡന്റോടുകൂടെ എൻ്റെ ഞരമ്പുകൾക്കെല്ലാം ക്ഷതമുണ്ടായി. എൻ്റെ ഞരമ്പുകൾക്ക് ക്ഷതമുണ്ടാകുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ മറന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്നെ കൊണ്ടുവന്ന പ്രിയ സഹോദരങ്ങൾ, ആമേൻ, തിരുവനന്തപുരത്തെ എൻ്റെ ആക്സിഡന്റ് സമയത്ത് എന്നെ സഹായിച്ച ചില സഹോദരങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് പേര് പോലും അറിയത്തില്ല. ഞാൻ അവരോട് പറഞ്ഞു, ഇനി അവർ ചോദിക്കുമ്പോൾ എനിക്ക് അറിയത്തില്ല, മറന്നുപോയി എന്ന് ഞാൻ പറഞ്ഞെന്ന് അവരോട് പറയല്ലേ, അവർക്ക് വിഷമമാകും. കാരണം അത്രയും ത്യാഗം ആമേൻ സഹിച്ചുകൊണ്ട് അവരെന്നെ സഹായിച്ചിരുന്നത്. പ്രൈസ് ദി ലോർഡ്. അവരെ ഓർക്കാൻ പറ്റുന്നില്ല, കാരണം അത്രത്തോളം എൻ്റെ ഞരമ്പുകൾക്ക് ക്ഷതമേറ്റിരുന്നു. ആ നാളുകളെല്ലാം ഞാൻ അബ്നോർമലായിരുന്നു. എന്നാൽ കഴിഞ്ഞ രാത്രി പകലിലും ഇന്ന് രാവിലെയുമായിട്ട് ഞാൻ മെസ്സേജിനു വേണ്ടി പ്രൈസ് ദി ലോർഡ് ദൈവം എനിക്ക് തന്ന വാക്യം ആമേൻ ധ്യാനിക്കുന്ന സമയം, കഴിഞ്ഞ നാളുകളിൽ ദൈവം എന്നെ നടത്തിയ അനുഭവങ്ങളിലേക്ക് ദൈവം എന്നെ മടക്കിക്കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നത് ആമേൻ പ്രൈസ് ദി ലോർഡ് ഒന്നുകൂടെ കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ആഴമായി ഓർക്കുവാൻ, എന്റെ ഞരമ്പിനെ റിക്കവറി ചെയ്യുന്ന ഒരു ദൈവിക സൗഖ്യം കൂടെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവപ്രവൃത്തി അനുഭവിക്കുവാൻ ഇടയായി തീർന്നുവെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ചില പ്രിയപ്പെട്ടവരുടെ മേൽ ഈ ദൈവിക സമാധാനവും സൗഖ്യവും കരുതലും വെളിപ്പെടുത്തുവാൻ നിശ്ചയമായും പരിശുദ്ധാത്മാവിടെ വന്നിട്ടുണ്ട്. നിശ്ചയമായും യേശുവിന്റെ സാന്നിധ്യം ഇവിടെ പരിവർത്തിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവം ആദ്യം എന്നോട് ഇടപെടുന്നത് തന്റെ പുത്രൻ ഒറ്റപ്പെട്ടു പോകാതിരിപ്പാൻ, ആമേൻ, അനാഥനായി പോകാതിരിപ്പാൻ തനിക്ക് വേണ്ടി ഒരു പിതാവിനെ കരുതിയതിനെ കുറിച്ചായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഏറ്റവും കൂടുതൽ വേദനിച്ചത് എൻ്റെ പിതാവ് നീ എൻ്റെ മകളല്ല എന്നു പറഞ്ഞ് എന്നെ നിഷ്കരുണമായി ക്രൂരമായി മർദ്ദിച്ച് എന്നെ പുറത്തേക്ക് തള്ളിക്കളഞ്ഞതാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. പ്രൈസ് ലോർഡ്. എൻ്റെ ഉമ്മ ഒരിക്കലും നീ എൻ്റെ മകളല്ല എന്നോട് പറഞ്ഞിട്ടില്ല. അയ്യോ നീ എൻ്റെ വയറ്റിൽ പിറന്നുപോയല്ലോ കുഞ്ഞെ, അങ്ങനെ പറഞ്ഞേ കരഞ്ഞിട്ടുള്ളൂ. പ്രൈസ് ലോർഡ്. എന്നാൽ എൻ്റെ പിതാവ് നീ എൻ്റെ മകളെ അല്ലെന്ന് ആമേൻ പരസ്യമായി പള്ളിക്കാരുടെ മുൻപിൽ വെച്ച് വിളിച്ചു പറഞ്ഞിട്ട് പള്ളി റെക്കോർഡിൽ ആമേൻ സൈൻ ചെയ്ത് എന്നെ കുറിച്ചുള്ള എല്ലാ അഡ്രസ്സുകളും ആമേൻ എടുത്തു മാറ്റുവാനുള്ള കാര്യാദികളെല്ലാം ചെയ്തുകൊണ്ട് എന്നെ ഉപേക്ഷിക്കുമ്പോൾ ഞാൻ തകർന്നുപോയി. പ്രൈസ് ദി ലോർഡ്. കാരണം എൻ്റെ പിതാവിൻ്റെ ആമേൻ ശക്തമായ പ്രാർത്ഥനയുടെയും ആഗ്രഹത്തിന്റെയും പരിശ്രമത്തിന്റെയും കാത്തിരിപ്പിന്റെയും ഫലമായിട്ടാണ് ഞാൻ ജനിച്ചത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ ആമേൻ. അദ്ദേഹത്തിന്റെ മൂത്ത മകളാ ഞാൻ. എന്നെ പുറമേ സ്നേഹിച്ചിട്ടില്ലെങ്കിലും എനിക്ക് വേണ്ടി എൻ്റെ പിതാവ് കരുതിയതൊക്കെ ഭയങ്കരമായിട്ടൊക്കെ ആയിരുന്നെന്ന് എനിക്കറിയാം. ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നെ പഠിപ്പിച്ചതുപോലെയും എന്നെ വളർത്തി ചിട്ടയിൽ നടത്തിയതുപോലെയൊന്നും എൻ്റെ ഇളയ സഹോദരങ്ങൾക്ക് എൻ്റെ പിതാവ് ആമേൻ പ്രൈസ് ദി ലോർഡ് കൊടുത്തിട്ടില്ല. കാരണം എന്നെ അത്രത്തോളം എൻ്റെ പിതാവ് സ്നേഹിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് അതൊക്കെ. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ എനിക്ക് അറിയാമായിരുന്നു. എന്നാൽ പൂർണ്ണമായും പ്രൈസ് ദി ലോർഡ് ഈ ലോകത്തിൽ ഇങ്ങനെ ഒരു വ്യക്തി ജനിച്ചിട്ടേ ഇല്ല എന്ന നിലയിൽ എൻ്റെ പിതാവ് എന്നെ ഉപേക്ഷിക്കുമ്പോൾ ഞാൻ സ്വർഗത്തിലേക്ക് നോക്കി കരയുമായിരുന്നു. സ്വർഗത്തിലെ ദൈവത്തെ എൻ്റെ പിതാവാണെന്ന് അംഗീകരിക്കാനുള്ള ഒരു മാനസിക അവസ്ഥയും എനിക്കില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ ദൈവത്തെ എൻ്റെ ദൈവമാണ്, എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, എൻ്റെ രക്ഷിതാവാണ്, എൻ്റെ സൃഷ്ടിതാവാണ്. പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ ഞാൻ പൂർണ്ണമായും അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, സേവിക്കുന്നു. പക്ഷേ ഞാൻ ദൈവത്തിന്റെ മകളാണ്, ദൈവം എൻ്റെ അപ്പനാണ് എന്ന് പ്രാഗൽഭ്യത്തോടെ പറയാനോ ചിന്തിക്കാനോ എനിക്ക് കഴിയത്തുമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ കാരണം ഹല്ലേലൂയ പിതാവിന്റെ സ്നേഹം ഞാൻ അനുഭവിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്.
എൻ്റെ ചെറുപ്രായം മുതലേ അനുഭവിച്ചിട്ടില്ല. പ്രൈസ് ലോർഡ്. പിതാവ് എന്നെ പുറമേ സ്നേഹിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് പിതാവിന്റെ സ്നേഹം എന്താന്ന് എനിക്ക് അറിയത്തുമില്ല. ഹല്ലേലൂയ. എന്നാൽ ഒരു ദിവസം എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു, കുഞ്ഞെ ഞാൻ നിന്റെ പിതാവാണെന്ന്. എനിക്കത് മനസ്സിലായതേ ഇല്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മോട് വ്യക്തമായി ഇടപെട്ടാലും നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകത്തില്ല. കാരണം ആ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് യാതൊരു അനുഭവവും നമുക്ക് ഉണ്ടാകത്തില്ല. പ്രൈസ് ലോർഡ്. അദ്ദേഹം അറിയത്തില്ല, അതുകൊണ്ടത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്നാൽ ദൈവം എൻ്റെ പിതാവാണെന്ന് പറയുന്ന സമയം ഞാൻ തിരിച്ച് എൻ്റെ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, നീ എൻ്റെ പിതാവാണെന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കുവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ ദൈവമേ. എൻ്റെ പിതാവിൻ്റെ സ്നേഹം എന്താന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. പിന്നെങ്ങനാ ഞാൻ നിന്നെ പിതാവാണെന്നുള്ളൊരു കോൺസെപ്റ്റിൽ സ്നേഹിക്കും, കാണും എന്ന് ചോദിച്ച് ഞാൻ എൻ്റെ റൂമിൽ മുഴങ്കാലിലിരുന്ന് കരയാനിടയായി തീർന്നു. ആമേൻ. അതിനൊരു സന്ദർഭം, സാഹചര്യമുണ്ട്. ആമേൻ. അതിനൊരു കാരണമുണ്ട്. ഞാൻ ബൈബിൾ കോളേജിൽ ചേർന്ന് 1 മാസമായി. പ്രൈസ് ലോർഡ്. ഞാൻ പേരൂർക്കട ഫെയ്ത്ത് സെന്ററിൽ KC തോമസ് സാർ അവരുടെ ബൈബിൾ കോളേജിലാണ് പഠിച്ചത്. എനിക്ക് ഫീസൊക്കെ ഇളച്ചു തന്നു. ഫീസൊന്നും കൊടുക്കണ്ട. പ്രൈസ് ലോർഡ്. അദ്ദേഹം എന്നെ വളരെ സ്നേഹിച്ചു. ആമേൻ. കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് വേണ്ടി വളരെ സഹായങ്ങൾ ചെയ്തു. എന്നാൽ ദിവസവും ഞാൻ പോയി വന്ന് പഠിക്കണം. പ്രൈസ് ലോർഡ്. ഞാനൊരു ഓർഫനേജിലാണ് ആ സമയം താമസിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. എനിക്കൊരു ഓർഫനേജിൽ ദൈവം പാർപ്പിടം ഒരുക്കി തന്നു. പ്രൈസ് ലോർഡ്. ആമേൻ. ആ ഓർഫനേജ് ആരംഭിച്ച കാലഘട്ടമായിരുന്നു. 8 പെൺകുട്ടികൾ അവിടെ ചേർന്ന് പഠിക്കുന്ന സമയം അവരുടെ ഒരു നടത്തിപ്പുകാരിയായിട്ട്, അല്ലെങ്കിൽ അവരെ മേൽനോട്ടം നടത്തുന്ന ഒരു വ്യക്തിയായിട്ട് എന്നെയും കൂടെ അവരെടുത്തു. 3 പെൺകുട്ടികൾ. അത് മെയിനായിട്ട് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. എന്നാൽ അവർ അതിലൂടെ 3 പേരെ ട്രസ്റ്റികളായിട്ട് വേണമെന്ന് പറഞ്ഞ് എൻ്റെ പേരൂടെ വെച്ചിട്ട് അവരിങ്ങനെ അനാഥശാല നടത്തുകയാണ്. അതിൻ്റെ കൂടെ എന്നെയും കൂടെ വെച്ചു. ഹല്ലേലൂയ. ആ അനാഥശാല തുടങ്ങി 1 വർഷമാകുമ്പോൾ അവർക്ക് തന്നെ ദൈവം ആമേൻ വെളിപ്പാട് കൊടുത്തിട്ട് എന്നെ ബൈബിൾ കോളേജിൽ വിടണമെന്നുള്ള ആലോചനയുണ്ടായി. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് അവരെന്നെ ബൈബിൾ കോളേജിൽ വിടാൻ തയ്യാറായി. ഈ അനാഥശാലയിലാണെങ്കിൽ 1 നേരം കഞ്ഞി മാത്രമേ ഉള്ളൂ. പ്രൈസ് ലോർഡ്. ഈ സഹോദരി ഓരോ വീടുകളിലൊക്കെ ചെന്ന് പ്രാർത്ഥിക്കുന്ന സഹോദരിയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചില ചെറിയ വെളിപ്പാടുകളൊക്കെ കൊടുക്കും. ആ വെളിപ്പാടുകൾ അവരോട് പറയും. പ്രൈസ് ലോർഡ്. അത് കേൾക്കുമ്പോൾ വീട്ടിൽ കയറി വന്ന് പ്രാർത്ഥിച്ചതല്ലേ, എങ്ങനെ വെറും കൈയോടെ വിടുന്നേന്നുള്ള ചിന്തയിൽ ആരെങ്കിലും വെല്ലവും കൊടുക്കും. അതുകൊണ്ട് വന്ന് അരി മേടിച്ച് ആമേൻ കഞ്ഞി വെച്ച് 3 നേരവും ഈ കഞ്ഞിയെ വാർത്താണ് ഞങ്ങൾ 8 പെൺകുട്ടികൾ. പ്രൈസ് ലോർഡ്. അതെ, അവിടെ താമസിക്കുന്ന 8 പെൺകുട്ടികളും എന്നെയും കൂട്ടി മറ്റ് 2 പേരും വരും. പ്രൈസ് ലോർഡ്. അങ്ങനെ ഹല്ലേലൂയ. അതെ, ഞങ്ങൾ 11 പേരും കൂടെ പ്രൈസ് ലോർഡ് അത് കഴിക്കും. ഹല്ലേലൂയ. ഈ നിലവാരത്തിലായിരിക്കുകയാ. ഞങ്ങൾക്ക് വസ്ത്രങ്ങളൊന്നുമില്ല. എനിക്ക് പുറത്തു പോകുമ്പോൾ നല്ല വസ്ത്രം, ആൾക്കാർ കണ്ടാൽ അയ്യേന്ന് പറയാത്ത ഒരു വസ്ത്രമേ ഉള്ളൂ. പ്രൈസ് ലോർഡ്. വീട്ടിലായിരിക്കുമ്പോൾ ഏത് വസ്ത്രം ഇടാമല്ലോ. ഹല്ലേലൂയ. പൊട്ടിയതും പൊളിഞ്ഞതും കീറിയതും പലരും ഇട്ട് ആമേൻ മതിയായി പോയതുമായിട്ടുള്ള ഡ്രസ്സൊക്കെ വീട്ടിലിടും. എന്നാൽ പുറത്തു പോകുമ്പോൾ ഒരെണ്ണമേ ഉള്ളൂ. ഈ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ഞാൻ ബൈബിൾ കോളേജിൽ പോകുന്നത്. പ്രൈസ് ലോർഡ്. രാവിലെ എഴുന്നേറ്റ് ഒരു 10-15 കിലോമീറ്ററോളം നടക്കും. 5:30 നടക്കാൻ തുടങ്ങും. ഒരു 8-9 മണിയൊക്കെ ആകുമ്പോൾ, എനിക്ക് തോന്നുന്നു 9 മണിയൊക്കെ ആകുമ്പോൾ ഈ 10-15-16 കിലോമീറ്റർ ദൂരം ഞാൻ താണ്ടിക്കഴിയും. അവിടെ നിന്ന് പിന്നെ ബസ് കയറി പേരൂർക്കടയിൽ പോകും. കാരണം അത്രയും ദൂരം പോകാനുള്ള ബസ് ഫെയറേ പലപ്പോഴും കാണത്തുള്ളൂ. ബാക്കിയുള്ള സ്ഥലം നടക്കുക. പ്രൈസ് ലോർഡ്. ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോൾ പലപ്പോഴും എൻ്റെ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് ബസ് ഫെയർ തികയ്ക്കാൻ വേണ്ടി 50 പൈസയും 1 രൂപയും 2 രൂപയും ഞാൻ കടം മേടിക്കും. എപ്പോഴെങ്കിലും കിട്ടുമ്പം ഞാൻ തിരിച്ചു തന്നേക്കാന്ന് പറയും. അവർ ചിരിച്ചോണ്ട് തരും. പ്രൈസ് ലോർഡ്. ചിലപ്പോൾ ചിലരൊക്കെ 10 രൂപയൊക്കെ തരും. ചില സന്ദർഭങ്ങളിൽ ഞങ്ങളുടെ പ്രിൻസിപ്പൾ അഥവാ KC തോമസ് സാർ ഉണ്ടെങ്കിൽ ആമേൻ ചിലപ്പോഴൊക്കെ അദ്ദേഹം വരത്തുള്ളൂ. വരുന്ന സമയങ്ങളിൽ എനിക്ക് കാശൊക്കെ തരാറുണ്ട്. ബൈബിൾ കോളേജിൽ നിന്ന് തന്നെ ഭക്ഷണവും തന്നിട്ട് വിടും. അവിടെ ചെന്ന് ഇനി എത്ര ദൂരം നടക്കണ്ട, എത്ര ദൂരം പോകണ്ടിയാ, കഴിച്ചോണ്ട് പോകുന്നു പറയും. ബോയ്സിന് മാത്രമേ ഹോസ്റ്റലുള്ളൂ. അതുകൊണ്ട് ബോയ്സിന് മാത്രമേ അവിടെ ഭക്ഷണവും ഉള്ളൂ. എന്നാൽ എനിക്ക് മാത്രം ഒരു പ്രത്യേക കൺസെഷൻ. വാർഡൻ്റെ റൂമിൽ വെച്ച് ഹല്ലേലൂയ ഒരു പാസ്റ്ററും ഭാര്യയും ഉണ്ട്. അവരുടെ റൂമിൽ വെച്ച് അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് എന്നോട് പ്രിയ കർത്തദാസൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ചോണ്ട് പോകാറുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെ ദിവസവും പോയി വരികയാ. ഇങ്ങനെ പോയി വരുന്ന സന്ദർഭത്തിൽ ഒരു ദിവസം ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ ഒരു പ്രധാന ക്ലാസ് നടക്കുക. പ്രൈസ് ലോർഡ്. വേറെ ഏതോ ഒരു ദൈവദാസൻ വന്ന് ഒരു 3 വർഷം കൊണ്ട് തീർക്കേണ്ട ഒരു പാഠം ഒരു ഭാഗത്തെ 3 ദിവസം കൊണ്ട് ക്ലാസ് എടുത്ത് തീർക്കാനുള്ള പരിശ്രമത്തിലാണ്. പ്രൈസ് ലോർഡ്. അതിന്റെ ആരംഭ ദിവസത്തിൽ ചെന്നില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ പഠിപ്പിക്കുന്നത് മനസ്സിലാകത്തില്ല. പിന്നെ ഹാർഡ് വർക്ക് ആയിരിക്കും. ഈ അനാഥശാലയിൽ വരുമ്പോൾ എനിക്ക് ഭയങ്കര ജോലിയുമാ. ഉറക്കൊഴിഞ്ഞിരുന്ന് പഠിക്കുവാൻ കഴിയത്തുമില്ല. പ്രൈസ് ലോർഡ്. കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുന്നവരും ഉണ്ട് പെൺകുട്ടികളിൽ. അവരുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടിയും വരും.
അതുകൊണ്ട് ആമേൻ എത്ര കഷ്ടപ്പെട്ട് ഞാൻ ക്ലാസ് കട്ട് ചെയ്യാതെ പോയി പഠിക്കാറുണ്ട്. ഞാൻ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മേടിച്ചൊരവസരമായത്. ദൈവമേ, നിന്റെ വചനങ്ങൾ എനിക്ക് പഠിക്കണം എന്നുള്ളൊരു വാഞ്ച എപ്പോഴും എൻ്റെ ഉള്ളത്തിലുണ്ടായതുകൊണ്ട് അങ്ങനെ മേടിച്ച് ആമേൻ അതെ ലഭിച്ചൊരവസരമാണ്. ഇത് നഷ്ടപ്പെടുത്തുവാൻ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ പിറ്റേ ദിവസം പോകാൻ വേണ്ടി ബസ് ഫെയർ നോക്കുമ്പം ഞാൻ 16 കിലോമീറ്റർ നടന്നാലും ആമേൻ അതെ എനിക്ക് ബസ്സിൽ കയറി അവിടെ ചെന്നിറങ്ങിയിട്ട് തിരികെ വരാനുള്ള ബസ് ഫെയർ ഇല്ല. പ്രൈസ് ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഞാൻ എൻ്റെ അപ്പുറം ഇപ്പുറം ഇരുന്ന സഹോദരിമാരുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ഇങ്ങനെ ചില്ലറ പൈസ മേടിച്ചത് കിടക്കുക. അതിൽ ഒരാൾ എന്നോട് ചോദിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഞങ്ങളൊരു 5 പെൺകുട്ടികളുണ്ട്, ബാക്കിയെല്ലാം ബോയ്സാ. അവരോട് ആവശ്യമില്ലാതെ സംസാരിക്കുന്നത് ഞങ്ങളുടെ അധ്യാപകർ കണ്ടാൽ അതിന് വഴക്കാണ്, പ്രൈസ് ലോർഡ്, പ്രശ്നമാണ്. ആമേൻ ഞങ്ങൾക്ക് അതൊക്കെ ഡിസിപ്ലിൻ ആയിട്ട് തന്നിരിക്കുന്നുണ്ട്. അതൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അവരോടും ചോദിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ ഈ ക്ലാസ്സിന് പോകാനൊക്കത്തില്ല. അന്ന് എന്നോട് അവിടുത്തെ അനാഥശാലയിലെ മെയിൻ സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്തായാലും ഇന്ന് നീ ക്ലാസ്സിന് പോകണ്ട, നാളെ നീ ക്ലാസ്സിന് പോകണ്ട, എനിക്ക് നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരുമ്പോൾ കുറച്ച് പൈസ കിട്ടും. ഞാൻ കുറച്ച് അരി മേടിച്ചോണ്ട് വരും, ബാക്കി കുറച്ച് പച്ചക്കറി മേടിക്കും, ബാക്കിയുള്ള പൈസ ആ വരുന്ന ദിവസങ്ങളിൽ പോകാനുള്ള ബസ് ഫെയറായി ഞാൻ മാറ്റി വെച്ച് നിനക്ക് തന്നേക്കാം എന്നോട് പറഞ്ഞു. എന്നാൽ എനിക്ക് ആ ക്ലാസ്സിന് പോയേ പറ്റുള്ളൂ. ഞാൻ രാത്രിയിൽ മുഴുവൻ മുഴങ്കാലിലിരുന്ന് കരയാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ ചോദിച്ചു, കർത്താവേ, എൻ്റെ പിതാവ് ആ കാലത്ത് ചെറിയ ബിസിനസ് ഉണ്ട്, ഇന്നും ഉണ്ട് ആ ബിസിനസ്. പ്രൈസ് ലോർഡ്. ഈ ബിസിനസ് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം ചില്ലറ പൈസ എല്ലാം കൂടെ ഒരു കവറയിലിട്ടോണ്ട് വരും. പ്രൈസ് ലോർഡ്. എന്നിട്ട് ഈ ചില്ലറ പൈസയിൽ അമ്മ 2 രൂപയും 50 പൈസയും 1 രൂപ ഇങ്ങനെ തിരിയും. ഹല്ലേലൂയ. തിരിഞ്ഞിട്ട് അമ്മൻ അതിങ്ങനെ ട്രേയുടെ ഓരോ ഉറകളിൽ മാറ്റിയിട്ട്, കാരണം ആൾക്കാർ വരുമ്പോൾ ബാലൻസ് വേഗം എടുത്ത് കൊടുക്കാൻ വേണ്ടി. ആ തിരിയുന്ന ജോലി ഞങ്ങളുടെയാ. പ്രൈസ് ലോർഡ്. ആ സമയത്ത് ഞങ്ങൾ ഈ പൈസ അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് കളിച്ചിട്ടുണ്ട്. ഞാൻ ദൈവത്തോട് പറയും, ദൈവമേ, അന്ന് ഞാൻ വാരിയിട്ട് കളിച്ച ചില്ലറ പൈസയ്ക്ക് വേണ്ടിയാ ഞാനിപ്പോൾ നിന്റെ മുൻപിൽ തെണ്ടുന്നത് എന്ന് പറഞ്ഞ് രാത്രിയിൽ ഹൃദയം തകർന്ന് ഞാൻ കരയുമ്പോൾ എന്റെ ദൈവം എന്നോട് ചോദിച്ചു, ഈ അണ്ടകടാകത്തെ മുഴുവൻ ഉണ്ടാക്കിയ ഞാൻ നിന്റെ പിതാവായിരിക്കുമ്പോൾ നീ നിന്റെ പിതാവിന്റെ മേശവലിപ്പിലെ ചില്ലറ പൈസയുടെ കണക്ക് എന്നോട് പറയുന്നത് ശരിയുള്ള കാര്യമാണോ എന്നെന്റെ ദൈവം എന്നോട് ചോദിച്ചു. പ്രൈസ് ലോർഡ്. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കുന്നു, കർത്താവേ, നീ എൻ്റെ പിതാവാണോ? അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. നീ എൻ്റെ പിതാവാണെന്ന് പറയുമ്പോൾ എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചിട്ടില്ലാത്തത് കൊണ്ട് ചെറുപ്രായം മുതൽ 24 മണിക്കൂറും വഴക്കു പറഞ്ഞും അടിച്ചും ദേഷ്യപ്പെട്ടും ആമേൻ കർശനമായ അനുഭവങ്ങളിൽ വളർത്തിയുമുള്ള ശീലം മാത്രമുള്ളത് കൊണ്ട് എനിക്ക് നിന്റെ സ്നേഹമറിയത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ തിരികെ കരയുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, എൻ്റെ സ്നേഹം എന്തെന്ന് നീ അറിയേണ്ടതിന് നിനക്ക് ഞാനൊരു പിതാവിനെ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകലിൽ എന്നെ ശ്രദ്ധിക്കുന്ന ആമേൻ ചില പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഇടപെടുന്നതാണെന്ന് ഞാൻ ആത്മാവിൽ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളെ ആമേൻ ഈ ലോകത്തിൽ ദൈവം തന്നിരിക്കുന്ന പിതാവിനേക്കാളും ഏറെ കരുതുകയും സ്നേഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയും ചെയ്യുന്ന ഒരു ദൈവിക കരുതൽ ഇന്ന് പകലിലൂടെ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിച്ചത് പ്രാപിക്കുവാൻ തയ്യാറാകട്ടെ. ഹല്ലേലൂയ. ദൈവം അങ്ങനെ പറഞ്ഞപ്പോൾ എന്നോങ്കിലും അത് സംഭവിക്കും. ഏതെങ്കിലും ഒരു പിതാവ് എന്നെ സ്നേഹിക്കും. അവൻ ഏതെങ്കിലും ഒരു പിതാവിനോട് എന്നോട് മനസ്സലിവ് തോന്നുമായിരിക്കും. അതായിരിക്കും ദൈവം പറഞ്ഞത്. പിന്നെ ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ആരെക്കുറിച്ചായിരിക്കും ദൈവം പറഞ്ഞേ? ഇനി കെ.സി. തോമസ് സാറിനെ കുറിച്ചായിരിക്കുമോ? സാറിനാണെങ്കിൽ എന്നോട് പ്രത്യേക സ്നേഹമുണ്ട്, ചിലപ്പോൾ സാറിനെ കുറിച്ചായിരിക്കും. പ്രൈസ്. ഞാൻ ചിന്തിക്കുക, അല്ല വേറൊരു സാറുണ്ട്, അദ്ദേഹത്തെ കുറിച്ചായിരിക്കുമോ? ആമേൻ. എനിക്കറിയാവുന്നവരെ കുറിച്ചൊക്കെ ഇവരായിരിക്കും ഇവർ. നമ്മളൊക്കെ അങ്ങനല്ലേ, ഓരോ ദൈവാലോചന കേൾക്കുമ്പോഴും നമുക്കറിയാവുന്ന കാര്യങ്ങളിലോട്ട് ആ ദൈവാലോചന ഇങ്ങനെ കൂട്ടിക്കുഴയ്ക്കാൻ നോക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നു. ആമേൻ. പിറ്റേന്ന് രാവിലെ പ്രൈസ് ലോർഡ് പോകാൻ രണ്ടും കൽപ്പിച്ച് പോകാൻ തയ്യാറായി. 5:30 ഇറങ്ങി നടക്കുന്ന ഞാൻ അന്ന് കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങി നടന്നു. കുറച്ച് പേടിയുണ്ട്, കാരണം ഇതൊരു ഗ്രാമപ്രദേശത്തുള്ള സ്ഥലമാണ്. അതിലേക്കൂടെ നടക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഏലാവാരമൊക്കെ നടന്നു, കുറേ ദൂരം നടന്നു കാണും. എങ്ങനെയൊക്കെയോ ബൈബിൾ കോളേജിൽ ഞാൻ എത്തി. കുറച്ച് ദൂരം മാത്രം ബസ്സിൽ കയറി, ബാക്കിയുള്ളവിടെ ഇറങ്ങി നടന്നു. ബൈബിൾ കോളേജിൽ വന്നു. ആമേൻ. അതെ, ക്ലാസ് ഒരു പീരീഡ് കഴിയാറായുമ്പോഴെങ്കിലും എത്തുവാനിടയായി തീർന്നു. ചെന്ന് ക്ലാസ്സിലോട്ട് ഇരിക്കുമ്പോൾ തന്നെ ആമേൻ അധ്യാപകൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകൻ പുറത്തു പോയൊരു സമയമായിരുന്നു. എൻ്റെ ഫ്രണ്ടിലിരുന്നവർ തിരിഞ്ഞ് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ആമേൻ, നിന്നെ തട്ടിക്കൊണ്ട് പോകാനാന്ന് തോന്നുന്നു, ഒരു സായിപ്പ് നിന്നെ അന്വേഷിച്ചിവിടെ വന്നിട്ടുണ്ട്, ഒന്ന് പോയി നോക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് ചിരി വന്നു. പ്രൈസ്. അവർ ചിരിച്ചോണ്ടാ പറഞ്ഞേ. ഞാൻ ഓടി ഓഫീസ് റൂമിലോട്ട് ചെന്നു. ഓഫീസ് റൂമിൽ ചെല്ലുമ്പോൾ ഹല്ലേലൂയ, ഒരു ഭിക്ഷക്കാരനെ പോലെ വേഷം ധരിച്ച വെളുത്ത് ചുമന്ന
വെളുത്ത മുടിയും തലമുടിയും വെളുത്ത താടി മീശയും ഉള്ളൊരു മനുഷ്യൻ. ഹല്ലേലൂയ. ഒരു 10-60 വയസ്സ് വരുമായിരിക്കും. എന്നെ കണ്ട ഉടനെ അദ്ദേഹം ചാടി എണീറ്റിന്റെ തോളത്തേക്ക് കൈയിട്ടിട്ട് പറഞ്ഞു, വാ ഇരിക്കെ പറയട്ടെ. ആമേൻ. അദ്ദേഹം പറയുന്ന മലയാളം കേട്ടപ്പോഴും എനിക്ക് ചിരി വന്നു. പ്രൈസ് ലോർഡ്. കൊച്ചു കുഞ്ഞുങ്ങൾ മലയാളം പറയുന്നത് പോലെ ഹല്ലേലൂയ ഇങ്ങനെ കൊത്തിപ്പറക്കി പറയുകയാ. പ്രൈസ് ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. അദ്ദേഹത്തെ കുറിച്ചാണ് ഞാൻ കുറച്ച് പറയാൻ പോകുന്നത്. അദ്ദേഹത്തെ ഞാൻ ഒരു ഓസ്ട്രേലിയൻ മിഷണറി ആയിട്ടാണ് പരിചയപ്പെടുന്നത്. അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്നത് ബ്രദർ ടോം എന്നാണ്. ഹല്ലേലൂയ. അദ്ദേഹം ഇന്നും തിരുവനന്തപുരം പട്ടണത്തിലുണ്ട്. ആമേൻ. പ്രൈസ് ലോർഡ്. അദ്ദേഹത്തോട് രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നെ കുറിച്ച് സംസാരിച്ചു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ സാക്ഷ്യം ഒരല്പം ഞാൻ പറയട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അദ്ദേഹം ഓസ്ട്രേലിയൻ രാജ്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു ഉന്നത പൗരനായിരുന്നു. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ പിതാവ് CSA ചർച്ചിലെ ഒരു പാസ്റ്റർ ആയിട്ടിരിക്കുമ്പോൾ ഇരിക്കുന്ന അനുഭവത്തിലായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ ദൈവം സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ വേണ്ടി വിളിച്ചു വേർതിരിച്ചു. അദ്ദേഹത്തിന് പ്രൈസ് ലോർഡ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കെല്ലാം ഭാരിച്ച സ്വത്തുക്കൾ ഉള്ള കൂട്ടത്തിൽ ഇദ്ദേഹത്തിനും ഒരു മാസം 1 കോടിയോളം വരുമാനം ലഭിക്കുന്ന കമ്പനി ഉണ്ടായിരുന്നു. അത് ഏത് നിലയിലുള്ള കമ്പനി ഒന്നും എനിക്കറിയത്തില്ല. ഈ കമ്പനിയുടെ കാര്യാദികളും അതിന്റെ ടാക്സും മറ്റു കാര്യങ്ങളും എല്ലാം ഗവൺമെന്റുമായി ഡീൽ ചെയ്ത് അദ്ദേഹത്തിന് ഗവൺമെന്റുമായി നല്ല കോണ്ടാക്റ്റും ഒക്കെ ഉണ്ടായി. പ്രൈസ് ലോർഡ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ചെറുപ്രായം മുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചിന്തയാണ് വേദന അനുഭവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന, ദുഃഖം അനുഭവിക്കുന്ന അനാഥരെയും അഗതികളെയും സഹായിക്കണം. പ്രൈസ് ലോർഡ്. അവർക്കൊരു തണലായിരിക്കണം. അത് ഗവൺമെന്റുമായി തീരുമാനിച്ച് അവർക്കും കൂടെ അനുയോജ്യമായി വരുന്ന ഒരു നിയമാവലി ഉണ്ടാക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിട്ട് അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ ഭയങ്കരമായ ബുദ്ധി കർത്താവ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ ചില നിയമങ്ങൾ എഴുതി അതിനുവേണ്ടി എന്തൊക്കെയോ നൂലാമാലകളൊക്കെ ഉണ്ട്. അതൊന്നും എനിക്ക് വിശദീകരിച്ച് പറയാൻ അറിയത്തില്ല. പ്രൈസ് ലോർഡ്. അങ്ങനെയുള്ള നൂലാമാലകൾ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പണം ചെലവാക്കി, സമയം ചെലവാക്കി, ബുദ്ധി ചെലവാക്കി ഒക്കെ ചെയ്തിട്ട് ഗവൺമെന്റിന്റെ മുൻപിൽ ഇത് കൊണ്ടുപോയി സമർപ്പിക്കുമ്പോൾ അത് പബ്ലിഷ് ചെയ്യാനോ അത് പുറത്തു വരുത്താനോ സാധ്യമല്ലെന്ന് പറഞ്ഞ് ഗവൺമെന്റ് അതിനെ തള്ളിക്കളഞ്ഞു. അദ്ദേഹം പിന്നെയും പരിശ്രമിച്ചു. ഈ പരിശ്രമം 16 വർഷം തുടർന്നു. ഈ 16 വർഷത്തിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന് 30 വയസ്സാകുകയും ചെയ്തു. ഈ 30ാമത്തെ വയസ്സാകുന്നതിന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് എല്ലാം വിവാഹങ്ങൾ കഴിച്ചും സന്തോഷിച്ചും ജോലികളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയി അത് നല്ല ജീവിത മണ്ഡലങ്ങൾ കെട്ടിപ്പടുത്തു. എന്നാൽ ഇദ്ദേഹം മാത്രം ഈ ഒരു ലക്ഷ്യത്തിനു വേണ്ടി ചുമ്മാ സമയം വേസ്റ്റാക്കി എന്ന നിരാശയിലെത്തുകയും ചെയ്തു. അദ്ദേഹം ഒരു അധ്യാപകനും കൂടെയാണ്. പ്രൈസ് ലോർഡ്. അദ്ദേഹത്തിന്റെ മൂത്ത ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തി ഇളയവരും ഒക്കെ ഡോക്ടേഴ്സ് അങ്ങനെയൊക്കെയുള്ള സ്ഥാനമാനങ്ങളിൽ അവരും അവരുടെ കാര്യാദികളിലായി. അദ്ദേഹം മാത്രം ഒറ്റപ്പെട്ടതുപോലെ ആർക്കും വേണ്ടാത്ത വേസ്റ്റായ ഒരു വിഷയത്തിനു വേണ്ടി തന്റെ ജീവിതം നഷ്ടമാക്കി എന്നൊരു നിരാശയിൽ അദ്ദേഹം എത്തി. ഇതിനെക്കുറിച്ച് കേൾക്കുന്നവരെല്ലാം അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തുകയും അത് വഴക്കു പറയുകയും മണ്ടത്തരം കാണിച്ചല്ലോ എന്ന് പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ അദ്ദേഹം ദൈവസന്നിധി ഞരങ്ങുകയും വേദനിക്കുകയും കരയുകയും ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തുകൊണ്ട് ഒരാലയത്തിൽ ഒരു ദിവസമായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആലോചന ഒരു വ്യക്തിയിലൂടെ അദ്ദേഹത്തിനുണ്ടായി. നീ ലോകക്കാരുടെയും ലോകത്തിന്റെയും മുൻപിൽ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ദൗത്യം ഇപ്പോൾ വേണ്ടെന്ന് വെക്കാമെങ്കിൽ സ്വർഗം നേരിട്ടൊരു ദൗത്യം നിന്നെ ഏൽപ്പിക്കും എന്ന് ദൈവാത്മാവ് പറയുന്നെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് മനസ്സിലായി തന്റെ ദൗത്യം എന്തെന്ന് ആ സ്ത്രീക്ക് അറിയത്തില്ല. പക്ഷേ ആ സ്ത്രീയിൽ പ്രവർത്തിക്കുന്ന ആ ദൂത് പറഞ്ഞൊരു സ്ത്രീയാ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന് അറിയാം. അദ്ദേഹം പെട്ടെന്ന് ആലയത്ത് നിന്നിറങ്ങി വീട്ടിൽ വന്നു. തന്റെ എഴുത്തു റൂം തുറന്ന് എഴുത്തു റൂം നിറയെ 15 വർഷമായിട്ട് എഴുതിയും അയച്ചും ഗവൺമെന്റ് തിരിച്ചയക്കുന്ന വീണ്ടും തിരിച്ചയച്ച് അതിന്റെ റെക്കോർഡ്സുകളെല്ലാം സൂക്ഷിച്ചു വെച്ചിങ്ങനെ നിറഞ്ഞിരിക്കുകയാ. അതെല്ലാം കൂടെ വാരി ഒരു കൂമ്പാരമായി കൂട്ടി അതിന്റെ മേൽ അദ്ദേഹം തീയിട്ട് അതിനെ മുഴുവൻ ചുട്ടു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണമേ, ഇതൊരു നിസ്സാര കാര്യമല്ല. തന്റെ ജീവിതം ബലി കൊടുത്ത് പ്രൈസ് ലോർഡ് തന്റെ ജീവിതത്തിലെ സകല സമയങ്ങളും തന്റെ സമ്പാദ്യത്തിന്റെ പകുതിയും ചിലവഴിച്ച ഒരു സംഭവമാ, ഒരു വിഷയമാ. അദ്ദേഹം ദൈവം തന്നോട് ഇടപെട്ട ഒരൊറ്റ വാക്കിന്റെ മുൻപിൽ തീയിടുവാൻ അതെ സമർപ്പിച്ചത്. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ മുൻപിൽ അദ്ദേഹം എത്രത്തോളം തന്നെ താഴ്ത്തി എന്ന് ഈ ഒരു വിഷയത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും.
ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിനെ മുഴുവൻ ചുട്ടുകളഞ്ഞ് ആ ചാരത്തിന്റെ മുൻപിൽ മുഴങ്കാൽ മടക്കിയിട്ട് പറഞ്ഞു, ഇനി നീ എന്നെ ഏൽപ്പിക്കാന്ന് പറഞ്ഞ ദൗത്യം ഏൽപ്പിക്ക്. ആമേൻ. ഞാൻ എന്റെ ഇഷ്ടത്തിൽ ഏറ്റെടുത്ത ദൗത്യം കളഞ്ഞു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, നാം നമ്മുടെ ചിന്തയിൽ പലതും തോന്നി, നമ്മുടെ സാഹചര്യം അനുസരിച്ച് ഇതാണ് ദൈവഹിതം, ഇതാണ് ശരി എന്ന് പറഞ്ഞ് നേടിയെടുത്തിരിക്കുന്ന ചില കാര്യാദികളുണ്ട്. അതെന്തൊക്കെയെന്ന് എനിക്കറിയത്തില്ല, ഇത് കേൾക്കുന്നവരുടെ ഉള്ളത്തിൽ അറിയാം. എന്നാൽ അതിനെ വിട്ടുകളഞ്ഞിട്ട് ദൈവം ഏൽപ്പിക്കാൻ പോകുന്നതിനെ ആമേൻ അത് പ്രാപിച്ചെടുക്കുവാനുള്ള മനസ്സോടെ അടുത്തു വരാമെങ്കിൽ ആമേൻ സ്വർഗരാജ്യത്തിൽ നിലനിൽക്കുന്ന നിലയിലുള്ള ചില ദൗത്യങ്ങളെ ഏൽപ്പിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ അകത്ത് ചിലരെ തിരയുന്നുണ്ട്. പ്രൈസ് ലോർഡ്, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ അദ്ദേഹം മുഴങ്കാലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ദൈവം ഒരു ദർശനം കൊടുത്തു. ലോകത്തിന്റെ എല്ലാ തെരുവുകളും, ഭൂലോകത്തിലുള്ള എല്ലാ തെരുവോരങ്ങളെയും അദ്ദേഹത്തെ ദൈവം കാണിച്ചു. എല്ലാ തെരുവോരങ്ങളിലും പ്രൈസ് ലോർഡ് കുഞ്ഞുങ്ങളും സ്ത്രീകളും പ്രായമായവരും വൃദ്ധരും ആരുമില്ലാത്ത അങ്ങനെയുള്ള പലരും ആമേൻ അതെ ഇങ്ങനെ കിടക്കിയ അഭയാർത്ഥികളായിട്ട്. അപ്പോൾ ദൈവം ചോദിച്ചു, ഇവർക്കെല്ലാവർക്കും പിതാവായിട്ടും സംരക്ഷകനായിട്ടും സഹായകനായിട്ടും ആശ്രയമായിട്ടും നിനക്ക് ഇരിക്കുവാൻ കഴിയുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല ദൈവമേ, അത് നിനക്ക് മാത്രമേ പറ്റൂ. അപ്പോൾ പിന്നെ പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, നീ എന്തിനു വേണ്ടി നിന്റെ ജീവിതത്തെ നശിപ്പിക്കുവാൻ ഒരുങ്ങി? പ്രൈസ് ലോർഡ്. എന്നാൽ അദ്ദേഹം പറഞ്ഞു, കർത്താവെ, സത്യമായും ഞാനിത് ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നാൽ അതിലൊരു ഭാഗത്തുള്ളവരെ സംരക്ഷിക്കുവാൻ ആമേനുള്ള ദൗത്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് അദ്ദേഹത്തോട് ദൈവം ഇടപെട്ടു. എന്നാൽ അത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് അവരോട് പറയേണ്ടതിന്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, അത് അവരോട് പറയുമ്പോൾ സ്വർഗരാജ്യത്തിന്റെ പ്രവൃത്തി എന്തെന്ന് അവർ അനുഭവിച്ചറിയേണ്ടതിന് നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നു, നീ ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പുറപ്പെട്ടുകൊള്ളുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതിൽ ഏത് ഭാഗമാണ് ദൈവം എന്നെ ഏൽപ്പിക്കും ചോദിക്കുമ്പോൾ ആമേൻ ലോകത്തിൽ ആമേൻ പ്രൈസിലുള്ള ഇന്ത്യ രാജ്യത്തെ ദൈവം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അദ്ദേഹം 1 വർഷം എടുത്ത് ഇന്ത്യയിലെ പ്രധാന ഭാഷകൾ പഠിച്ചു. അതിലൊന്നാണ് മലയാളം പഠിച്ചത്. മലയാളവും ഹിന്ദിയും പ്രൈസ് ലോർഡ് അതെ ഉറുദും കന്നഡയും ഒക്കെ പേരെന്തെന്ന്, എവിടെയാണ് ആമേൻ അതെ വീടെന്ന്, നിങ്ങൾ ഏത് സ്ഥലക്കാരന്, എന്തു വേണം, വിശക്കുന്നു, വീടുണ്ടോ, എന്താ വേദന എന്നൊക്കെ അവരോട് ചോദിച്ചറിയാനുള്ള പ്രൈസ് ലോർഡ് അതെ ഭാഷ ആമേൻ അദ്ദേഹം പഠിച്ചു. കുറച്ചു മാത്രം. ഹല്ലേലൂയ. അവരുമായിട്ട് അതെ വിനിമയം നടത്താനുള്ള ചിലത് മാത്രം പഠിച്ചിട്ട് അദ്ദേഹത്തെ ദൈവം പറഞ്ഞ നിലയിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തോട് ദൈവം ഇടപെട്ടത് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ മത്തായിയിലെ ചില വാക്യങ്ങളാണ്. മത്തായി സുവിശേഷത്തിലുള്ള ഒരു വാക്യമാണ്. പ്രൈസ് ലോർഡ് റെഫറൻസ് ഞാൻ ഓർക്കുന്നില്ല. അതിൽ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, പ്രൈസ് ലോർഡ്, അവർ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് അവരോട് ചെന്ന് പറയുമ്പോൾ അവരിലുള്ള രോഗികളെ സൗഖ്യമാക്കുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു, അവരിലുള്ള മരണത്തിലേക്ക് പോകുന്നവരെ ജീവിപ്പിക്കുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു, അവരിലുള്ള ഭൂതങ്ങളെ പുറത്താക്കുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു. ഇതെല്ലാം ഞാൻ നിനക്ക് സൗജന്യമായി തരുന്നുകൊണ്ട് നീ അത് പോയി സൗജന്യമായി കൊടുക്കണം. എന്നാൽ ഇതെല്ലാം ചെയ്യാനായി നീ പോകുന്ന വഴിയിൽ ആമേൻ പ്രൈസ് ലോർഡ് ഒരിക്കലും നീ പോകുന്ന വഴിയിൽ അതെ മടിശീലയിൽ ചെമ്പും ആമേൻ മടിശീലയിൽ പൊന്നും വെള്ളിയും അതെ ചെമ്പും ആമേൻ പൊക്കണവും 2 ഉടുപ്പും വഴിയാത്രയിൽ ചെരുപ്പും വടിയും ഇതൊന്നും കരുതാൻ പാടില്ല. വിശ്വാസത്താൽ പോണം. കാരണം വേല ചെയ്യുന്നവൻ കൂലിക്ക് യോഗ്യൻ. അത് കരുതാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന്. പ്രൈസ് ലോർഡ്. ദൈവം അത്രയും വരെ പറഞ്ഞതെല്ലാം അനുസരിക്കാൻ അദ്ദേഹം തയ്യാറായി. എന്നാൽ ഈ കാര്യം പറഞ്ഞപ്പോൾ ചാഞ്ചാട്ടമുണ്ടായി, ചഞ്ചലിപ്പുണ്ടായി. കാരണം എല്ലാ മാസവും 1 കോടിയുടെ വരുമാനം ഡീൽ ചെയ്യുന്ന മനുഷ്യനാ. ഇതെങ്ങനെ വേണ്ടെന്ന് വെച്ചിട്ട് പോകും? ഒറ്റ ജോഡി വസ്ത്രത്തിൽ പോകാനാ കർത്താവ് പറഞ്ഞേ. ആമേൻ. അടുത്തൊരു പൊക്കണം ഇനി കരുതരുതെന്നാ ദൈവം പറഞ്ഞേ. ഇതൊന്നും കരുതാതെ പൊക്കോളാൻ. പ്രൈസ് ലോർഡ്. വചനം അതുപോലെ ചെയ്യാൻ ദൈവം ഇടപെട്ടത്രേ. എനിക്കും ആദ്യം കേട്ടപ്പം വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം കണ്ടപ്പം വിശ്വസിച്ചു. ആമേൻ. അദ്ദേഹത്തോട് ദൈവം പറഞ്ഞത് അതുപോലെ അദ്ദേഹം ചെയ്തു. തന്റെ 1 കോടി വരുമാനമുള്ള കമ്പനിയെ അദ്ദേഹം തന്റെ ബന്ധുക്കളെയോ സ്നേഹിതരെയോ ആർക്കോ ഏൽപ്പിച്ച് വിട്ടുകൊടുത്തിട്ട് പൂർണ്ണമായും എഴുതി കൊടുത്തിട്ട് ദൈവം പറഞ്ഞതുപോലെ ഇന്ത്യയിലേക്ക് വന്നു. ഒറ്റ ജോഡി വസ്ത്രം, വേറൊന്നും കരുതിയില്ല. ഹല്ലേലൂയ. ഇന്ത്യയിലേക്ക് വന്നിട്ട് പ്രൈസ് ലോർഡ് അദ്ദേഹം ആദ്യം ചെന്നുപെട്ടത് മദർ തെരേസയുടെ കൂടെ. അവിടെ ചെന്ന് അനാഥരെ അഗതികളെ അവർ സ്നേഹിക്കുന്ന നിലവാരം ആ വിധമൊക്കെ മനസ്സിലാക്കി. പിന്നെ അവിടെ നിന്നൊക്കെ ദൈവം ഇങ്ങനെ നടത്തി അദ്ദേഹത്തെ കൊണ്ടുപോയി. പ്രൈസ് ലോർഡ്. ഈ പോകുന്ന വഴിയിൽ ഒരിക്കലും 1 ജോഡി വസ്ത്രം അദ്ദേഹം ആമേൻ വാങ്ങിച്ചിട്ടില്ല. ഒറ്റ ജോഡി വസ്ത്രമേ ഇപ്പോഴും ഉള്ളൂ. പ്രൈസ് ലോർഡ്. അദ്ദേഹത്തിന് ഒറ്റ
ജോഡി ചെരുപ്പേ ഇപ്പോഴും ഉള്ളൂ. ചെരുപ്പ് പൊട്ടിപ്പോയെങ്കിൽ പിന്നെ ചെരുപ്പ് ഇല്ലാതെ നടക്കും. ഹല്ലേലൂയ. ആരെങ്കിലും ഇത് കണ്ടിട്ടൊരു ചെരുപ്പ് മേടിച്ചു കൊടുത്താൽ ഇടും. ആമേൻ. എക്സ്ട്രാ ആമേൻ അദ്ദേഹത്തിന് ഒരു ചെരുപ്പ് നന്നായിട്ടിരിക്കുമ്പോൾ എക്സ്ട്രാ ഒരു ചെരുപ്പ് കിട്ടിയാൽ ഇടത്തില്ല. അതാ വേറെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു അനാഥന് കൊടുക്കും. ഹല്ലേലൂയ. അദ്ദേഹത്തിന് ഒരു ഷർട്ട് ആമേൻ ഇട്ടിരിക്കുന്ന ഷർട്ടിന് കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ആരെങ്കിലും ഒരു ഷർട്ട് മേടിച്ചു കൊടുത്താൽ അത് ഉപയോഗിക്കത്തില്ല. അത് തെരുവി കിടക്കുന്ന ഒരു അപ്പച്ചന് കൊടുക്കും. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. അതുപോലെ തന്നെ അദ്ദേഹം ധരിക്കുന്ന ഏതു വസ്ത്രം ആമേൻ അദ്ദേഹത്തിന് അത് ധരിക്കുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്നതാണെങ്കിൽ അദ്ദേഹം അടുത്തൊരു വസ്ത്രം ഉപയോഗിക്കത്തില്ല. ആമേൻ. താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം തീർത്തും ഇനി ഉപയോഗിക്കാൻ കൊള്ളത്തില്ലെന്ന് തോന്നുമ്പോഴാണ് അടുത്തൊരാൾ മേടിച്ചു കൊടുത്താൽ അത് ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. ആ നിലയിൽ ആമേൻ തൻ്റെ 30ാമത്തെ വയസ്സ് തൊട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ വരുമ്പോൾ വയസ്സ് ചോദിച്ചു. 74 വയസ്സ് കഴിഞ്ഞ് 4.5 വയസ്സായി. ഈ പ്രായം വരെ ഒറ്റ ജോഡി വസ്ത്രം, ഒറ്റ ജോഡി ചെരുപ്പ്, വീടില്ല, കൂടില്ല, സമ്പത്തില്ല, ഒന്നുമില്ല. കർത്താവ് പറയുന്നത് ഇതുപോലെ ചെയ്യുകയാ. ഈ ബാംഗ്ലൂരൊക്കെ വന്ന് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ആർക്കും അറിയത്തില്ല. പത്രക്കാരും ചാനലുകാരൊക്കെ ചെന്നിട്ട് ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യേ, ഞങ്ങളൊരു ഡോക്യുമെന്ററി തയ്യാറാക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരിക്കലും ചെയ്യരുത്, എൻ്റെ ഫോട്ടോയെ എടുത്തേക്കരുത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവരുടെ ഇടയിൽ നിന്ന് മറഞ്ഞു ഓടിപ്പോകും. കാരണം ഇത് ദൈവം എന്നോട് പറഞ്ഞത് ഞാൻ ചെയ്യുന്നേയുള്ളൂ. ഇതിന്റെ പ്രതിഫലം മുഴുവൻ എനിക്ക് ദൈവം സ്വർഗത്തിൽ വെച്ചിരിക്കുക. ഇവിടെ നിന്ന് എനിക്ക് പ്രശസ്തിയും ആമേൻ അങ്ങനെയുള്ള യാതൊന്നിന്റെ ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയും. ഹല്ലേലൂയ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ അങ്ങയെക്കുറിച്ച് ആമേൻ എന്റെ സാക്ഷ്യം ആമേൻ എഴുതുന്നതിന്റെ കൂടെ അദ്ദേഹം എഴുതുക എന്റെ സാക്ഷ്യം, അതിന്റെ കൂടെ അങ്ങയെക്കുറിച്ച് ചിലത് എഴുതി അതിന്റെ കൂടെ പബ്ലിഷ് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞ ശേഷം ദൈവം നിന്നോട് പറയുന്നെങ്കിൽ ചെയ്തോ, ഇല്ലെങ്കിൽ ചെയ്യരുത്. എന്നാൽ എനിക്ക് അടുത്തൊരു അനുവാദം തരണം. ഞാൻ അങ്ങയെക്കുറിച്ച് എൻ്റെ അനുഭവം പറയുമ്പോൾ പ്രസംഗിക്കും, അത് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ദൈവം പറയുന്നെങ്കിൽ മാത്രം പറയാൻ പറഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചു ദൈവത്തോട്, ദൈവമേ ഈ അനുഭവം പറയുമ്പോൾ എനിക്ക് ഇത് പറയേണ്ടി വരും, ഞാൻ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമാ, ഞാൻ പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് എനിക്ക് അനുകൂലമായിട്ടൊരു വെളിപ്പാട് എന്നുകൊണ്ട് മാത്രം അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഇത്രയും വിശദീകരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഈ ഒന്നുമില്ലാത്ത വന്ന മനുഷ്യന് എങ്ങനെയാണ് ഇത്രയും പേരെ സഹായിക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള സോഴ്സ് ഉണ്ടായതെന്ന്. തെരുവിൽ കിടക്കുന്നവരെ എല്ലാം ചെന്ന് വാരിയെടുത്ത് അവരുടെ മുറിവ് വെച്ചുകെട്ടി, അവർ കുഷ്ഠരോഗികളാണെങ്കിൽ അവരുടെ കുഷ്ഠത്തെ ആമേൻ അതിന്റെ അകത്തുള്ള പുഴുക്കളെ എടുത്തു കളഞ്ഞ് ആമേൻ തന്റെ കൈ കൊണ്ട് പ്രൈസ് ലോർഡ് ഇതെല്ലാം ചെയ്ത് വെച്ചുകെട്ടി അതിൽ കൈവച്ച് പ്രാർത്ഥിച്ച് പ്രൈസ് ലോർഡ് അവരെ എടുത്തോണ്ട് പോയി തന്റെ കൂടെ കിടത്തി അവർക്ക് ഭക്ഷണം വാരിക്കൊടുത്ത് അവർ സുഖം പ്രാപിച്ച് നല്ല രീതിയിലേക്ക് വരുമ്പോൾ പറയും, കുഞ്ഞെ ഇതാണ് യേശുവിന്റെ സ്നേഹം, ഈ സ്നേഹത്തിൽ നിന്ന് വിട്ടുപോകരുത്, ഇതാണ് നിന്റെ പ്രമാണം, ഈ പ്രമാണത്തിൽ നിന്ന് വിട്ടുപോകരുത്, ഇത് സ്വർഗരാജ്യത്തിൽ പോകാനുള്ള വഴിയാണ്. പ്രൈസ് ലോർഡ്. അങ്ങനെ അദ്ദേഹം നേടിയെടുത്ത ഒരു വ്യക്തികളും ഒരിക്കലും തങ്ങളുടെ ആയുസ്സിൽ ദൈവം തങ്ങൾക്ക് അദ്ദേഹത്തിലൂടെ കാണിച്ചു കൊടുത്ത വഴി വിട്ടുപോയിട്ടില്ല. ധാരാളം ആൾക്കാരുണ്ട് ദൈവത്തിന്. വടക്കേ ഇന്ത്യയിൽ പലയിടങ്ങളിലും അദ്ദേഹത്തിന് ആമേൻ രഹസ്യമായി ഈ നിലയിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോൾ അത് ഇംഗ്ലണ്ടിലേക്കും വ്യാപരിപ്പിച്ചു. ആമേൻ. ദൈവം അദ്ദേഹത്തിലൂടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയിൽ അദ്ദേഹം അനാഥരും നിർധനരും അഗതികളുമായിട്ടുള്ള സ്ത്രീകൾക്ക് അദ്ദേഹം ചില ചെറിയ കൈത്തൊഴിൽ പഠിപ്പിച്ചു കൊടുത്തു. ആ കൈത്തൊഴിൽ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഫ്രണ്ട്ഷിപ്പ് ബ്രേസ്ലെറ്റുകൾ ഉണ്ടാക്കാനും ആലില കൊണ്ടുവന്ന് അതിൻ്റെ നെറ്റ് എടുത്തിട്ട് ആ നെറ്റിൽ വാക്യങ്ങളും പൂക്കളും പക്ഷികളുടെയും ചിത്രങ്ങൾ പ്രിന്റ് ചെയ്തിട്ട് അതിൽ ഓയിൽ പെയിന്റ് ചെയ്യും നല്ല ഭംഗിയായിട്ട്. എന്നിട്ട് അതിനെ ആമേൻ വലിയ വലിയ കാർഡുകൾ വെട്ടി അതിൻ്റെ അകത്ത് ഒട്ടിച്ച് ഗ്രീറ്റിംഗ് കാർഡായിട്ട് ആമേൻ രൂപീകരിച്ച് അതിനെ വിദേശങ്ങളിലേക്ക് കയറ്റി വിടുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ വലിയ ഹരമാണ്. അവർ നല്ല കാശ് കൊടുത്ത് മേടിക്കും. അങ്ങനെ മേടിച്ചു കിട്ടുന്നതിന്റെ വിഹിതം തിരിച്ചിവിടെ അയക്കും. അത് ഈ സ്ത്രീകൾക്കൊക്കെ ശമ്പളമായിട്ടും ആമേൻ കൂലി പിന്നെ അവർക്ക് അതെ സൗജന്യമായിട്ട് ദാനമായിട്ടൊക്കെ അദ്ദേഹം കൊടുക്കും. ഹല്ലേലൂയ. അങ്ങനെയും ധാരാളം സ്ത്രീകളുണ്ട്. മെഡിക്കൽ കോളേജിൽ ചെന്നാൽ, ജനറൽ ഹോസ്പിറ്റലിൽ ചെന്നാൽ അവിടെയുള്ള അനാഥരും അഗതികളും കിടക്കുന്ന വാർഡ് ഇദ്ദേഹത്തിന്റെ വാർഡാ. പ്രൈസ് ലോർഡ്. ആ വാർഡിൽ വർഷങ്ങളോളം ഇദ്ദേഹത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ വാർഡിൽ ചെന്ന് ഇദ്ദേഹം ആ വാർഡെല്ലാം തൂത്തു വൃത്തിയാക്കി ബാത്റൂം എല്ലാം തേച്ച് കഴുകി അവിടെയുള്ള രോഗികളെല്ലാം പരിചരിച്ച് അവരോടൊപ്പം കിടക്കും. പ്രൈസ് ലോർഡ്. തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ കാണുന്നവരെല്ലാം പരിചരിച്ചിട്ട് രാത്രിയാകുമ്പോൾ അവരോടൊപ്പം തന്നെ തെരുവിൽ കിടക്കും. ആമേൻ. അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ കിടക്കും. ഹല്ലേലൂയ. ആമേൻ. ആരുമില്ലാത്ത രോഗികൾക്ക് അദ്ദേഹം ആളായി തീരും. ആമേൻ. പ്രൈസ് ലോർഡ്. ആ നിലവാരത്തിൽ അദ്ദേഹം ശുശ്രൂഷിക്കുകയാ.
ദൈവത്തിന് മഹത്വം. തന്റെ 30-ാമത്തെ വയസ്സിൽ തുടങ്ങിയ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. ഒരു ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു, പ്രൈസ് ലോർഡ്, എന്നെ ഏറ്റെടുത്തതിന് ശേഷം വർഷം ശേഷം എന്നോട് പറഞ്ഞു, ഞാൻ ചെയ്തു വരുന്ന ഈ ദൗത്യം മുഴുവനുമായിട്ടല്ല, ഈ ദൗത്യത്തിന്റെ ഒരു ഭാഗം നീ വഹിക്കണമെന്ന് ദൈവത്തിന് ഇഷ്ടമുണ്ട് കേട്ടോ എന്ന്. പ്രൈസ് ലോർഡ്. അപ്പോൾ അതിനോട് ചേർന്നൊരു ദർശനമാ ദൈവം എനിക്ക് തന്നതും, അനാഥരായ പെൺകുട്ടികൾക്ക് ആശ്രയമായിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. അങ്ങനെയുള്ള ധാരാളം പെൺകുട്ടികൾക്കും ഇദ്ദേഹം ആശ്രയമായിട്ടിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. അങ്ങനെ ദൈവത്തിന്റെ വേല ആമേൻ ദൈവം പറഞ്ഞതുപോലെ ചെയ്യുന്നൊരു മനുഷ്യൻ. ഇന്നും അദ്ദേഹത്തിന് ആമേൻ പ്രൈസ് ലോർഡ് അതെ ദൈവം പറഞ്ഞതിന് അപ്പുറമായ ഒരു സമ്പാദ്യമില്ല. ഹല്ലേലൂയ. ആമേൻ. ഈ മനുഷ്യനാണ് രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നെ കുറിച്ച് ദർശനം കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു, ആ പെൺകുട്ടി നീ പറഞ്ഞിട്ട് ഇറങ്ങിയതല്ലേ, അപ്പോൾ എന്നെ സഹായിക്കുന്ന പോലെ അവളെ നീ സഹായിക്കാൻ മതിയായവനാണല്ലോ, അവൾ നിരാലംബയല്ലല്ലോ. പ്രൈസ് ലോർഡ്. അതെ, ഇപ്പോൾ ഒരു അനാഥശാലയിൽ ആശ്രിതയായിരിക്കുന്നുവല്ലോ, അതുകൊണ്ട് അവൾക്ക് വലിയ സഹായത്തിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ലല്ലോ ദൈവമേ എന്ന് അദ്ദേഹം തിരിച്ചു പറയുമ്പോൾ ദൈവം അദ്ദേഹത്തോട് പറഞ്ഞത്രേ, അണ്ടകടാകത്തെ ഉണ്ടാക്കിയ എനിക്ക് വേണ്ടി അവൾ ഇറങ്ങി വന്നതുകൊണ്ട്, ആമേൻ പ്രൈസ് ലോർഡ്, ഞാൻ അവളുടെ പിതാവായിരിക്കുന്നത് കൊണ്ട്, അവൾ എനിക്ക് മകളായിരിക്കുന്നത് കൊണ്ട് നീ അവൾക്ക് പിതാവായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. അദ്ദേഹത്തിന് ധാരാളം അനാഥരും അഗതികളുമായിട്ടുള്ളവരുണ്ട്, അവർക്കെല്ലാം ഇദ്ദേഹം പിതാവാ. എന്നാൽ ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു, പ്രൈസ് ലോർഡ്, അദ്ദേഹത്തിന് സ്വന്തമായി ഇന്നും ഭാര്യയും മക്കളും ഒന്നുമില്ല, അത് വിവാഹമേ കഴിച്ചിട്ടില്ല. ദൈവം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ തന്നെ അങ്ങ് ശുശ്രൂഷയ്ക്കായി ഇറങ്ങിയതാ. അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു, നിനക്ക് സ്വന്തം ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിന് നീ എത്രത്തോളം കരുതലാ കൊടുക്കുന്നേ, അതുപോലായിരിക്കണം നസീല ബീവിയെ നീ കരുതുന്നതെന്ന്. പ്രൈസ് ലോർഡ്. ദൈവത്തിന് മഹത്വം. ഈ വെളിപ്പാടനുസരിച്ച് ദൈവം ഈ ബൈബിൾ കോളേജിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ അദ്ദേഹം അന്വേഷിച്ചു വന്നതാ എന്നെ കാണാൻ. ദൈവത്തിന് മഹത്വം. ദൈവം തലേരാത്രിയിൽ പറഞ്ഞത് എന്താ? ആമേൻ പ്രൈസ് ലോർഡ്, ഞാൻ നിന്റെ പിതാവാണെന്ന് നീ മനസ്സിലാക്കേണ്ടതിന്, ആമേൻ എന്റെ സ്നേഹം എന്തെന്ന് നീ അറിയേണ്ടതിന് ഈ ലോകത്തിൽ ഒരു പിതാവിനെ ഞാൻ നിനക്ക് തരുമെന്ന്. അതുകൊണ്ടാണ് പ്രാരംഭ ദിവസത്തിൽ കഴിഞ്ഞ ദിവസം രാവിലെ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ പറഞ്ഞത്, ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ അമ്മയപ്പന്മാരിലൂടെ ഒക്കെ നാം അനുഭവിച്ചറിയുന്നുവെന്ന്. ഹല്ലേലൂയ. ആമേൻ. എന്റെ ദൈവത്തിന്റെ പിതാവായ നിലയിൽ എന്നെ ദൈവം സ്നേഹിച്ചത് ഈ മനുഷ്യനിലൂടെയാണ്. ദൈവത്തിന് മഹത്വം. ഇദ്ദേഹം അപ്പോൾ തന്നെ കോളേജിൽ നിന്ന് അനുമതി ചോദിച്ചിട്ട് എന്നെ പുറത്തേക്ക് കൊണ്ടുപോയി. ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് ഒറ്റ ജോഡി വസ്ത്രമാണെന്നുള്ളത്. രാത്രി വന്നിട്ട് ഒത്തിരി വിയർപ്പുണ്ടെങ്കിൽ മാത്രം അത് കഴുകും. പ്രൈസ് ലോർഡ്. ഇല്ലെങ്കിൽ കഴുകത്തില്ല, ഒരു ദിവസം കൂടി ഇട്ടിട്ടേ കഴുകത്തുള്ളൂ. അല്ലെങ്കിൽ ഒത്തിരി വിയർപ്പുണ്ടെങ്കിൽ അത് കഴുകി ഇട്ടിട്ട് രാവിലെ ഈറനോട് തന്നെ എടുത്തിട്ടുകൊണ്ട് നടക്കും. പ്രൈസ് ലോർഡ്. അങ്ങനെയായിരുന്നു എൻ്റെ ആമേൻ അതെ യാത്രയായിരുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇദ്ദേഹം എന്നെ അന്ന് തിരുവനന്തപുരം സിറ്റിയിൽ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽസ് ആണ് പാർത്താസ്, അവിടെ കൊണ്ടുപോയി. ആമേൻ. ഉന്നതന്മാർ മാത്രമേ അവിടെ പോയി ഷോപ്പിംഗ് ചെയ്യാറുള്ളൂ. എന്നാൽ ഇദ്ദേഹം അവിടെ കൊണ്ടുപോയിട്ട് അവിടെയുള്ള ഏറ്റവും കൂടിയ വസ്ത്രങ്ങൾ എനിക്ക് വാങ്ങിത്തരാൻ തുടങ്ങി. അപ്പോൾ എനിക്കങ്ങ് പേടിയായി. ഞാൻ പറഞ്ഞു, അയ്യോ അങ്കിളെ, ഇത്രയും വസ്ത്രവും ഇത്രയും കൂടിയത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞത് ദൈവത്തിന്റെ മകളാണ് നീ എന്ന്. ദൈവത്തിന്റെ മകളെ ദൈവം എനിക്ക് തന്നതാ മകളായിട്ട്. എനിക്ക് പണ്ട് 1 കോടി വരുമാനമുള്ള കമ്പനി സ്വന്തമായിട്ടുണ്ടായിരുന്നു. ആമേൻ. ആ നിലയിലാണ് ദൈവം ഇപ്പോൾ എന്നെ കാണുന്നത്. ആ എന്റെ മകളായിരിക്കണം നീ, ആ മഹത്വത്തിനനുസരിച്ചുള്ള ഡ്രസ്സ് ഇട്ടാ മതി എന്ന്. പ്രൈസ് ലോർഡ്. അങ്ങനെ എനിക്ക് ഡ്രസ്സ് മേടിച്ചു. അത് കഴിഞ്ഞ് ആമേൻ ഏറ്റവും വലിയ ഹോട്ടലിൽ കൊണ്ടുപോയി ആമേൻ ഫുഡ് ധാരാളം മേടിച്ചു. ആമേൻ എന്നിട്ട് കഴിപ്പിച്ചു. അത് കഴിഞ്ഞ് അനാഥശാലയിൽ വന്നിട്ട് പറഞ്ഞു, ഈ അനാഥശാല ഇവൾ നിമിത്തം ഞാൻ സ്പോൺസർ ചെയ്യുകയാ. ഈ അനാഥശാലയിൽ എത്ര പേരുണ്ടോ അത്രയും പേർക്കും വേണ്ടുന്നത് ഞാൻ ചെയ്യും. എന്നാൽ ഇത് ചെയ്യുന്നത് ഞാനാണെന്ന് മൂന്നാമതൊരാൾ ഇനി അറിയാൻ പാടില്ല. ആരും ഇത് അറിയരുത്. ഞാൻ ഇവിടെ വെറും ഒരു സന്ദർശകനാണെന്ന് മാത്രം ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ അറിഞ്ഞാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രൈസ് ലോർഡ്. എന്നിട്ട് എനിക്ക് വേണ്ടുന്നതെല്ലാം അവിടെ മേടിച്ചുകൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഇവൾക്ക് ഇന്ന് മുതൽ ഇത് അനാഥശാലയായിരിക്കരുത്, ഇതൊരു വീടായിരിക്കണം. പ്രൈസ് ലോർഡ്. ആമേൻ. എനിക്ക് ആവശ്യമുള്ളതെല്ലാം അന്ന് തന്ന് എൻ്റെ കയ്യിൽ എക്സ്ട്രാ പൈസയും തന്നിട്ട് മടങ്ങിപ്പോയി. അടുത്ത 2 ദിവസം കഴിഞ്ഞു വീണ്ടും വന്നു. ഇങ്ങനെ ഇത് ഇദ്ദേഹം ആവർത്തിച്ചു. പ്രൈസ് ലോർഡ്. ഒന്നുകിൽ ആഴ്ചയിൽ ഒരിക്കൽ, അല്ലെങ്കിൽ ആഴ്ചയിൽ 3-4 ദിവസം കൂടുമ്പോൾ കടന്നു വരും. എനിക്ക് എന്തൊക്കെ വേണം അതെല്ലാം അന്വേഷിച്ചിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആമേൻ അതെ ക്രീം, സോപ്പ്, ചീപ്പ്, ആമേൻ ചോക്ലേറ്റ്, ബിസ്ക്കറ്റ് എല്ലാം കാണും അദ്ദേഹത്തിന്റെ കയ്യിൽ. ഒരമ്മ പെൺകുഞ്ഞിനെ കാണാൻ വരുന്ന എങ്ങനെ ആയിരിക്കും? ആ പെൺകുഞ്ഞിന് പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾ കാണും, അതും കൂടെ ഇദ്ദേഹം കരുതിയിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ എല്ലാ നിലയിലും എന്നെ കരുതുവാൻ 5 വർഷം അദ്ദേഹം എന്നെ വളർത്തി. എന്നെ കരുതുവാൻ ദൈവം എനിക്ക് ആ പിതാവിനെ തന്നു. ഞാൻ പറഞ്ഞു വന്നത്, തന്റെ പുത്രനെ ദൈവം എങ്ങനെ ഈ ഭൂമിയിൽ കരുതിയോ അങ്ങനെ നിന്നെ കരുതും എന്നാണ് തെരുവിൽ കിടന്നുകൊണ്ട് ഞാൻ
അർത്ഥനഗ്നയായി, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു പകുതി വസ്ത്രം കൊണ്ട് പുതച്ചിരിക്കുന്ന അനുഭവമാണ്. അർത്ഥനഗ്നയായി ദൈവത്തോടെ പരിസരം മറന്ന് നിലവിളിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിച്ചത്, ആ പറഞ്ഞത് അതുപോലെ ദൈവം നിവർത്തീകരിച്ചു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ലോർഡ്. ആമേൻ. അതെ, ഈ പിതാവ് ആമേൻ കൂടെ പിന്നെയും വന്നിട്ട് ആമേൻ എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടോ അതെല്ലാം എനിക്ക് നടത്തി തരാനിടയായി തീർന്നു. അപ്പോഴെല്ലാം ദൈവം എന്നോട് ഈ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തോട് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ആമേൻ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ള, എനിക്ക് തന്നിട്ടുള്ള ചില ചിന്തകളുണ്ട്. ആ ചിന്തകളും കൂടെ ചേർത്താൻ ഞാൻ പറയുന്നേ. പ്രൈസ് ലോർഡ്. ആമേൻ. പുത്രനായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ പിറന്നു കഴിയുമ്പോൾ അപ്പനില്ലാത്തവൻ ആമേൻ എന്ന് പേര് വരത്തക്ക നിലയിൽ, അല്ലെങ്കിൽ അപ്പനില്ലാത്ത നിലയിൽ മറിയ പ്രസവിച്ചു വളർത്തി ആമേൻ വലുതാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം പിശാച് ഒരുക്കി വച്ചു. എന്നാൽ യോസേഫിനെ ദൈവം തന്റെ പിതാവായിട്ട് അവിടെ ആമേൻ തനിക്ക് കരുതുവാനിടയായി തീർന്നു. യോസേഫിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, താൻ നീതിമാനെന്ന്. തനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ പിതാവിന്റെ പ്രത്യേകത, താൻ നീതിമാൻ. തനിക്കൊരു ദോഷം വന്നാലും സാരമില്ല, താൻ മുഖാന്തരം മറ്റൊരാൾ വേദനിക്കാൻ പാടില്ല എന്ന് ആമേൻ ദൈവത്താൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ. ദൈവം എന്തു പറഞ്ഞാലും അത് കണ്ണടച്ച് വിശ്വസിക്കുകയും അനുസരിക്കുകയും ആമേൻ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു നല്ലൊരു പിതാവിനെ തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ദൈവം കരുതി വച്ചെങ്കിൽ നിശ്ചയമായും എനിക്കും നിങ്ങൾക്കും അവൻ ആ നിലവാരത്തിൽ കരുതാൻ വിശ്വസ്തൻ തന്നെയാണ്. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. അങ്ങനെ യേശുവിനെ ആമേൻ കരുതിയ ഓരോ സന്ദർഭങ്ങൾ, ഓരോ വിധങ്ങളാണ് ദൈവം എന്നോട് ഓരോ അനുഭവങ്ങളിൽ സംസാരിക്കുവാനിടയായി തീർന്നത്. പ്രൈസ് ലോർഡ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ മേശവലിപ്പിലെ പൈസയുടെ കാര്യം പറഞ്ഞ് കരഞ്ഞപ്പോഴാ ദൈവം എനിക്ക് ഈ പിതാവിനെ തന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. വീണ്ടും വരട്ടെ. അടുത്ത് യേശു കർത്താവിനെ ഒരു പിതാവിനെ കൊടുത്ത് കരുതി. വീണ്ടും യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് ഞാൻ വായിക്കുമ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. യഹൂദന്മാരുടേതായ ചരിത്രങ്ങളൊക്കെ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ ആ ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് വന്നത്, യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് ആമേൻ വെളിയിൽ കാവൽ കാത്തുകൊണ്ടിരുന്ന ആട്ടിടയന്മാർക്ക് വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. ആട്ടിടയന്മാർക്ക് അത് വെളിപ്പെടുത്തുമ്പോൾ ആകാശമണ്ഡലത്തിൽ ദൂതന്മാർ നിന്നുകൊണ്ട് പാട്ടുപാടിയ സന്ദർഭം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ആമേൻ. അവിടെ അവർ ഇങ്ങനെ പാടുന്നു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ഹല്ലേലൂയ. ഈ പാട്ടുപാടുന്ന സന്ദർഭത്തെക്കുറിച്ച് ഞാൻ ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട്. ശരിയാ, ഭൂമി ദൈവപ്രസാദം ഉള്ളവർക്ക് മാത്രമേ സമാധാനം ഉള്ളൂ. ആ ഭാഗം ഒന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ പറയാം, പലപ്പോഴും പല വിശ്വാസികൾ തന്നെ, വർഷങ്ങളോളം വിശ്വാസത്തിലിരിക്കുന്നവർ തന്നെ എന്നോട് ഒന്ന് പറയാറുണ്ട്, പ്രൈസ് ലോർഡ്, ഒരു സമാധാനവും ഇല്ല, ഒരു സ്വസ്ഥതയില്ല. പള്ളിയിൽ ചെന്നിരിക്കുമ്പോൾ ഇച്ചിരി സമാധാനമുണ്ട്, വീട്ടിൽ വന്നാൽ പിന്നെ സമാധാനം ഇല്ലെന്ന്. അപ്പോൾ ഞാൻ പറയും, ആമേ, ഞാൻ ചിന്തിക്കും, ചിലരോട് പറയും, പ്രൈസ് ലോർഡ്, ചിലരോട് പറയത്തില്ല, മനസ്സിൽ ചിന്തിക്കും, ശരിക്കും ഇവരോട് ദൈവം സാധിക്കാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലോട്ട് ഇവർ പോകുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ദൈവത്തിന് ഇവരുടെ മേൽ പ്രസാദിക്കാൻ കഴിയുന്നില്ലായിരിക്കുമെന്ന്. ആമേൻ. ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, ആമേൻ, ദൈവം പ്രസാദിക്കുന്ന വഴിയിലൂടെ, പ്രവൃത്തിയിലൂടെ, ഇടപെടലുകളിലൂടെ നാം മുന്നോട്ട് പോകുന്നെങ്കിൽ നിശ്ചയമായി നമ്മുടെ സമാധാനത്തെ എടുത്തു കളയാൻ ഒരു ശക്തിക്കും അധികാരമില്ല. പ്രൈസ് ലോർഡ്. അതെന്റെ ജീവിതത്തിലെ അനുഭവം തന്നെയാ. ഹല്ലേലൂയ. എന്ത് വന്നാലും, പ്രൈസ് ലോർഡ്, എന്തൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞാലും എൻ്റെ കർത്താവിന് ഇഷ്ടമല്ലെങ്കിൽ അത് ചെയ്യാൻ ഒരിക്കലും ഞാൻ ഒരുക്കുമല്ല. പ്രൈസ് ലോർഡ്. എനിക്ക് എൻ്റെ ഹൃദയം പറിച്ചു കളയുന്ന വേദനയായിരിക്കും ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത്. എങ്കിൽ പോലും ദൈവത്തിന് ഇഷ്ടമല്ലേ, വേണ്ട എന്ന് പറഞ്ഞ് ഹൃദയം പറഞ്ഞു പോകുന്ന വേദനയോടെ ഞാൻ അവിടെ നിന്ന് വേർപെടാറുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാരണം ദൈവപ്രസാദം ഇല്ലെങ്കിൽ പിന്നെ പോയി. പ്രൈസ് ലോർഡ്. സമാധാനം ഇല്ലാതെ എന്തൊരു ജീവിതമാ. ഏതു നിമിഷവും ഒരു കയറിലോ ഒരു നദിയിലോ കിണറ്റിലോ തീർന്നു പോകും നമ്മുടെ ജീവിതം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സമാധാനം നമ്മുടെ മേൽ നിലനിൽക്കുന്നുണ്ട് മാത്രമാ ഞാനും നിങ്ങൾ ഉറപ്പോടെ നിൽക്കുന്നത്. പ്രൈസ് ലോർഡ്. അവിടെ ദൂതന്മാർ ആകാശമണ്ഡലത്തിൽ നിലനിന്ന് മനോഹരമായി പാടി, ആമേൻ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. യഹൂദന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ട്, ആമേൻ, ഒരു യഹൂദന്റെ, ഒരു ഉന്നതനായ സമൂഹത്തിൽ, ഉന്നതനായ ഒരു യഹൂദന്റെ കുടുംബത്തിൽ ഒരു ആൺ പൈതൽ ജനിച്ചാൽ ഈ ആൺ പൈതലിന്റെ ജനന വാർത്ത പ്രസിദ്ധപ്പെടുത്തുന്നത്, പ്രസിദ്ധം ചെയ്യുന്നത് ദേശത്തിന്റെ നടുവിലൂടെ പാട്ടുപാടി വാദ്യഘോഷങ്ങൾ വായിച്ച് നൃത്തക്കാർ നൃത്തം ചവിട്ടി നൃത്തമാടി ആണ്, പ്രൈസ് ലോർഡ്, ഇങ്ങനെ
തൻ്റെ പുത്രനെ കുറിച്ച് തൻ്റെ ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു മകൻ ജനിച്ചുവെന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ യേശുക്രിസ്തു ജനിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആർക്കും അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് ആമേൻ അത് വളരെ രഹസ്യമായ നിലയിലാണ് അത് നടന്നതെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ആരോടും അത് പറയാനും നിവൃത്തിയില്ല. മറിയയും യോസേഫും ഒളിച്ചു പാർക്കുന്ന സന്ദർഭവും പുറത്തു വരുവാൻ യാതൊരു നിർവാഹവുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ യേശുക്രിസ്തു ജനിക്കുന്നത്. എന്നാൽ ഈ ജനിച്ചു വീഴുന്നത് ആരുടെ പുത്രനാ? അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനാ. സകലത്തിന്റെ ഉടമസ്ഥനായ അണ്ടകടാകത്തെ സൃഷ്ടിച്ചവനായ ദൈവത്തിന്റെ പുത്രനായിട്ട് ജനിച്ചു വീഴുന്ന യേശുക്രിസ്തുവിന്റെ ജനന വാർത്ത പ്രസിദ്ധപ്പെടുത്തുമ്പോൾ ഈ ലോകത്തിൽ പ്രൈസ് ദി ലോർഡ് നശിച്ചു പോകുന്ന മനുഷ്യന്റെ വായിലൂടെ അല്ല അവിടെ മനോഹരമായ ഗാനം ആലപിക്കുവാൻ ദൈവം നിയോഗിച്ചത് തന്റെ ദൂതന്മാരെയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തന്റെ പുത്രനു വേണ്ടി ദൈവം കരുതിയെന്ന്. ഹല്ലേലൂയ. ഈ ഭാഗം ദൈവം എന്നോട് ഒരുപാട് പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരും എന്നെ നോക്കി അപമാനിച്ച സമയം, എൻ്റെ കുടുംബക്കാർ, ഞാൻ വീട്ടിൽ നിന്ന് എന്നെ പിതാവ് ഇറക്കി വിടുന്ന സമയം എൻ്റെ കുടുംബക്കാർക്ക് മാത്രമേ എന്നെ അറിയാവൂ. എന്നെ എൻ്റെ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച എൻ്റെ സഹോദരവർഗ്ഗങ്ങൾ അറിയാൻ തുടങ്ങിയതിന് ശേഷം അവരിൽ നിന്നും ധാരാളം നിന്നയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ നിന്ദകൾ ഇപ്പോഴും ഉണ്ട്. എന്നാൽ അന്ന് അവർക്ക് മാത്രമേ എന്നെ അറിയാവൂ. അവരെല്ലാവരും ഒരുമിച്ച് എൻ്റെ ചുറ്റിലും വന്നു നിന്ന് കാഫ്രീം ശപിക്കപ്പെട്ടവൾ, കൊള്ളരുതാത്തവൾ എന്ന് പറഞ്ഞ് ഇവളോട് സഹകരിച്ചവളുടെ അടുത്ത് നിന്നാൽ അത് ഹറാം എന്ന് പറഞ്ഞാൽ നിഷിദ്ധം, നിശ്ചിത്തമാ, മാറി നിക്കെന്ന് പറഞ്ഞ് എന്നെ തള്ളി മാറ്റി നിർത്തിയ സന്ദർഭങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ആശ്രയത്തിന് വേണ്ടി എൻ്റെ പിതാവിനെ ഇറക്കിവിട്ട സന്ദർഭത്തിൽ രാത്രിയാകുമ്പോൾ ഞാൻ തെരുവിലൂടെ നടക്കുമ്പോൾ പല കുഞ്ഞു കാലത്ത് എൻ്റെ മാതാവിനോടും പിതാവിനോടും ബന്ധുക്കളുടെ വീട്ടിലെ കല്യാണങ്ങൾക്കൊക്കെ കൊണ്ടുപോയിട്ടുള്ള ഓർമ്മയിൽ ഇന്ന സ്ഥലത്തായിരുന്നല്ലോ അന്ന് ഞാൻ വന്നേന്നുള്ള ചിന്തയിൽ അന്വേഷിച്ച് പേരൊക്കെ ചോദിച്ച് കടന്നു ചെല്ലുമ്പോൾ എൻ്റെ ബന്ധുക്കളായിരിക്കും. പ്രൈസ് ലോർഡ്. ചെല്ലുമ്പോൾ തന്നെ വേഗം ഹല്ലേലൂയ അതെ ഖുർആനിൽ ചില വാക്കുകളുണ്ട്, ശുദ്ധീകരിക്കുന്ന വാക്കുകൾ, അതൊക്കെ അങ്ങ് ഓതി പെട്ടെന്ന് കഥകങ്ങടയ്ക്കും. ഹല്ലേലൂയ. കഥകടച്ചിട്ട് ഞങ്ങൾ അശുദ്ധമായി പോയി, ഇവൾ ശപിക്കപ്പെട്ടവൾ, കാഫ്രീം, ഹറാമി, അവൾ കയറി വന്നിരിക്കുന്നു പറഞ്ഞ് പ്രൈസ് ലോർഡ് എന്നെ നിന്ദിച്ച് തള്ളിവിടാറുണ്ട്. എന്നിട്ട് ഇവരുടെ വായിൽ നിന്ന് എല്ലാവരോടും പ്രൈസ് ലോർഡ് ഇന്നയാളുടെ മകൾ ഇന്ന നിലവാരത്തിലായിപ്പോയി, അവളുടെ പേര് പോലും നിങ്ങൾ ആരും പറയരുത് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകൾ പാസ് ചെയ്യുന്ന എല്ലാവരും നിർദ്ദേശം കൊടുക്കുന്നതൊക്കെ ഞാൻ അറിയുമ്പോൾ ഹല്ലേലൂയ ഈ ഭാഗങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഒരുപാട് പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. യഹൂദന്മാരുടെ ചരിത്രം എന്ന് എനിക്ക് അറിയത്തില്ലെങ്കിലും ഈ ഭാഗം വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആനന്ദമുണ്ടായിട്ടുണ്ട്. തൻ്റെ പുത്രനു വേണ്ടി പാട്ടുപാടാൻ ദൂതന്മാരെ നിയോഗിച്ച ദൈവം നിശ്ചയമായും എൻ്റെ ദൈവത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച എനിക്ക് വേണ്ടി പ്രൈസ് ലോർഡ് അതെ ഹല്ലേലൂയ അതെ ദൈവം പ്രസാദിക്കുന്ന നിലയിലുള്ള കാര്യാദികൾ ഒരുക്കി വെക്കുവാൻ വിശ്വസ്തൻ തന്നെയാണെന്നുള്ള ഉറപ്പ് ദൈവം എനിക്ക് തരാറുണ്ടായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ലോർഡ്. വീണ്ടും അടുത്ത ഭാഗം വായിക്കുമ്പോൾ എന്നെ കുറെ കൂടെ ആനന്ദിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. മറിയയും അതെ യോഹന്നാനും കൂടെ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ യോസേഫും കൂടെ ആലയത്തിൽ യേശുക്രിസ്തുവിന്റെ പ്രതിഷ്ഠ ശുദ്ധീകരണ ശുശ്രൂഷയ്ക്ക് വരികയാ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 24 തൊട്ട് 37 വരെ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നു. ശുദ്ധീകരണ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവർ കടന്നു വരുമ്പോൾ കുറുംപ്രാവിനെയും പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടാ വരുന്നേ. ഹല്ലേലൂയ. ഈ സമയത്ത് അവിടെ വായിക്കുന്നു, ദേശത്തിൽ ദൈവാത്മാവുള്ളവനും പ്രൈസ് ലോർഡ് അതെ മരിക്കുവാനുള്ള പ്രായം കഴിഞ്ഞിട്ടും മരിക്കാതെ വണ്ണമായിരിക്കുന്ന ശിമിയോൻ എന്നൊരു പ്രവാചകൻ ആലയത്തിലേക്ക് വന്നു. ദൈവത്തിന് മഹത്വം. അവൻ എന്തിനു വേണ്ടി അപ്പോൾ ദൈവാത്മാവിൽ നിയോഗിക്കപ്പെട്ടവൻ ആ ആലയത്തിലേക്ക് വന്നെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്കൊരു മറുപടി ഉണ്ട്. അവനൊരു വാഗ്ദത്തം ഉണ്ടായിരുന്നു, രക്ഷകനെ നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടേ നീ മരിക്കത്തുള്ളൂ എന്ന്. അതാണ് അതിന്റെ മറുപടി. ശരിയാ. പക്ഷേ അതിന്റെ അകത്ത് മറഞ്ഞു കിടക്കുന്നൊരു ദൈവിക സത്യമുണ്ട്, ഒരു രഹസ്യമുണ്ട്. പ്രൈസ് ലോർഡ്. അതാ ദൈവം എന്നോട് സംസാരിച്ചിട്ടുള്ളത്. ഹല്ലേലൂയ. അതെ മറിയയും യോസേഫും തങ്ങളുടെ മകനെയും കൊണ്ട് ശുദ്ധീകരണത്തിന് ആലയത്തിലേക്ക് വരുമ്പോൾ തനിക്ക് പ്രൈസ് ലോർഡ് മാന്യത അതെ മനോഹരമായ നിലയിൽ ഇവർക്ക് ഹൃദയത്തിന് ആനന്ദകരമായ നിലയിൽ ശുദ്ധീകരണ ശുശ്രൂഷ നടത്തിക്കൊടുക്കുവാൻ തയ്യാറായി ഒരൊറ്റ പ്രൈസ് ലോർഡ് പുരോഹിതനും അവിടെയുള്ള മഹാപുരോഹിതനും അതിന് അവിടെ ഒരുക്കമായി ഉണ്ടായിരുന്നില്ല.
ഇവരെ കാണുമ്പോൾ തന്നെ അവർ മാറിപ്പോയി എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ആമേൻ. അതിന്റെ ഒരു കാരണം പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, അന്നത്തെ ആ സമയത്തുള്ള പുരോഹിതന്മാർക്ക് ദർശനമില്ലല്ലോ. ആമേൻ. ദൈവത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ള ആമേൻ സമർപ്പണത്തിൽ തുടങ്ങിയതാണെങ്കിൽ പിന്നത്തേതിൽ അത് മറ്റു പലതിലേക്കും ആമേൻ അവരുടെ നോട്ടം മാറിപ്പോയി. അതുകൊണ്ട് കുറുംപ്രാവിനെയും പ്രാവിൻ കുഞ്ഞിനെയും കണ്ടപ്പോൾ തന്നെ ഇവർ ദാരിദ്ര്യവാസികളാണ് എന്നൊരു ചിന്തയും കൂടെ വന്നു. ആമേൻ. അതിന്റെ അടുത്തൊരു വശം, ശരിയായൊരു വശം, മറിയേയും ഇവർക്കറിയാം, യോസേഫിനെയും ഇവർക്കറിയാം. മറിയേയും യോസേഫിനെയും ആമേൻ പ്രൈസ് ലോർഡ് വിവാഹ നിശ്ചയത്തിൽ അതെ കൂട്ടിച്ചേർത്തത് ഇവരാണ് പ്രൈസ് ലോർഡ്. എന്നാൽ പിന്നത്തേതിൽ അവർ ആമേൻ വിവാഹത്തിൽ ഒരുമിക്കപ്പെട്ടില്ല. അതിനു മുന്നമേ തന്നെ മറിയ ഗർഭിണിയായെന്നും ഗർഭിണിയായ മറിയേയും കൊണ്ട് യോസേഫ് ഓടിപ്പോയെന്നും ഇവർക്കറിയാം. ആ കുഞ്ഞിനെയും കൊണ്ടാ വന്നിരിക്കുന്നേ. അവരുടെ മാനുഷിക ചിന്തയിൽ നിശ്ചയമായിട്ടും ആ കുഞ്ഞ് അശുദ്ധന പ്രൈസ് ലോർഡ്. ആമേൻ. ഇവർ അശുദ്ധര. ഇവർക്ക് വേണ്ടി ഒരു ശുശ്രൂഷ ചെയ്യാൻ ദൈവം തങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല, നിയോഗിച്ചിട്ടില്ല എന്നൊരു ചിന്തയിൽ അവർ മാറിപ്പോയി. തികച്ചും ആമേൻ യോസേഫും മറിയയും അപമാനിക്കപ്പെട്ടവരായി നിൽക്കുക. അതിലും വലിയ അപമാനമാണ് യേശുവിന് വരാൻ പോകുന്നത്. ഒരു നല്ല ശുദ്ധീകരണ ശുശ്രൂഷ പോലും ന്യായപ്രമാണത്തിന്റെ നിയമമനുസരിച്ച് ലഭിച്ചിട്ടില്ല എന്ന് ആമേൻ മനുഷ്യരും അതെ പുരോഹിതന്മാരും ന്യായപ്രമാണിമാരും ഒപ്പം പിശാചും വാദിക്കുവാൻ തക്കവണ്ണമുള്ളൊരു കാരണം അവിടെ സംഭവിക്കാൻ പോകുകയാ. എന്നാൽ ദൈവാത്മാവിനാൽ ആമേൻ നിയുക്തനായ പ്രൈസ് ലോർഡ് വിശുദ്ധനായി ജീവിക്കുന്ന ആമേൻ പ്രൈസ് ലോർഡ് ദൈവ പദ്ധതിക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ദൈവാത്മാവുള്ള മാന്യനായ ശിമിയോനെ ആ സന്ദർഭം തന്നെ ആലയത്തിലേക്ക് കൂട്ടിവരുത്തി. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും പ്രമാണിമാരും ഉന്നതന്മാരും ആമേൻ വേണ്ടപ്പെട്ട പലരും വേണ്ടെന്ന് വെച്ച് തള്ളിക്കളയുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഹല്ലേലൂയ ആവശ്യമായ സന്ദർഭങ്ങളിൽ ആമേൻ ആമേൻ വ്യക്തികളെ ഒരുക്കുവാൻ, അതെ ദൈവം പ്രസാദിക്കുന്ന വ്യക്തികളെ ഒരുക്കുവാൻ അഥവാ കരുതുവാൻ ദൈവം വിശ്വസ്തനെന്ന് ഈ ഭാഗം വായിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ആ ഭാഗം പറയുമ്പോൾ എൻ്റെ ആമേൻ പ്രൈസ് ലോർഡ് വിവാഹ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയാ. ഞാൻ എൻ്റെ വിവാഹം നടക്കുന്ന സന്ദർഭം ഞാനൊരു വീട്ടിൽ ഒരു ഓല ഷെഡിൽ താമസിക്കുന്നവരുടെ കൂടെ താമസിക്കുക. ആ വീട്ടിലെ പിതാവ് മീൻ ബിസിനസ്സാ. ദിവസവും മീന് തുറയിൽ പോയി എടുത്തോണ്ട് വന്ന് വീടിൻ്റെ മുൻപിൽ വശത്തുകൊണ്ട് മീനെ എന്ന് വിളിച്ച് മീൻ വിൽക്കുന്ന ഒരു മനുഷ്യൻ. 2 പെൺമക്കൾ അദ്ദേഹത്തിനുണ്ട്. ആമേൻ. അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ട് താഴെയുള്ളൊരു വീട്ടിൽ ഞാൻ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കുകയാണ്. ഈ അനാഥശാലയിൽ നിന്ന് ഓസ്ട്രേലിയൻ മിഷണറി ആമേൻ അദ്ദേഹം തെരുവിലല്ലേ കിടക്കുന്നത്. ആ തെരുവിൽ കൊണ്ടുപോയി എന്നെ കൂടെ കിടത്താൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഒരു ആമേൻ അദ്ദേഹത്തിന് പരിചയമുള്ളൊരു വീട്ടിൽ ആമേൻ മാസം ഞാൻ ഇത്ര രൂപ കൊണ്ടു തന്നോളാന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി പേയിങ് ഗസ്റ്റ് ആയിട്ട് പാർപ്പിച്ചു. എന്നാൽ ആ വീട്ടുകാർ നോക്കിയപ്പം എനിക്ക് ആമേൻ മാനുഷികമായി ചോദിക്കാനും പറയാൻ ആരുമില്ല. എന്തോ ഏതോ ആകാമെന്നൊരു അനുഭവമൊക്കെ ആയി. ആമേൻ. എന്തായാലും പ്രൈസ് ലോർഡ് വലിയ പ്രശ്നങ്ങൾ ആ വീട്ടിൽ നിന്ന് എനിക്കുണ്ടായി. ആ വീട്ടിൽ താമസിക്കാനേ പറ്റത്തില്ല എന്നായി. 2 പെൺമക്കളുള്ള ഈ അപ്പന് ഒരു പെൺകുട്ടിയുടെ വേദന മനസ്സിലായി. മീൻ വിൽക്കാൻ വരുന്ന ആ ദിവസവും. അപ്പോൾ എന്നെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് വളരെ വേദന തോന്നി. അദ്ദേഹം എന്നോട് പറഞ്ഞു, കുഞ്ഞെ എനിക്ക് വീടില്ല, എൻ്റെ വീട് പൊളിഞ്ഞു പോയി, എനിക്കിനി വീട് വെക്കണം, ലോണിന് അപേക്ഷിച്ചിട്ടുണ്ട്, ഇപ്പം ഞാൻ ഓല ഷെഡില്ല, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ പെൺമക്കളും ഉണ്ട്, ആ പെൺമക്കളെ കൂടെ നീ വരാമെങ്കിൽ അതെ കൂടെ വന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ ആമേൻ ഞങ്ങൾക്ക് നിന്നെ സ്വീകരിക്കാൻ പൂർണ്ണ മനസ്സുണ്ട്, എൻ്റെ മൂത്ത മകളായിട്ട് എൻ്റെ വീട്ടിലോട്ട് വാ എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. പിറ്റേ മാസം ആമേൻ ഈ മിഷണറി വരുമ്പോൾ ഈ കാര്യം ഞാൻ പറയുമ്പോൾ എന്നോട് പറഞ്ഞു, ആമേൻ നിനക്ക് കുഴപ്പമൊന്നുമില്ല, അവർ നിന്നെ നോക്കുമെന്നുണ്ടെങ്കിൽ പൊയ്ക്കോ, ഞാൻ അവരെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് പ്രൈസ് അവരോട് സംസാരിച്ചു, എന്നെ ആ വീട്ടിലാക്കി. ഹല്ലേലൂയ. ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആമേൻ ആ വീടിൻ്റെ അകത്ത് പ്രൈസ് ലോർഡ് പാറ്റയും പല്ലിയും പഴുതാരയും ഒക്കെ കയറി വരും. ഷെഡ് ആമേൻ പ്രൈസ് ലോർഡ് 4 സൈഡിൽ നിന്നുള്ള ജീവികളൊക്കെ ഇതിൻ്റെ അകത്തോട്ട് കയറി വരും. ഇവിടെ ഇങ്ങനെ കിടക്കുന്ന സമയം പ്രൈസ് ലോർഡ് എൻ്റെ ഉള്ളത്തിൽ ഞാൻ എപ്പോഴും പറയും, ദൈവമേ നിന്നെ അനുഭവിച്ചറിഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ട് എത്ര വർഷമായി. അല്ലല്ലേ, ആ സമയം എനിക്ക് 24-ാമത്തെ വയസ്സാകാൻ പോകുകയാണ്. ആമേൻ. എൻ്റെ പിതാവ് എന്നെ ഇറക്കി വിട്ടിട്ട് എത്ര വർഷമായി. ഹല്ലേലൂയ. നീ എനിക്കൊരു സ്നേഹമുള്ള പിതാവിനെ തന്നു, എങ്കിലും ആമേൻ എനിക്ക് സുരക്ഷിതമായൊരു സംരക്ഷണം ഇല്ലല്ലോ. ദിവസവും പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഒക്കെ ആയിട്ട് ഇവർ പോകുമ്പോൾ ഇവരുടെ കൂടെ ഞാനും പോകും. ഈ സ്ഥലം എന്ന് പറയുന്ന ഒരു കോളനിയാണ്. പേരൂർക്കട എന്ന് പറഞ്ഞ സ്ഥലം, തിരുവനന്തപുരത്ത് പേരൂർക്കട എന്ന് പറഞ്ഞ സ്ഥലം ആർവിപുരം കോളനി എന്ന ആ കോളനിയുടെ പേര്. ആ കോളനിക്കകത്തൂടെ ഞാൻ നടന്നു. ഈ പെൺകുട്ടികൾക്ക് കുഴപ്പമില്ല, അവരെ നോക്കി ആരും ഒന്നും പറയില്ല. പക്ഷെ എന്നെ നോക്കിയിട്ട് ഈ കോളനിക്കകത്തിരിക്കുന്ന എല്ലാവരും ഓരോന്ന് പറയാൻ തുടങ്ങി.
ആമേൻ അവിടെയുള്ള ചെറുപ്പക്കാരാൽ ഞാൻ ഉപദ്രവിക്കപ്പെടും എന്ന സ്റ്റേജുകൾ വരാൻ തുടങ്ങി. ഹല്ലേലൂയ. നടന്നു പോകുമ്പോൾ എൻ്റെ മുൻപിൽ വന്ന് വഴി തടുക്കുന്ന ഈ അനുഭവങ്ങൾ വരാൻ തുടങ്ങി. നീ എവിടുത്തുകാരി, നീ ആരാടി, എന്തിനാടി ഇവിടെ വന്ന് താമസിക്കുന്നത്, എവിടുന്നോ കയറും പറിച്ച് കുറ്റിയും പൊട്ടിച്ചൊക്കെ പോയെന്ന് ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയാൻ തുടങ്ങി. ഈ ഷെഡ് പൊളിച്ച് ഈ ചെറുപ്പക്കാർ വീട്ടിൽ കയറി വരുമോ, ഈ പെൺകുട്ടികൾക്കും കൂടെ അത് ബാധകമാകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഏകദേശം 4 മാസത്തോളമായി ഞാൻ അവിടെ ചെന്നിട്ട് ഈ സാഹചര്യത്തിൽ ഞാൻ ദൈവത്തോട് നിലവിളിച്ചു, ദൈവമേ, ഈ ലോകത്തെ ഉണ്ടാക്കിയ നിന്റെ മകളായിട്ട് ഇറങ്ങിത്തിരിച്ച എനിക്ക് നീ ഒരുക്കി വെച്ചിരിക്കുന്ന സംരക്ഷണമാണോ ഇതൊക്കെ എന്ന് ചോദിച്ച് ഞാൻ കരയുകയാ, എന്ന് ചിന്തിച്ച് കരയുകയാ. പ്രൈസ് ദി ലോർഡ്. കരയുമ്പോൾ ഹല്ലേലൂയ അന്നും ദൈവം എന്നോട് പറഞ്ഞു, കുഞ്ഞേ, മകളെ, ഞാൻ നിനക്ക് തീമതിലായിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ശരിയാ, നിശ്ചയമായിട്ടും എൻ്റെ കർത്താവ് എനിക്ക് അഗ്നിവലയമായി നിന്നതുകൊണ്ട് മാത്രമാ അവിടെയൊന്നും വെച്ച് ഞാൻ തകർന്നു പോകാതിരുന്നത്. ആമേൻ. ഹല്ലേലൂയ. ആരും എൻ്റെ മേൽ കൈവെക്കാതിരുന്നത് ദൈവം എന്നെ ആ നിലയിൽ സൂക്ഷിച്ചത് കൊണ്ടാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹല്ലേലൂയ എനിക്ക് എന്നെ വിവാഹം കഴിച്ച കർത്തദാസന്റെ കുറിച്ചുള്ള വിവാഹാലോചന വരുന്നത്. അവരുടെ വിവാഹാലോചന വരുമ്പോൾ എന്നെ ആര് കയ്യേറ്റ് ഈ കല്യാണക്കാര്യം നടത്തിക്കൊടുക്കും? ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ മകളായിട്ട് ഏറ്റെടുത്തെങ്കിലും ആ കാര്യാദികൾക്ക് വേണ്ടി ഇറങ്ങാനോ കാര്യങ്ങൾ ചെയ്യാനോ എന്നുള്ള ഒരു കഴിവോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമർപ്പണമോ ഒന്നും ഇല്ല. സ്നേഹമൊക്കെയാ. പ്രൈസ് ദി ലോർഡ്. കാശാര് ചെലവാക്കും. ആമേൻ. അതിനുവേണ്ടി കല്യാണ കാര്യങ്ങൾക്ക് ഹോളാര് ബുക്ക് ചെയ്യും, വണ്ടി ആര് വിളിക്കും, വസ്ത്രമാരെടുത്തു കൊടുക്കും, ഈ കാര്യങ്ങൾക്ക് വേണ്ടി ആരോടും, എന്ത് ചെയ്യും എന്നുള്ള വർത്തമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി. ഹല്ലേലൂയ. ആ സന്ദർഭത്തിൽ ഞാൻ പറയട്ടെ, ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തതും ആമേൻ അറിഞ്ഞിട്ടില്ലാത്തതും അറിയാൻ ഒരു വഴിയുമില്ലാത്തതുമായ ജീവിതങ്ങൾ, വ്യക്തികൾ ആമേൻ പ്രൈസ് ദി ലോർഡ് എന്നെ തേടി വരാൻ തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ. ഈ ഓസ്ട്രേലിയൻ മിഷണറിയുടെ കെയർ ഓഫിൽ പ്രൈസ് ദി ലോർഡ് ചിലർക്ക് ദർശനമുണ്ടായിട്ട് ഹല്ലേലൂയ ആ സമയത്ത് ആമേൻ വിദേശികളായിട്ടുള്ളവർ, ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ ആയിട്ടുള്ള ചില വിദേശികൾ വന്ന് എൻ്റെ കാര്യങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് നടത്തുവാൻ തയ്യാറായി വന്നു. എന്നെ ഏറ്റെടുത്തിരിക്കുന്ന ഈ മനുഷ്യൻ, ഈ ടോം ബ്രദറെ, അദ്ദേഹം, ആ അങ്കിളും പ്രൈസ് ദി ലോർഡ് ഇവരെല്ലാവരും കൂടെ ചേർന്ന് നിന്ന് അവർ വരുമ്പോൾ എന്നെക്കുറിച്ച് അവരോട് സംസാരിക്കാൻ ആരുമില്ല. എനിക്ക് മലയാളം മാത്രമേ അറിയൂ അന്ന്. പ്രൈസ് ദി ലോർഡ്. അത് ഇംഗ്ലീഷിൽ അവരോടൊന്നും പറയാനില്ല. ആ സമയത്ത് എൻ്റെ പിതാവ് എന്നെക്കുറിച്ച് അവരോട് സംസാരിക്കുകയും ഹല്ലേലൂയ അങ്ങനെ അവർ എൻ്റെ കാര്യങ്ങളെല്ലാം ഈ പ്രൈസ് ദി ലോർഡ് ഈ ഓസ്ട്രേലിയൻ മിഷണറി വഴിയായി ഞാൻ താമസിക്കുന്ന ഈ വീട്ടിലെ ഇദ്ദേഹത്തോടും കൂടെ ചേർത്ത് ബാക്കി കാശും മറ്റ് കാര്യങ്ങളെല്ലാം ശരിയാക്കി എൻ്റെ വിവാഹത്തെ വളരെ മനോഹരമായിട്ട് നടത്തുവാനിടയായി. ഈ കോളനിക്കാരെല്ലാം വന്നു നിന്ന് നോക്കുമ്പോൾ ഒരു കോടീശ്വരന്റെ ഒരു ലക്ഷപ്രഭുവിന്റെ മകളുടെ വിവാഹം ദേശത്ത് നടന്നാൽ അത് എത്ര ഭയങ്കരമായിരിക്കും. അതേ നിലയിലാണ് ഇത് നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വിവാഹ തലേന്ന് എന്നെ ഉപദ്രവിക്കുകയും വഴിയിടങ്ങളിൽ മറഞ്ഞിരുന്ന് എന്നെ ഓരോന്ന് വിളിച്ചു പറയുകയും ചെയ്തവരൊക്കെ എൻ്റെ അടുത്ത് വന്ന് അവരുടെ കയ്യിലുള്ള 50 രൂപയും 10 രൂപയൊക്കെ തന്നിട്ട് ഇത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കണം, പ്രൈസ് ദി ലോർഡ്, ഇത് ഞങ്ങളുടെ ഹല്ലേലൂയ ഒരു ദാനമായിട്ട് ഔദാര്യമായിട്ട് വിചാരിക്കരുത്, ഞങ്ങളുടെ ഒരു ക്ഷമാപണമായിട്ട് വിചാരിക്കണമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് അവരൊക്കെ ഓരോരോ സമ്മാനങ്ങൾ കൊണ്ടുതരികയും എന്നോട് ക്ഷമ പറയുകയും ചെയ്തിട്ട് മടങ്ങിപ്പോകുന്ന അനുഭവങ്ങൾ കർത്താവ് ഈ നിലവാരത്തിൽ എനിക്ക് വേണ്ടി ചെയ്തു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, കർത്താവിന് വേണ്ടി ഇറങ്ങുമ്പോൾ, കർത്താവിന് വേണ്ടി നാം നിൽക്കുമ്പോൾ, കർത്താവിന് വേണ്ടി തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ ഈ നിലയിൽ നമ്മെ കരുതുവാൻ നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തന. പുത്രനായ യേശുക്രിസ്തുവിനെ ദൈവം ഈ പറയപ്പെട്ട നിലയിൽ കരുതിയതിൻ്റെ പ്രധാന കാരണം പുത്രനായ ദൈവം ഈ ഭൂമിയിൽ വന്നിട്ട് തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഒന്നിനും പരിശ്രമിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ കരുതലിനു വേണ്ടി കാത്തിരുന്നു. ഹല്ലേലൂയ. അതായത് ദൈവം ഏൽപ്പിച്ച ദൗത്യം തികച്ചിട്ട് എനിക്ക് ഇവിടെ നിന്ന് പോകണം എന്ന ഒരൊറ്റ തീരുമാനത്തിൽ, സമർപ്പണത്തിൽ, ഉറപ്പിൽ പുത്രൻ ഈ ഭൂമിയിൽ ആയിരുന്നു. അതുകൊണ്ട് ദൈവം ഹല്ലേലൂയ തൻ്റെ പുത്രനെ കരുതി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശ്വസ്തയോടെ ദൈവം ഏൽപ്പിച്ചത് ചെയ്യണം, അത് തികയ്ക്കണം. ദൈവം ഇവിടെ നിന്ന് വിളിക്കുമ്പോൾ അത് തികച്ച് ഇവിടെ നിന്ന് മടങ്ങിപ്പോണമെന്നുള്ള ലക്ഷ്യത്തോടെ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് നിശ്ചയമായും എനിക്കും നിങ്ങൾക്കും ആ ദൈവിക ലക്ഷ്യം തികയ്ക്കാൻ എന്തെല്ലാം ആവശ്യമായിട്ടുണ്ടോ അതെല്ലാം തരാൻ എൻ്റെ ദൈവം വിശ്വസ്തൻ തന്നെയാ. ഞാൻ പറയട്ടെ, ഈ പറയപ്പെട്ട നിലയിലുള്ള നല്ല
നല്ലൊരു വിവാഹ കാര്യം എനിക്ക് നടന്നില്ലായിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ മനുഷ്യന്റെ ചിന്തയിൽ ഒരിക്കലും ഞാൻ എത്ര ഘോരം സാക്ഷ്യം പറഞ്ഞാലും, ഞാൻ ഇങ്ങനെ വന്നതാ അങ്ങനെ വന്നതെന്നൊക്കെ പറഞ്ഞാലും മനുഷ്യന്റെ ചിന്തയിൽ പ്രൈസ് ലോർഡ് എനിക്കൊരു അംഗീകാരം ഉണ്ടാകത്തില്ലായിരുന്നു. ആ മാനുഷിക ചിന്തയിലെ അംഗീകാരം എനിക്ക് വേണമെന്നുള്ളത് കൊണ്ടല്ല, പക്ഷെ എല്ലാ വശത്തും എൻ്റെ ദൈവം തൻ്റെ മാന്യത എന്നിൽ വെളിപ്പെടുത്തുവാൻ ഈ നിലയിലൊക്കെ എന്നെ കരുതുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഞാൻ പറഞ്ഞു വന്ന ആ ചിന്താഭാഗത്തേക്ക് വരട്ടെ. ആമേൻ. ദൈവാത്മാവിനാൽ നിയുക്തനായ ശിമിയോൻ ആലയത്തിലേക്ക് വന്ന് പുത്രനെ കൈക്കൊണ്ടു. പ്രൈസ് ലോ, യേശുക്രിസ്തുവിനെ കയ്യിലെടുത്ത് ഹല്ലേലൂയ അവന്റെ മുൻപിൽ പ്രൈസ് ലോ വണങ്ങി അവനെ ശുദ്ധീകരിച്ചു, പ്രതിഷ്ഠിച്ചു. പ്രൈസ് ലോ, പ്രതിഷ്ഠിക്കുന്ന സമയം ഞാൻ അവിടെ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. പരിശുദ്ധനായ സകലത്തിന്റെ ഉടമസ്ഥനായ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനെ പ്രതിഷ്ഠിക്കുന്ന പ്രൈസ് ലോർഡ് ഹല്ലേലൂയ മനോഹരമായ ദൈവപ്രസാദം ഇറങ്ങി വരുന്ന ഈ ശുശ്രൂഷയിൽ പങ്കുവഹിക്കുവാൻ ദർശനം മങ്ങിയവർ ആലയത്തിൽ വേണ്ടായിരുന്നു എന്ന് പിതാവാം ദൈവം മുന്നമേ കണ്ടതുകൊണ്ടാ അവിടെ ഇരുന്നവർ ഇറങ്ങിപ്പോകാനിടയായി തീർന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ പറയാം, പ്രൈസ് ലോർഡ് ദൈവത്താൽ പ്രൈസ് ലോർഡ് നിയോഗിക്കപ്പെട്ട ശുശ്രൂഷകരല്ലാതിരിക്കുന്നവരെ എല്ലാം ആ ഭാഗത്തു നിന്ന് ദൈവം തന്നെ അടർത്തി മാറ്റുവാനിടയായി തീരും. പ്രൈസ് ലോർഡ്. കാരണം ദൈവപ്രസാദം ഇറങ്ങി വരുമ്പോൾ തന്റെ ഹൃദയത്തിന് ദുഃഖകാരണമായിരിക്കുന്നവർ അതിൽ പങ്കുചേർന്നിരിക്കുന്നത് ദൈവത്തിന് ഒരിക്കലും ഇഷ്ടമല്ല. പ്രൈസ് ലോർഡ്. ആമേൻ. ഞാൻ പറയട്ടെ, അത് പുറത്തു നിന്നുള്ള വ്യക്തിയെ കുറിച്ചല്ല ഞാൻ പറയുന്നേ. ദൈവിക സത്യവും ദൈവിക സ്നേഹവും ദൈവിക കൽപ്പനയും ആഴമായി അറിഞ്ഞിട്ടും പ്രൈസ് ലോർഡ് അതനുസരിക്കാതെ ദൈവിക ശുശ്രൂഷയിൽ പങ്കുവഹിക്കുന്നവരെ കുറിച്ച് ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ആമേൻ. ഈ പുരോഹിതന്മാരെ ദൈവം തന്റെ പുത്രനെ ശുദ്ധീകരിക്കുമ്പോൾ പ്രതിഷ്ഠിക്കുമ്പോൾ അവിടെ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ആയിരിക്കുവാൻ സമ്മതിച്ചില്ല. ദൈവത്തിന് മഹത്വം. അവർ ഇറങ്ങിപ്പോകുമ്പോൾ മറ്റുള്ളവർ കണ്ടു നിൽക്കുന്ന, ആലയത്തിൽ വന്നിരിക്കുന്നവർ കണ്ടു നിൽക്കുന്നവർ അപമാനിക്കുമല്ലോ എന്ന് മറിയയും യോസേഫും ഹൃദയത്തിൽ വേദനിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ മാന്യനായിരിക്കുന്ന ശിമിയോനെ കൊണ്ട് ദൈവം അത് ചെയ്യിപ്പിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ എനിക്കും നിങ്ങൾക്കും മാന്യത ഈ ലോകത്തിന്റെ മുൻപിൽ വരേണ്ടുന്ന വിഷയങ്ങളിലേക്ക് ദൈവത്തിന്റെ കരം ചലിക്കേണ്ടതിന് നാം ദൈവസന്നിധിയിൽ വിശ്വസ്തമായി ഉറച്ചു നിൽക്കുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. പ്രൈസ് ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. അവിടെ നിന്ന് വീണ്ടും യേശു കർത്താവ് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെടാൻ പോകുന്ന സന്ദർഭം നമുക്കറിയാം. യേശു കർത്താവ് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ പ്രാവെന്ന രൂപത്തിൽ ഇറങ്ങി വന്നു. ആകാശത്ത് നിന്ന് വലിയ ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ആ ഭാഗം ചിന്തിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, അവിടെയും തൻ്റെ പുത്രനെ അവിടെ കൂടിയിരിക്കുന്നവരുടെ മുൻപിൽ മഹത്വപ്പെടുത്തുന്ന ദൈവീയ കരുതൽ. ഹല്ലേലൂയ. ആമേൻ. തൻ്റെ പുത്രൻ ദൈവം നടത്തിയ നിലവാരത്തിൽ മുന്നോട്ട് പോകുകയാ. കഴിഞ്ഞ 30 വർഷമായി പ്രൈസ് ലോർഡ് തനിക്ക് ദൈവം കൊടുത്ത പിതാവിന്റെ കൈക്കീഴിൽ താണിരുന്ന് ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയിലേക്ക് ഇറങ്ങുന്നത് വരെ പ്രൈസ് ലോർഡ് ആ സംരക്ഷണത്തിൽ ആ വഴിയിലായിരുന്ന പുത്രനു വേണ്ടി ദൈവം അവിടെ വലിയൊരു മാന്യത ഒരുക്കി വെച്ചു. പ്രൈസ് ലോർഡ്. ജനമെല്ലാം യോഹന്നാന്റെ മാനസാന്തര ശുശ്രൂഷയിൽ അംഗീകരിക്കപ്പെട്ട് ആകൃഷ്ടരായി ഭയഭക്തിയോടെ ദൈവത്തെ സ്തുതിച്ചും വാഴ്ത്തി വണങ്ങിയും യോർദാന്റെ കരയിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ സന്ദർഭം നമുക്കെല്ലാം അറിയാവുന്ന, ഞാൻ വിചാരിക്കുന്ന ധാരാളം പ്രസംഗങ്ങൾ ചിന്തകളൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ അകത്ത് ദൈവം മറഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങൾ പ്രൈസ് ലോർഡ് ചില ദൈവിക ഇടപെടലുകൾ ചില കുടുംബക്കാർക്ക് വേണ്ടി, ചില വ്യക്തികൾക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജനസമൂഹം ആ കൂടെ യോഹന്നാൻ സ്നാനം കഴിപ്പിക്കുമ്പോൾ കൂടെ വിളിച്ചു പറയുന്നുണ്ട്, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അവൻ ലോകത്തിന്റെ പാപം ചുമക്കുന്ന
ദൈവത്തിന്റെ കുഞ്ഞാടാണ്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാനെ തന്നെ അവർ വലിയവനായി കണ്ടോണ്ടിരിക്കുമ്പോഴാണ് യോഹന്നാൻ തന്നെ തന്നെ താഴ്ത്തി, പ്രൈസ് ദി ലോർഡ്, അതെ, ഞാനോ കുറയണം അവനോ വളരണം എന്ന് പറഞ്ഞ് ആരെയോ കുറിച്ച് കൂടെ കൂടെ പ്രവചിക്കുന്നത്. ആമേൻ. ഇത് ആരെക്കുറിച്ച് എന്നുള്ള ചിന്തയോടെ ജനമെല്ലാം, പ്രൈസ് ദി ലോർഡ്, എന്നും യോഹന്നാന്റെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ, അതെ, യോർദാന്റെ കരയിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിലാണ് യേശു കർത്താവിന്റെ വരവ്. അപ്പോൾ തന്നെ യേശു കർത്താവിനെ ചൂണ്ടി വിളിച്ചു പറഞ്ഞു, അതാ ദൈവത്തിന്റെ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, അതെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപം ചുമക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് വിളിച്ചു പറയുമ്പോൾ ജനമെല്ലാം യേശുവിനെ നോക്കി. ആമേൻ. യേശുവിനെ അറിയുന്നവർ ഹല്ലേലൂയ ചിലരൊക്കെ ഉണ്ട് അവിടെ. ആമേൻ. കാരണം മറിയയുടെയും യോസേഫിന്റെയും മകൻ എന്നറിയാവുന്നവർ എല്ലാവർക്കും ഈ സംഭവം അറിയാം. മറിയ, പ്രൈസ് ദി ലോർഡ്, യോസേഫിനാൽ കൂടി വരുന്നതിന് മുന്നമേ ഗർഭിണിയായി അങ്ങനെ ജനിച്ചവനാണ് യേശു കർത്താവ് എന്ന് അറിയുന്നവരുണ്ട്. അവരുടെ വായിൽ നിന്ന് അവിടെ കൂടി നിൽക്കുന്നവരെല്ലാം, അവിടെ നിൽക്കുന്നവരിൽ പലരും യേശു കർത്താവിന് ശരിയായിട്ടുള്ളൊരു പിതാവല്ല ഉള്ളത്, യോസേഫ് തന്റെ പിതാവല്ല, ആമേൻ, എന്നുള്ള വാർത്തയറിയാം. ഹല്ലേലൂയ. എല്ലാവരുടെയും ഉള്ളിൽ അയ്യോ ഇവനെ കുറിച്ചാണോ പ്രവചിച്ചത്, ഈ പ്രവചനം തെറ്റിപ്പോയി എന്ന ചിന്തയിലായിരിക്കുകയാ. എന്നാൽ പിതാവാം ദൈവം ഉയരത്തുനിന്ന് ശക്തമായ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഹൃദയത്തിൽ നിരൂപിക്കുകയും ആമേൻ ചിന്തിക്കുകയും തമ്മിൽ ആമേൻ കുശുകുശുക്കുകയും ചെയ്യുന്നത് പോലെ ഇവൻ അപ്പനില്ലാത്തവനല്ല, ഇവൻ പിതാവ് ഇല്ലാത്തവനല്ല, ഇവൻ എന്റെ പുത്രനാണ്, ഇവൻ എന്റെ മകനാണ്, ആമേൻ എന്ന് സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ശ്രദ്ധിക്കണമേ, തന്റെ പുത്രനു വേണ്ടി കരുതിയ അതേ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ആമേൻ നാം ഏൽപ്പിച്ചതിൽ വിശ്വസ്തരായി നിൽക്കുമ്പോൾ കരുതുവാൻ മതിയായവൻ തന്നെ. ആ കരുതൽ അനുഭവിക്കുവാനും പ്രാപിക്കുവാനും നാം ഇന്ന് പകലിൽ ഒരുക്കപ്പെടണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞൊരു ദിവസം എൻ്റെ പിതാവ് എന്നെ ആദ്യം തള്ളി പറഞ്ഞപ്പോൾ മാത്രമേ വിഷമം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തള്ളി പറയുമ്പോഴൊന്നും സങ്കടം വരത്തില്ല, ഭയങ്കര സന്തോഷം തോന്നും. കാരണം എൻ്റെ ദൈവം എന്നെ ഒന്നുകൂടെ ഭയങ്കരമായി സ്നേഹിക്കുന്നല്ലോ എന്നുള്ള സന്തോഷം. പ്രൈസ് ലോർഡ്. കഴിഞ്ഞൊരു ദിവസം എൻ്റെ സഹോദരൻ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, അവർ എല്ലാവരും കൂടെ കുടുംബമായിട്ട് എൻ്റെ രണ്ടാമത്തെ അനിയത്തി വിവാഹം കഴിഞ്ഞ് താമസിക്കുന്ന വീട്ടിൽ കാണാൻ പോകുക. അപ്പോൾ അയൽവക്കത്തുനിന്ന് ആരോ വിളിച്ചു ചോദിച്ചു, പ്രൈസ് ലോർഡ്, നിങ്ങൾ എവിടെ പോകുക? അപ്പോൾ എൻ്റെ സഹോദരൻ പറഞ്ഞു, എൻ്റെ രണ്ടാമത്തെ താത്തായെ കാണാൻ പോകുകയാ. പ്രൈസ് ലോർഡ്. അപ്പോൾ കുറച്ച് ദൂരം അങ്ങോട്ട് വന്നപ്പോൾ വാപ്പ പറഞ്ഞു അത്രേ. കാരണം വാപ്പ ഹോസ്പിറ്റലിൽ വന്ന് എൻ്റെ അടുത്തിരുന്ന് ഭയങ്കര സ്നേഹമായിട്ട്, കുഞ്ഞെ നീ എൻ്റെ കൂടെ വാ, നിൻ്റെ ഈ കിടപ്പ് കണ്ടിട്ട് എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്നു, നീ എന്തിനാ ഇങ്ങനെ കിടക്കുന്നത്, നീ ആർക്ക് വേണ്ടി ഇവിടെ കിടക്കുന്നത്, നിനക്ക് ആരാ ഉള്ളത്? അതെ, നിൻ്റെ കുഞ്ഞുങ്ങളെ അവർ കൊണ്ടുപോയി. പ്രൈസ് ലോർഡ്. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരൻ്റെ കയ്യിലേക്ക് ഇവർ തന്നെ എടുത്തു കൊടുത്തിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നീ ഇപ്പം ആരുമില്ല, നിന്നെ ആർക്കും വേണ്ട, നീ ഇത്രയും നാളും നടന്ന് പ്രസംഗിച്ച് നിന്നോടൊപ്പം ആരും ഇപ്പൊ ഇല്ല, നീ ഇപ്പൊ എന്തിനാ ഇവിടെ ഇങ്ങനെ കിടക്കുന്നേ? നീ ഒന്ന് അവര് പള്ളിക്കാരോടൊക്കെ ഒന്ന് പറ, നിങ്ങൾ പറയുന്ന പോലെ ആകട്ടെ എന്നങ്ങ് പറഞ്ഞാൽ, നീ യേശുവിനെയും തള്ളി പറയണ്ട, നിങ്ങൾ എന്ത് പറയുന്ന അതുപോലെ അങ്ങ് ആകട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒന്ന് തയ്യാറാകും, ഞാൻ നിന്നെ കൊണ്ടുപോകും, ഒന്ന് വാ കൊച്ചേ എന്ന് പറഞ്ഞ് എൻ്റെ പിതാവ്, ഞാൻ അവർക്കൊക്കെ എഴുതി കൊടുത്തിട്ടും എൻ്റെ പിതാവ് ഒന്നും കൂടെ എൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടി അടുത്തിരിക്കുകയാ. ഹല്ലേലൂയ. വേദന കൊണ്ട് പൊളയുന്ന എൻ്റെ അടുത്ത് പിതാവ് ഇരുന്ന് കരയുന്നൊരു സന്ദർഭമായിരുന്നു അത്. ഹല്ലേലൂയ. അപ്പോഴും എൻ്റെ പിതാവിനോട് ഞാൻ പറഞ്ഞു, പ്രൈസ് ലോർഡ്, വാപ്പാക്ക് ഇതല്ലാതെ വേറെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഇനി എൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ എന്നെ വേദനിപ്പിക്കാതിരിക്കെ, എൻ്റെ ഈ വേദനയിൽ കുറച്ചുകൂടെ വേദന തരാതെ ഇരിക്കെ എന്ന് ഞാൻ പറയാം. കാരണം എൻ്റെ യേശുവിനെ തള്ളിപ്പറയാൻ പറയുന്നത് എൻ്റെ പ്രാണൻ പറഞ്ഞു പോകുന്ന വേദനയാണ് എന്ന് ഞാൻ പറയാനിടയായി തീർന്നു. അതെ, ദേഷ്യത്തോടെ പകയോടെ എന്നാ പിന്നെ നീ എന്തെങ്കിലും ആയിക്കൊണ്ട് പോ എന്ന് പറഞ്ഞിട്ട് എന്നെ തള്ളിക്കളഞ്ഞിട്ട് ഇറങ്ങിപ്പോയതാ എൻ്റെ വാപ്പ. പ്രൈസ് ലോർഡ്. ആ ഒരു വൈരാഗ്യം, ആ ഒരു ദേഷ്യം ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു. പ്രൈസ് ലോർഡ്. ഇടയ്ക്ക് എന്നോട് സംസാരിച്ചു, അപ്പോഴൊന്നും എനിക്ക് തോന്നിയില്ല. എന്നാൽ പ്രൈസ് ലോർഡ് ഇവനോട് പറഞ്ഞു നീ എന്താ പറയാത്തത്? അതെ, മൂത്ത താത്തായെ കാണാൻ പോകുന്നതെന്ന്. എനിക്ക് 3 മക്കളെ ഉള്ളടാ. ഇപ്പോൾ നമ്മൾ പോയി കാണുന്നവളും അതിനിളയവളും നീയും. പ്രൈസ് ലോർഡ്. ഇങ്ങനെ ഒരു
മകൾ എനിക്കില്ല. പ്രൈസ് ദി ലോർഡ്. നീ പിന്നെ എന്തിനാ രണ്ടാമത്തെ താത്ത എന്ന് പറഞ്ഞ, മൂത്തത് അവളാ. ഹല്ലേലൂയ, ആമേൻ എന്ന് അവനോട് പറഞ്ഞുവെന്ന് അവൻ വന്ന് എന്നോട് പറഞ്ഞു. ഹല്ലേലൂയ. ഞാനത് വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞ് ആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവൻ മൊബൈൽ ഓൺ ചെയ്ത് റെക്കോർഡ് ചെയ്തു. പ്രൈസ് അതിന്റെ ബാക്കി ഭാഗം എന്നെ കേൾപ്പിച്ചപ്പോൾ അതിന് മുമ്പ് പറഞ്ഞത് ഇവൻ പറഞ്ഞാണെന്ന് എനിക്ക് മനസ്സിലായി. ആമേൻ. ഇത് കണ്ടോ താത്ത, വാപ്പ ഇങ്ങനാ പറയുന്നത് എന്ന് ഇവൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചിരിച്ചു. പ്രൈസ് ദി ലോർഡ്. ചിരിക്കുമ്പോൾ അപ്പോൾ താത്തക്ക് ഒരു വിഷമോ ഇല്ലേ, എന്താ വിഷമിക്കാത്തതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞുടാ, എന്നെ ഈ ലോകത്തിൽ ജനിപ്പിച്ച പിതാവ് തള്ളി പറയുമ്പോൾ ആമേൻ പ്രൈസ് ദി ലോർഡ്, അത് നിന്റെ ചിന്തയിൽ ഞാൻ കരയുമെന്നായിരുന്നു, വേദനിക്കുമെന്നായിരുന്നു. എനിക്ക് വേദനയില്ല, കാരണം ഈ ലോകത്തെ മുഴുവൻ ഉണ്ടാക്കിയ എൻ്റെ ദൈവം മാത്രമായി എനിക്ക് പിതാവായിരിക്കുന്നത്. അതുകൊണ്ട് ആമേൻ പ്രൈസ്, ആ പിതാവിനാൽ എനിക്ക് വരേണ്ടുന്ന എല്ലാ സംരക്ഷണവും, ആ പിതാവിനാലുള്ള സകല ഉത്തരവാദിത്വവും എൻ്റെ മേൽ നിലനിൽക്കുന്നതായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വേദനയില്ല എന്നവനോട് ഞാൻ പറയാനിടയായി തീർന്നു. കാരണം ഞാൻ പറയട്ടെ, ഈ ലോകത്തിലെ പിതാവും ഈ ലോകത്തിലെ മാതാവും തള്ളി പറയുമ്പോഴും ആമേൻ കൂടെ കൂടെ വന്ന് പ്രൈസ്, ഒരിക്കൽ തള്ളി പറഞ്ഞങ്ങ് തീർന്നെന്നാ ആമേൻ അല്ല എല്ലാവരുടെയും വിചാരം. അങ്ങനല്ല, കൂടെ കൂടെ വരും, കൂടെ കൂടെ തള്ളിപ്പറയും, കൂടെ കൂടെ വരും, തള്ളിപ്പറയും, കൂടെ കൂടെ സ്നേഹിക്കും, തള്ളിപ്പറയും. ഇത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. പക്ഷേ അവിടെയും ഇല്ല, എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ നിൽക്കണം. ഇവർ ഈ ലോകത്തിൽ തീർന്നു പോകുന്ന മാതാവാ, ഈ ലോകത്തിൽ തീർന്നു പോകുന്ന പിതാവാ, ഈ ലോകത്തിൽ തീരുന്ന സഹോദരങ്ങളാ. സ്വർഗത്തിൽ ദൈവം എനിക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യതയിൽ ഞാൻ പോകണമെങ്കിൽ ഞാൻ ഇതിലേക്ക് നോക്കിയാൽ പറ്റത്തില്ല എന്ന ചിന്ത എൻ്റെ ഉള്ളത്തെ പറഞ്ഞു പഠിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. ആ നിലയിലൊരു സമർപ്പണത്തിൽ, ഉറപ്പിൽ ആമേൻ അതെ ദൈവത്തിന്റെ സന്നിധി നിൽക്കുന്നെങ്കിൽ നിശ്ചയമായും അവൻ പിന്നെയും നമ്മെ കരുതുവാൻ മതിയായവൻ തന്നെയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. പ്രൈസ് ലോർഡ്. അവൻ എൻ്റെ ആമേൻ പിതാവായിരുന്നു. ഓരോ സന്ദർഭങ്ങളിലും കരുതിയ ആമേൻ ഓരോ വഴികൾ. ഹല്ലേലൂയ. ആമേൻ. അതിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ഓർക്കാറുണ്ട്, ദൈവം എന്നോട് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ആ വാഗ്ദത്തം ആ സന്ദർഭങ്ങളെല്ലാം വെളിപ്പെട്ടിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. എന്നെ കോടതിയിൽ കൊണ്ടുപോയി കയറ്റി നിർത്തിയിരിക്കുന്ന സമയം ആമേൻ ഹല്ലേലൂയ, ആ കേസൊക്കെ തീർന്നു പോയത്. എന്നാൽ ഇപ്പോഴും പലരും പറയുന്നത് പ്രൈസ് ലോർഡ്, ഞാൻ ആമേൻ മതപരിവർത്തനം നടത്തുന്നുണ്ട്, എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. പണ്ടെങ്ങാണ്ട് ഉണ്ടായിരുന്നൊരു കേസ്, അതെനിക്ക് അനുകൂലമായി വിധി പറഞ്ഞൊരു കേസാ. പ്രൈസ് ലോർഡ്. അതിനെക്കുറിച്ചായിരിക്കും ആരൊക്കെയോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. എങ്കിലും പറയട്ടെ, അവിടെയും എൻ്റെ ദൈവം തന്നെ എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു. പ്രൈസ് ലോർഡ്. കോടതിയിൽ ഞാൻ ആയിരിക്കുന്ന സമയം എനിക്ക് ആരുമില്ല എൻ്റെ കൂടെ വരാൻ. ഞാൻ താമസിക്കുന്ന വീട്ടുകാർക്ക് എൻ്റെ കൂടെ വരാൻ പേടിയാ. ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് ബസ് കയറ്റി വിടാൻ പേടിയാ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് പ്രൈസിൽ എന്നും കോടതിയിൽ ചെല്ലും. ഹല്ലേലൂയ. എല്ലാ മാസവും കേസ് പറഞ്ഞിരിക്കുന്ന എല്ലാ ഡേറ്റിലും കോടതിയിൽ ചെല്ലും. പ്രൈസ് ലോർഡ്. എനിക്ക് വേണ്ടി ഹല്ലേലൂയ ആർക്കോ തോന്നി, പ്രൈസ് ലോർഡ് മനസ്സിൽ തോന്നിയിട്ട് ഒരു CSA ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു അഡ്വക്കേറ്റ് വാദിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം എനിക്ക് വേണ്ടി വാദിക്കുന്ന കാര്യങ്ങളൊന്നും അവിടെ ഫലവത്താകുന്നില്ല. കാരണം തെളിവുകളൊന്നുമില്ല. ആമേൻ. എൻ്റെ പിതാവും ആമേൻ പിതാവിൻ്റെ പിതാവിൻ്റെതായ ആൾക്കാരും ഒക്കെ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ പ്രൈസ് ലോർഡ് അതെ എനിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഹല്ലേലൂയ. ഇവിടെ നിന്ന് കാണിക്കുന്ന തെളിവുകൾക്കൊന്നും ആമേൻ അതെ പ്രൈസ് ലോർഡ് പ്രയോജനവുമില്ല, പ്രസക്തിയുമില്ല. എന്നാൽ രാത്രികളിൽ ഞാൻ ഇരുന്ന് കരയുന്ന സമയങ്ങളിൽ ദൈവം യോബിന്റെ പുസ്തകത്തിൽ നിന്നും സങ്കീർത്തനങ്ങളിൽ നിന്നും പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ നിന്നും ഒക്കെയുള്ള വാക്യങ്ങൾ എന്നോട് ഇങ്ങനെ ഇടപെടും. ഹല്ലേലൂയ. ബൈബിൾ വായിക്കുമ്പോഴല്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ആ വാക്യങ്ങൾ എന്നോട് ഇങ്ങനെ സംസാരിക്കും. എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലിരിക്കുന്നു, എന്റെ സാക്ഷി സ്വർഗത്തിലിരിക്കുന്നു. പ്രൈസ് ലോർഡ്. നിന്റെ നീതി ഭൂമിയിൽ നിന്നും മുളച്ചു വരും. ഹല്ലേലൂയ. അതെ എൻ്റെ നീതി, എൻ്റെ ന്യായം വറ്റിപ്പോകാത്ത തോട് പോലിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതെ അത് കരകവിഞ്ഞൊഴുകും. ആമേൻ എന്നൊക്കെ ദൈവം എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ലോർഡ്. ഞാൻ പറയട്ടെ, എൻ്റെ ദൈവം എന്നെ പിതാവായിരുന്ന് എൻ്റെ സകല കാര്യങ്ങളും ആമേൻ കരുതി. പ്രൈസ് ലോർഡ്. എനിക്ക് ജാമ്യക്കാരനായിരുന്ന് ആമേൻ എനിക്ക് നല്ലൊരു അഡ്വക്കേറ്റ് ആയിരുന്ന് എനിക്ക് വേണ്ടി കോടതിയിൽ വാദിക്കാനിടയായി തീർന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ വാദിക്കുമ്പോൾ എൻ്റെ സ്വന്തം പിതാവ് കാണിച്ച ഒരു കാര്യത്തിലൊരു പാകപ്പിഴ വന്നതുകൊണ്ട് പ്രൈസ് ലോർഡ്, അല്ലെങ്കിൽ അതങ്ങനെ വരാൻ ദൈവം അനുവദിച്ചത് കൊണ്ട് ആമേൻ അത് തൊട്ട് പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് അനുകൂലമായി മാറി. ദൈവത്തിന് മഹത്വം. അതായത് എൻ്റെ സർട്ടിഫിക്കറ്റ്, എൻ്റെ വയസ്സ്, എൻ്റെ പ്രായം കാണിച്ചതിൽ എൻ്റെ പിതാവിന് തെറ്റുപറ്റിപ്പോയി. അത് മാത്രം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ അത്ഭുതകരമായിട്ട് ഞാൻ പഠിച്ചിരുന്ന സ്കൂളിലെ ടീച്ചറിനോട്, അവർ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടാ, ആ ടീച്ചറിനോട് ദൈവം ഇടപെട്ടു. അവർ ചിന്തിച്ചു, എന്തായാലും ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിനോട് പ്രാർത്ഥിക്കാനും ആ യേശുവിനെ സ്നേഹിക്കാനും അല്ലേ അവള് പോയത്. പെന്തിക്കോസുകാരിയല്ല അവര്, പക്ഷേ ക്രിസ്ത്യനാ. പ്രൈസ് ലോർഡ്. ആമേൻ ഹല്ലേലൂയ. അതെ ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിനോട് പ്രാർത്ഥിക്കാൻ പോയതിന്റെ പേരിൽ അവൾക്ക് ഇങ്ങനൊരു കാര്യം വന്നെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് ഞാൻ തന്നെ കൊടുക്കണം. അത് കാരണം എനിക്ക്
എനിക്ക് ഈ സ്കൂളിൽ നിന്ന് അപമാനം വന്നാലും അതെ ജോലി അങ്ങ് പോയാലും സാരമില്ലെന്നൊരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് കർത്താവ് കൊടുത്തു. അങ്ങനെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടാനുള്ള വഴികളെല്ലാം അവർ ഒരുക്കി എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നു. ഇത് പ്രൈസ് ലോർഡ് പിറ്റേ മാസം എൻ്റെ പിതാവിന് അനുകൂലമായി വിധി പറഞ്ഞ് എന്നെ പൂർണ്ണമായും വിട്ടുകൊടുക്കും. പിന്നെ ഒരിക്കലും എനിക്ക് വെളിയിൽ വരാൻ പറ്റത്തില്ല. ആ നിലയിൽ അവൻ വിട്ടുകൊടുക്കുവാൻ തക്കവണ്ണം ആ സമയത്ത് പിതാവ് സമർത്ഥിച്ചിരിക്കുന്ന തെളിവിൽ എനിക്ക് അതെ 18 വയസ്സ് 16 17 വയസ്സേ ഉള്ളൂ 17.5 വയസ്സേ ഉള്ളൂ എന്നാ പ്രൈസ് ലോർഡ്. എന്നാൽ ഞാൻ സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുക്കുമ്പോൾ എനിക്ക് ആ സമയത്ത് 19 വയസ്സ് കഴിഞ്ഞു. ആ 19 വയസ്സ് തെളിവുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ എന്നോട് ആമേൻ അതുവരെ എനിക്ക് വേണ്ടി വാദിച്ച അഡ്വക്കേറ്റിന് പിന്നെ വാദിക്കാനും ഒന്നുമില്ല, എല്ലാവരും മാറിപ്പോയി. എന്നാൽ ജഡ്ജി തന്നെ നേരിട്ട് എന്നോട് സംസാരിച്ചു. ഹല്ലേലൂയ. അതെ പ്രൈസ് ലോർഡ്, നീ എന്തുകൊണ്ടാ ഈ വിശ്വാസത്തിലേക്ക് വന്നത്? അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറയാനിടയായി തീർന്നു. പ്രൈസ് ലോർഡ്. ആമേൻ ദൈവം എന്നോട് വ്യക്തമായി സംസാരിച്ചു. ആമേൻ ലോകത്തെ വീണ്ടെടുത്തിരിക്കുന്നത് യേശു ക്രിസ്തുവാണെന്ന്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നിങ്ങളെ ആമേൻ പള്ളികളിൽ രാജാക്കന്മാരുടെ മുൻപിൽ ന്യായവിസ്താരത്തിന്റെ മുൻപിലൊക്കെ കൊണ്ടുപോയി നിർത്തുമ്പോൾ പറയേണ്ടത് നിങ്ങളുടെ നാവിൽ തരുമെന്ന് അന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിറങ്ങുമെന്ന് ദൈവം പറഞ്ഞേ. എന്തു പറയണമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കയറി നിന്ന് എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കങ്ങ് വിറയൽ വരുമായിരുന്നു. പ്രൈസ് ഇവർ ചിലപ്പം ഈ അഡ്വക്കറ്റോ ജഡ്ജിയോ ഒക്കെ എന്നോട് ഇംഗ്ലീഷ് കലർത്തി ചോദിക്കുമ്പോൾ അതുപോലും എനിക്ക് മനസ്സിലാകത്തില്ലായിരുന്നു അന്ന്. ഹല്ലേലൂയ. എന്തുവാ ചോദിക്കുന്നതെന്ന് ഞാൻ ഒന്നുകൂടെ എടുത്ത് ചോദിക്കുമ്പോൾ അവർക്ക് ശരിക്കും ആ വാക്കിന്റെ മലയാളം അറിഞ്ഞുകൂടായിരിക്കും. അപ്പോൾ അടുത്ത ആളോട് ചോദിച്ചു എന്തോ ഇതിന്റെ മലയാളം എന്ന് ചോദിച്ചിട്ട് ആ മലയാളവും കൂടെ ചേർത്ത് എന്നോട് ചോദിക്കും ഇന്നതുപോലെ. പ്രൈസ് ലോർഡ്. ഇങ്ങനെ സംസാരിക്കുന്നിടത്ത് തിരിച്ചു പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ദൈവം എൻ്റെ നാവിൽ തന്ന വാക്കുകളാണ് ഞാൻ പറയാനിടയായി തീർന്നത്. എന്നോട് ആരും സുവിശേഷം പറഞ്ഞിട്ടല്ല, അതെ ആരും യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടല്ല, പറഞ്ഞ വ്യക്തിയുടെ മുൻപിൽ ഞാൻ അത് അംഗീകരിച്ചതും ഇല്ല. എന്നാൽ ഞാൻ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ റൂമിൽ ഇറങ്ങി വന്ന് എന്നോട് സംസാരിച്ചു. ഞാൻ എന്തു വന്നാലും ആ ദൈവത്തെ വിശ്വസിക്കും, ആ ദൈവത്തെ വിട്ടിട്ട് ഞാൻ ആരുടെ കൂടെയും പോകത്തില്ല എന്ന് പറയാനിടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ യേശുവിനെ കുറിച്ച് പറയാൻ പറഞ്ഞു. യേശുവിനെ കുറിച്ച് എനിക്ക് വേറൊന്നും പറയാൻ അറിയത്തില്ല, എങ്കിലും യേശു ആരെന്ന് പറയാൻ ദൈവം എനിക്ക് കൃപ തന്നു. ഹല്ലേലൂയ. അവൻ പാപികളെ രക്ഷിക്കുന്നവനാണെന്നും പാപത്തിൽ കിടക്കുന്ന മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ലോകത്തിലേക്ക് വന്ന ദൈവമാണെന്നും അവൻ വ്യക്തമായി പറയുവാൻ ദൈവം ആ സമയത്ത് എന്നെ സഹായിച്ചു. ഹല്ലേലൂയ. അവിടെ നിന്നുകൊണ്ട് ഞാൻ അത് പറയുമ്പോൾ ആമേൻ എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ആമേൻ കുറേ സമയം ശാന്തമായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എന്തായാലും ഇന്ത്യക്കൊരു നിയമമുണ്ട്. ഇന്ത്യയിലായിരിക്കുന്ന ഏതൊരു പൗരനും പ്രായപൂർത്തിയായ ഏതൊരു വ്യക്തിക്കും ഏത് മതത്തിലും വിശ്വസിക്കാം. ആമേൻ പ്രൈസ് ലോർഡ്. ഏത് വിശ്വാസത്തിലും ആയിരിക്കാം. ആ നിയമം വെച്ച് നിനക്ക് നിന്റെ വിശ്വാസത്തിൽ ജീവിക്കാൻ ഈ കോടതി അവകാശം തരുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ പ്രൈസ് ലോർഡ് അതുവരെ അത് ഭയങ്കരമായ ദ്രോഹവും വേദനയുമാണ് എൻ്റെ പിതാവും കൂട്ടരും ചെയ്തിരുന്നത്. അന്ന് എന്നെ വിട്ടുകെട്ടുമെന്നുള്ള പൂർണ്ണ ഉറപ്പോടെ വന്നിട്ട് എൻ്റെ പിതാവ് അടുത്ത് പ്രൈസ് ലോർഡ് അതെ ആമേൻ അടുത്ത് തന്നെ ഹോട്ടൽ റൂമൊക്കെ ബുക്ക് ചെയ്ത് അവിടെ വെച്ച് തന്നെ വിവാഹം നടത്തി. അവിടെ നിന്ന് തന്നെ വാഹനം കയറ്റി വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് വിടാനുള്ള പദ്ധതികളൊക്കെ ഉണ്ടാക്കി വിവാഹ കാര്യങ്ങളൊക്കെ ഒരുക്കിയാ വന്നിരുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു വിവാഹം കഴിഞ്ഞ് ഞാൻ പോയിരുന്നെങ്കിൽ എൻ്റെ ആയുസ്സിൽ ഞാൻ അവിടെ നിന്ന് പുറത്തു വരത്തില്ലായിരുന്നു. പ്രൈസ് ലോർഡ്. എനിക്ക് ധാരാളം ആമേൻ ആന്റിമാരെ അറിയാം. അല്ലെങ്കിൽ ഈ അനുഭവത്തിലായിരിക്കുന്നവരെ ഒരിക്കലും പുറത്തോട്ടത്ത് വന്ന് പുറത്ത് വീട്ടിൽ പോലും യേശു എന്ന് പറയാൻ ഭയപ്പെടുന്നവർ. പ്രൈസ് ലോർഡ്. ഈ നിലയിൽ ഞാനും ആയിപ്പോകുമായിരുന്നു. എന്നാൽ അങ്ങനല്ലല്ലോ ദൈവം എന്നെ വിളിച്ചത്. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നിർത്തി യേശുവാണ് ദൈവമെന്ന്, യേശുവാണ് രക്ഷകനെന്ന്, അവനിലൂടെ മാത്രമേ രക്ഷാമാർഗം ഉള്ളൂ എന്ന് പറയാൻ ദൈവം എനിക്ക് അധികാരം തരുമെന്ന് പറഞ്ഞിരിക്കുന്ന ആമേൻ അതെ നിവർത്തിയാകണമല്ലോ. അതുകൊണ്ട് എൻ്റെ ദൈവം എവിടെല്ലാം എനിക്ക് പിതാവായിരിക്കേണ്ടിയിരുന്നോ അവിടെ എല്ലാം പിതാവായിരുന്നു. ആമേൻ. അവിടെ എല്ലാം സംരക്ഷകനായിരുന്നു. ഞാൻ പറയട്ടെ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിളി നിശ്ചയമായി നമ്മൾ നിവർത്തിയാക്കണം. ആ വിളി നമ്മിൽ പൂർത്തിയാക്കണം. അത് കഴിഞ്ഞിട്ടേ ഇവിടെ നിന്ന് പോകാവൂ എന്നൊരു സമർപ്പണം. ആമേൻ. കഴിഞ്ഞ പകലിൽ പറഞ്ഞ പോലെ സമർപ്പണവും ചലനവും നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മെ ഓരോ മണ്ഡലത്തിൽ കരുതുവാനിടയായി തീരും. ഹല്ലേലൂയ. തൻ്റെ പുത്രനെ ശുശ്രൂഷ തുടങ്ങാൻ പോകുന്ന തൻ്റെ പുത്രന് ആമേൻ ഹല്ലേലൂയ
ഹല്ലേലൂയ. അതെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അഡ്രസ് ഉണ്ടായി, ഒരു സ്ഥാനമുണ്ടായി. ഇവൻ എവിടെ നിന്നു വന്നു, ഇവൻ ആരുടെ പുത്രൻ, ഇവൻ ദൈവത്തിന്റെ പുത്രനെ അന്ന് വിളിച്ചു പറയുന്നത് ഞങ്ങൾ കേട്ടല്ലോ. ഇവനെ നിയമിച്ചാക്കിയത് ദൈവമാണ്. യോസേഫും അല്ല, മറിയുമല്ല, അവന്റെ കുടുംബക്കാരുമല്ല, ദൈവമാണ്. അതുകൊണ്ട് അവന് വിരോധമായി നീ പറയാൻ പറ്റത്തില്ല, ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയത്തോടെ അവനെ കുറിച്ച് അറിയുന്നവരെല്ലാം ചിന്തിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം തന്റെ ശക്തിയിൽ പരമാധികാരത്തിൽ നിന്നുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിച്ചെങ്കിൽ ഇന്ന് പകലിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഹല്ലേലൂയ തന്റെ അധികാരത്തെ വെളിപ്പെടുത്തുവാൻ, തന്റെ ശക്തിയെ വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞ രാത്രി പറഞ്ഞ പോലെ തന്നോട് നിലവിളിക്കുന്ന വ്രതന്മാരുടെ കാര്യത്തിൽ ദൈവം മൗനമായിരുന്നാലും വേഗത്തിൽ ഇറങ്ങി വരുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ഇന്ന് പകലിൽ നമുക്ക് വേണ്ടി അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പറയപ്പെട്ട വചനങ്ങളിലൂടെ, ആ വചനത്തിന്റെ ജീവനിലൂടെ, ആ വചനത്തിന്റെ ഉറപ്പിലൂടെ പ്രൈസ് ദി ലോർഡ് നമുക്ക് വേണ്ടി ആ വചനത്തിന്റെ ശക്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നാം ഒന്നും കാണുന്നില്ല, എന്നാൽ ഹല്ലേലൂയ നമുക്ക് കാണാൻ കഴിയാത്ത മണ്ഡലത്തിൽ വചനത്തിന്റെ ശക്തി, ആ വചനത്തിന്റെ ജീവൻ, പ്രൈസ് ദി ലോർഡ്, ആ വചനത്തിന്റെ അധികാരം അന്ധകാര അധികാരങ്ങളുടെ തന്ത്രങ്ങളെ മായ്ച്ചു കൊണ്ടിരിക്കുകയാ, ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് നമ്മെ സമർപ്പിച്ചു ാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിശാച് ഇങ്ങനെ ഓരോരുത്തരെയും പേരെഴുതി അതിലിങ്ങനെ ഓരോ പ്ലാനുകൾ, ഓരോ പദ്ധതികൾ ഇങ്ങനെ എഴുതി 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 ചേർത്തുണ്ടാക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, അതെ, പ്ലാനുകൾ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്ലാനുകളെ മായ്ച്ചു കളയാൻ തക്കവണ്ണം ദൈവം തന്റെ ദൂതന്മാരെ നിയമിച്ചാക്കുകയാ. അതുകൊണ്ട് ഇന്ന് പകലിൽ ദൈവം നമ്മെ വിളിച്ച വിളിക്കനുസരിച്ചോടുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവത്തിന്റെ വചനമാണ് വേലക്കാരൻ കൂലിക്ക് യോഗ്യൻ. അത് വെറും കുറച്ച് സാമ്പത്തിക നന്മ മാത്രമല്ല, കർത്താവ് നമ്മെ ഏൽപ്പിച്ച വേല ഏതായാലും പ്രൈസ് ദി ലോർഡ് നാം വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ, വില കൊടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ നിശ്ചയമായും ആ മണ്ഡലത്തിൽ നമുക്ക് വേണ്ടിയുള്ള സകലതും ഒരുക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ പ്രാപിച്ചുകൊണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ഒന്നുപോലും എനിക്ക് വിട്ടുപോയിട്ടില്ല. ഏതെങ്കിലും ഒന്ന് വിട്ടുപോയെങ്കിൽ എൻ്റെ കുഴപ്പം കൊണ്ട് മാത്രമേ പോയിട്ടുള്ളൂ. പ്രൈസ് ലോർഡ്, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് മാത്രമേ പോയിട്ടുള്ളൂ, എൻ്റെ പാപം കൊണ്ട് മാത്രമേ പോയിട്ടുള്ളൂ. ഹല്ലേലൂയ. നാം അവിശ്വസ്തരായാലും നമ്മുടെ ദൈവം വിശ്വസ്തനായി പാർക്കുകയാ. അതുകൊണ്ട് ഇന്ന് പകലിൽ ഒന്നുകൂടെ ഉറപ്പ് പ്രാപിക്കട്ടെ, ഒന്നുകൂടെ ധൈര്യം പ്രാപിക്കട്ടെ, ദൈവത്തോട് ചേർന്നിരിക്കാൻ തയ്യാറാകട്ടെ. ഹല്ലേലൂയ. യേശു കർത്താവിനെ ദൈവം മരുഭൂമിയിലേക്ക് അയച്ചു എന്ന് കാണാൻ കഴിയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം പഠിക്കുമ്പോൾ കാണുന്നത് യേശു കർത്താവ് യോർദാൻ വിട്ട് മടങ്ങിയെന്ന. പ്രൈസ് ലോർഡ്. മടങ്ങിയവനെ തിരിച്ച് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ഹല്ലേലൂയ. യേശു കർത്താവ് സ്നാനവും കഴിഞ്ഞിട്ട് മരുഭൂമിയിലോട്ട് പോകാൻ വേണ്ടി അല്ല പോയത്, ആത്മാവ് നടത്തി. ആത്മാവ് നടത്തിയെടുത്തോട്ട് പോയതുകൊണ്ട് തന്നെ പരീക്ഷിക്കാനായി അടുത്തു വന്ന സാത്താന്റെ മുൻപിൽ തന്റെ വിശപ്പ് തന്നെ തളർത്തിയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തന്റെ ക്ഷീണം തന്നെ തളർത്തിയില്ല. ആമേൻ. നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്, യേശു കർത്താവ് മനുഷ്യൻ, അതെ, ദൈവമല്ലേ, അതുകൊണ്ട് ആ മരുഭൂമി സാത്താൻ ഇങ്ങനെ വന്നപ്പം ജയിച്ചേന്ന്. എന്നാൽ ഒരിക്കലുമല്ല. യേശു കർത്താവ് പൂർണ്ണമായും ഹല്ലേലൂയ മനുഷ്യന്റെ പ്രൈസ് ദി ലോർഡ് ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിവുള്ള മഹാപുരോഹിതനാണെന്ന് എനിക്കും നിങ്ങൾക്കും തെളിവ് തരേണ്ടതിന് ആ മനുഷ്യന്റെ ബലഹീനതകൾ, മനുഷ്യന്റേതായ വേദനകൾ അനുഭവിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ലോർഡ്. അവിടെ സാത്താൻ തന്നെ പരീക്ഷിക്കുവാൻ ഇറങ്ങി വരുമ്പോൾ, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ കൽപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു വെല്ലുവിളിയാ. പ്രൈസ് ലോർഡ്. തനിക്ക് വിശന്നപ്പോഴാ പരീക്ഷണം. നീ ദൈവപുത്രനല്ലേ, ആണെന്നാണല്ലോ ആ യോർദാന്റെ കരയിൽ വെച്ച് നിന്റെ ദൈവം വിളിച്ചു പറഞ്ഞേ, അങ്ങനെങ്കിൽ പിന്നെ ഇതങ്ങ് ചെയ്യേ. അപ്പൊ നീ ഇത് ചെയ്തില്ലെങ്കിൽ നീ ദൈവപുത്രൻ അല്ലെന്ന് ഞാൻ പറയും. അതാ പറയുന്നതിന്റെ അർത്ഥം. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ലോർഡ്. ഞാനും നിങ്ങളുമാണെങ്കിൽ അവിടെ പെട്ടെന്ന് ഹല്ലേലൂയ അവൻ പറയുന്നതിന്റെ അപ്പുറം ചെയ്തു കാണിക്കാൻ ഒരു വ്യഗ്രതയുണ്ടാകും. എന്നാൽ യേശു കർത്താവ് പൂർണ്ണ സംയമനം അവന്റെ മുൻപിൽ പാലിച്ചിട്ട് അവൻ ദൈവത്തിങ്കലേക്ക് നോക്കുകയും ഹല്ലേലൂയ ആമേൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കും എന്ന വചനത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തുവാൻ പറയുവാനിടയായി തീർന്നു. പറയുക മാത്രമല്ല, അതങ്ങ്
അങ്ങ് മനസ്സിലാക്കി കൊടുക്കുക സാത്താന്. ഹല്ലേലൂയ. തന്നെ പരീക്ഷിക്കുന്ന സാത്താന് അത് തൊട്ട് മുൻപ് വരെ വിശന്ന് തളർന്ന അനുഭവത്തിൽ നിൽക്കുമ്പോഴാ ഈ പരീക്ഷണമായിട്ട് ചെല്ലുന്നേ. ആ വചനം അങ്ങോട്ട് പറയുകയും കർത്താവിന്റെ വിശപ്പ് മാറി. ഹല്ലേലൂയ. ഇത് എന്റെ അനുഭവമാ. ദൈവത്തിന് മഹത്വം. പലപ്പോഴും ആമേൻ തെരുവുകളിൽ പട്ടിണി കിടന്നിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ആമേൻ ഞാൻ പൈപ്പിലെ വെള്ളം കുടിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഈ വചനം പറഞ്ഞ് ഞാൻ വിശന്ന് ഇങ്ങനെ കുടല് അകത്തോട്ട് വലിയുന്ന അനുഭവം ഉണ്ടല്ലോ വിശക്കുമ്പോ. പ്രൈസ് ലോർഡ്. ഉപവാസത്തിലിരിക്കുന്നവർക്ക് ചിലർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഹല്ലേലൂയ. വയറിലോട്ട് ഒന്നും ചെല്ലാതിരിക്കുമ്പോ കുടലങ്ങ് അകത്തോട്ട് വലിയും. അല്ലെ, അപ്പോൾ ഭയങ്കരമായൊരു വേദനയാ. പ്രൈസ് ലോർഡ്. ആ സമയം ഈ വചനം പറഞ്ഞ് ഞാൻ വയറിലോട്ട് കൈവച്ച് സ്തോത്രം പറയുമ്പോൾ ആമേൻ ഹല്ലേലൂയ, ഈ വേദന അങ്ങ് മാറിപ്പോകും. ആമേൻ ആമേൻ. ഞാനെന്തോ തൃപ്തികരമായ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് തൃപ്തി അടങ്ങിയ അനുഭവം ദൈവം എനിക്ക് തരും. ഭക്ഷണത്തെക്കുറിച്ചുള്ള ചിന്തയെ എൻ്റെ ഉള്ളിൽ നിന്ന് മാറിപ്പോകാറുണ്ട്. തെരുവിലൂടെ നടക്കുമ്പോൾ, ഹോട്ടലുകളുടെ ഫ്രണ്ടിലൂടെ ഒക്കെ പോകുമ്പോൾ, ഹോട്ടലിലുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ സ്മെല്ലൊക്കെ വരുമ്പോൾ ആമേൻ ഭയങ്കര വിശപ്പുണ്ടായിട്ടുണ്ട്. എന്നാൽ ആ സമയത്തൊക്കെ ഈ വചനം എനിക്ക് ജീവൻ തന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെയൊക്കെ ഞാൻ ആയിപ്പോയതിന്റെ കാരണം എന്താ? ദൈവം എന്നെ വിളിച്ചതുകൊണ്ട്. ദൈവം എന്നെ വിളിച്ചതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്നതിനാൽ ഈ വചനം എനിക്ക് വേണ്ടി ദൈവം അവിടെ വെളിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ആമേൻ, നാം അങ്ങനെ നിൽക്കണമെന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. എന്നാൽ നമ്മുടെ പ്രൈസ് ദി ലോർഡ് അതെ ബലഹീനതകളുണ്ട്. ചില പ്രയാസങ്ങളിൽ, ചില പ്രതികൂലങ്ങളിൽ പെട്ടുപോകുമ്പോൾ നമുക്ക് ചില വേദനകൾ, ആമേൻ, അതെ ആട്ടങ്ങൾ വന്നാലും പത്രോസിന് വേണ്ടി കരുതിയതുപോലെ കരുതാനും ദൈവം മതിയായവനാ. എന്നാൽ നാം ഉറച്ചു നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി കരുതുന്നതിന്റെ അത്രയും സന്തോഷകരമായ അനുഭവം ഉണ്ടാകത്തില്ലെന്ന് അവിടെയും എനിക്ക് പറയാൻ പറ്റും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ലോർഡ്. അങ്ങനെ സാത്താന്റെ സകല പരീക്ഷണങ്ങളെയും ദൈവം അവിടെ ജയിക്കുവാനിടയായി തീർന്നു. യേശു കർത്താവ് ജയിക്കാനിടയായി തീർന്നു. അടുത്ത് പിന്നെയും തന്നോട് പറഞ്ഞു, വലിയ ആമേൻ അതെ ആമേൻ മലയുടെ അഗ്രത്തിന്മേൽ ഹല്ലേലൂയ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് ലോകവും അതിന്റെ മോഹം അത് മുഴുവൻ തന്നെ കാണിച്ചിട്ട് നീ എന്നെ ഒന്ന് വീണു വണങ്ങ്, ഞാൻ ഇതെല്ലാം നിനക്ക് തന്നേക്കാമെന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഈ മരുഭൂമിയിൽ അത്രയും നാളും ഒറ്റയ്ക്കായിരുന്നപ്പോഴെല്ലാം യേശു കർത്താവിന്റെ ആ മാനുഷിക മനസ്സിലൂടെ കടന്നുപോയ ചിന്താകുലങ്ങളുണ്ട്. ഞാൻ എങ്ങനെ ഈ ലോകത്തെ നേടും? പ്രൈസ് ലോർഡ്. ഞാൻ എങ്ങനെ പാപത്തിൽ നിറഞ്ഞു കിടക്കുന്ന ഈ ലോകത്തിലായിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി മരിക്കും? എൻ്റെ പാപമില്ലാത്ത രക്തം ഞാൻ എങ്ങനെ ഇവർക്ക് വേണ്ടി അവസാനതുള്ളി വരെ ഊറ്റിക്കൊടുക്കുന്ന ആ വേദന സഹിക്കും? ഇതെങ്ങനെ നേടും? ഇതെങ്ങനെ നേടും? ആമേൻ, ഇതെങ്ങനെ കഴിയും? ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വന്നു. പലപ്പോഴും ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ലോകത്തിൽ അനേകർ എൻ്റെ മുൻപിൽ ഇരിക്കുമ്പോൾ ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഞാൻ എന്തോ പറയും, ഞാൻ എന്തോ പറയും. പ്രൈസ് ലോർഡ്. എൻ്റെ ആൾക്കാരുടെ മുമ്പിൽ നിന്നിട്ട് അവർക്ക് പറയാൻ ഒത്തിരി കാര്യമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അവർ പാരമ്പര്യമായി പഠിച്ചു വന്നിരിക്കുന്ന എനിക്ക് എതിർക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യമുണ്ട്. അതെല്ലാം നിരത്തി വെക്കുമ്പോൾ യേശുവിനെ കുറിച്ച് ഞാൻ എന്തോ പറയുമെന്ന്. എന്നാൽ ഹല്ലേലൂയ, അപ്പോൾ പറയാനുള്ളത് എൻ്റെ നാവിന്മേൽ തന്നെ നിർത്തുന്ന ആ ദൈവിക കരുതൽ. ഹല്ലേലൂയ. അതെ, യേശു കർത്താവിന് വേണ്ടി മരുഭൂമിയിൽ ഇറങ്ങി വന്നതുപോലെ എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു. ദൈവത്തിന് മഹത്വം. ആമേൻ. പ്രൈസ് ലോർഡ്. യെരൂശലേം ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ കൊണ്ടുനിർത്തി താഴോട്ട് ചാട്, ദൂതന്മാരുണ്ടല്ലോ കാത്തോളും, നിനക്ക് ഭയങ്കര വിശ്വാസമല്ലേ? ആമേൻ. എനിക്ക് എന്തു വന്നാലും ദൈവം എന്നെ ഏൽപ്പിച്ചത് ഞാൻ ചെയ്യും. വീഴ്ച വന്നാൽ താങ്ങാൻ ദൂതനുണ്ട്. ഈ വിശ്വാസത്തിന് അത്ര വലിയ ഉറപ്പാണെങ്കിൽ ഇപ്പൊ കാണിക്കേ. ആമേൻ. പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് സാത്താൻ നേരിട്ട് വന്നു. ഈ പരീക്ഷണം അവിടെ കൊണ്ട് തീർന്നില്ല. ക്രൂശിൽ കിടക്കുമ്പോഴും ഉണ്ടായിരുന്നു. നീ ക്രിസ്തുവാണ്, നീ അനേകരെ രക്ഷിച്ചു. ആമേൻ. ഇപ്പൊ തന്നെ രക്ഷിക്കാൻ വഹിയ. ആമേൻ. പ്രവാചകനാണെങ്കിൽ ക്രിസ്തുവാണ് അടിച്ചവനാരെന്ന് പ്രവചിച്ചോണ്ട് ക്രൂശിന്ന് ഇറങ്ങി വാ എന്നൊക്കെ വിളിച്ചു പറയുമ്പോഴും എൻ്റെ കർത്താവ് ആമേൻ പ്രൈസ് ലോർഡ് തന്നെ ഏൽപ്പിച്ചത് നിവർത്തീകരിക്കുവാൻ വളരെ സഹിഷ്ണുതയോടെ ആയിരുന്നത് കൊണ്ട് മാത്രം എനിക്കും നിങ്ങൾക്കും മാറ്റമില്ലാത്ത രക്ഷ കൈവരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഒരു നിമിഷം യേശു കർത്താവ് ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ദൈവാലയത്തിന്റെ അഗ്രത്ത് നിന്ന് ഞാൻ താഴോട്ട് ചാടുമ്പോൾ ആ താഴെ നിൽക്കുന്ന സകല ജനവും ഓടിക്കൂടും, എനിക്കൊന്നും സംഭവിക്കത്തില്ല, ദൂതന്മാരെന്നെ കാക്കും. ശരിയാ, അവൻ ഒന്നും സംഭവിക്കാതിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ അവരെന്നെ വിശ്വസിക്കും. ഒരു നിമിഷം കൊണ്ട് അന്നത്തെ ദൂതന്മാരുടെ ചിന്താമണ്ഡലം അനുസരിച്ച് ദൈവമെന്നോ ആമേൻ പ്രവാചകനെന്നോ അല്ലെങ്കിൽ രാജാവെന്നോ അംഗീകരിക്കുന്ന ഒരു അനുഭവം വരികയും ചെയ്യും. ഒരു
നിമിഷം കർത്താവ് തന്റെ ചിന്തയൊന്ന് മാറുവാൻ വിട്ടുകൊടുത്തെങ്കിൽ, ഒരു നിമിഷം തന്റെ ഉള്ളത്തിലേക്ക് കടന്നു വരുന്ന ചിന്തകളിൽ കൺഫ്യൂഷനായി പോയെങ്കിൽ അവിടെ കർത്താവ് പരാജയപ്പെട്ടേനെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്ന ചിന്തകളെ നിയന്ത്രിക്കുവാനുള്ള കൃപ അവിടെ വെച്ച് കർത്താവിൽ ഇറങ്ങി വന്നെങ്കിൽ നിശ്ചയമായും നമ്മുടെ മേൽ പകരാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു 10,000 പ്രാവശ്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, തിരിച്ചു പോയാലോ. ഇപ്പൊ ചെന്ന എന്നെ കരം നീട്ടി സ്വീകരിക്കാൻ എൻ്റെ വാപ്പ ഉണ്ട്, ഉമ്മ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളുണ്ട്. ഇപ്പൊ അവിടോട്ട് തിരുവനന്തപുരത്തോട്ട് എൻ്റെ മാമ അടുത്ത് എൻ്റെ അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, പാപ്പായി ഒന്ന് വിളിക്ക്, ഞാൻ തിരിച്ചു വരാൻ തയ്യാറെന്ന് പറഞ്ഞ് ഇപ്പൊ എല്ലാവരും കൂടെ ഒരുമിച്ച് വരും. പോയാലോ ഇന്ന്. എന്നാ ഞാൻ പറയട്ടെ, അല്ല, പറ്റത്തില്ല. എൻ്റെ റൂമിൽ ഇറങ്ങി വന്ന് ഞാൻ ലോകത്തിൽ അന്നു വരെ കണ്ടിട്ടില്ലാത്ത തേജസ്സിൽ നിന്നുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചുയർത്ത യേശു ക്രിസ്തുവാണെന്ന് പറഞ്ഞിരിക്കും ആ ശബ്ദം ഒരിക്കലും എന്നെ വിട്ടുപോകത്തില്ല. ആ ശബ്ദം എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ ആമേൻ അത് എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കും. എൻ്റെ ചെവി ചിലപ്പോൾ അത് മുഴങ്ങാറുണ്ട്. അത് മുഴങ്ങുന്നിടത്തോളം കാലം എനിക്കൊരിക്കലും തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഇവിടെ കിടന്ന് പട്ടിണി കിടന്ന് മരിച്ചാലും ഞാൻ ഈ കിടക്കുന്ന കിടപ്പിൽ ദുഷ്ടന്മാരെന്നെ ഉപദ്രവിച്ച് ആമേൻ അതെ വലിച്ചു കീറി തെരുവിലോട്ട് എറിഞ്ഞു കളഞ്ഞാലും ഇതെനിക്ക് വിട്ടുപോകാൻ പറ്റത്തില്ല, തിരിച്ചു പോകാൻ പറ്റത്തില്ല എന്ന് ആമേൻ ദൈവം എന്നെ ഉറപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ ഉറപ്പ് തന്റെ പുത്രന്റെ മേൽ പകർന്ന ഉറപ്പാ. ആ ഉറപ്പ് എനിക്ക് വേണ്ടി ദൈവം കരുതാൻ കാരണം ദൈവം എന്നെ വിളിച്ച വിളിയിൽ നിൽക്കുവാൻ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ എന്നെ ഏൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏൽപ്പിച്ചത് കൊണ്ട് ദൈവം കരുതി എന്നല്ല, ദൈവത്തിന്റെ കരുണയും കൃപയും കൊണ്ട് കരുതി. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് ആദ്യമായി തന്റെ മുൻപിൽ കൂടി വരുന്ന ജനക്കൂട്ടത്തെ ഉപദേശിക്കുവാനായി പോകുകയാ. തന്നെ കുറിച്ച് ആരും പബ്ലിസിറ്റി ചെയ്തിട്ടില്ല, തന്നെ കുറിച്ച് ആരും ആമേൻ അതെ ഒന്നും പറഞ്ഞിട്ടില്ല. യോഹന്നാൻ മാത്രം അന്ന് കൂടി വന്ന ജനത്തോട് യേശുവിനെ കുറിച്ച് പറഞ്ഞെങ്കിലും പ്രൈസ് ദി ലോർഡ് ആ ദിവസങ്ങളൊക്കെ കഴിഞ്ഞുപോയി, ജനം അത് മറന്നും പോയി. എന്നാൽ പറയട്ടെ പ്രൈസ് ദി ലോർഡ്, പത്രോസിന്റെ പടകിൽ യേശു കർത്താവ് കയറിയിരുന്നു. ഹല്ലേലൂയ. അവിടെ ആ ഭാഗം വായിക്കുമ്പോൾ ഒരു ദിവസം ദൈവം എന്നോട് സംസാരിച്ചോണ്ട് ആ ഭാഗം ഞാൻ പറയുന്നേ. ഹല്ലേലൂയ. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒത്തിരി ദൂതുകളുണ്ട്, ഒത്തിരി വെളിപ്പാടുകളുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ രാത്രികളിൽ മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൈവം ആൾക്കാരോട് പറയാൻ, മനസ്സിലാക്കി കൊടുക്കുവാൻ, അറിവില്ലാത്തവരോട് ദൈവത്തിന്റെ പ്രവൃത്തി ഇങ്ങനെ ഈ നിലയിലാ വരുന്നതെന്ന് പറയാൻ ആമേൻ ചില കാര്യങ്ങൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇത് ഞാൻ എങ്ങനെ പറയും, എപ്പോ പറയും, ആരോട് പറയും എന്ന് ചിന്തിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, യേശു കർത്താവിന് ആമേൻ അതെ ഒരു കൂട്ടം ജനത്തോട് ഉപദേശിക്കുവാൻ അതെ പ്രൈസ് ദി ലോർഡ് സമയമായപ്പോൾ പത്രോസിന്റെ പടക് ഒരുക്കി കൊടുത്തതുപോലെ, ആമേൻ പത്രോസിന്റെ പടക് വേദിയാക്കി കൊടുത്തതുപോലെ നിന്റെ മുൻപിൽ ദൈവം വേദികൾ ഒരുക്കി വെക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവം അത് സംസാരിച്ചതിന്റെ ആമേൻ പിറ്റേന്ന് ആമേൻ പ്രൈസ് പിറ്റേ ദിവസം ഞാനും എൻ്റെ ഭർത്താവും കൂടെ ട്രെയിനിങ് ബൈബിൾ കോളേജിൽ പോകുക. ആ സമയം പ്രൈസ് പഠിക്കുന്ന ബൈബിൾ കോളേജിൽ ഒരു ലെറ്റർ വന്നു. ഹല്ലേലൂയ. എം പൗലോസ് പാസ്റ്ററിന്റെ ചർച്ചിൽ നിന്ന് ലെറ്റർ വന്നിരിക്കുക. അവിടെ ഒരു സെമിനാർ നടക്കുന്നു. ഈ സെമിനാറിൽ പങ്കുകൊള്ളാൻ ഇവിടെ നിന്ന് 15 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ 15 പേരെ തിരഞ്ഞെടുത്തോണ്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ബൈബിൾ കോളേജിൽ തിരഞ്ഞെടുക്കുമ്പോൾ എന്നെയും എൻ്റെ ഹസ്ബൻഡിനെയും കൂടെ തിരഞ്ഞെടുത്തു. അന്ന് ഞാൻ എൻ്റെ ഇളയ മകനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയമാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ പോയി അവിടെ ചെല്ലുന്ന സമയം വലിയ വിദേശികളായിരിക്കുന്ന മിഷണറിമാര് ആമേൻ നല്ല പണ്ഡിതന്മാർ വന്ന് ദൈവത്തിന്റെ വചനം ആഴമായി പഠിപ്പിക്കുക. ആമേൻ പ്രൈസ് ദി ലോർഡ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതിങ്ങനെ തെൻകട്ടയിലും മധുരമായ അനുഭവത്തിൽ ആമേൻ അതിങ്ങനെ കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കുക, ഓരോന്ന് എഴുതിക്കൊണ്ടിരിക്കുക. ആമേൻ. എന്നാൽ ഞങ്ങളുടെ ബൈബിൾ കോളേജിന് 10 മിനിറ്റ് ഉണ്ട്. എല്ലാ ബൈബിൾ കോളേജുകളും ഒത്തിരി ബൈബിൾ കോളേജ് വന്നിട്ടുണ്ട്. ആ ബൈബിൾ കോളേജുകൾക്കെല്ലാം 10 മിനിറ്റ് വീതം കൊടുത്തിട്ടുണ്ട്. പാട്ട് പാടാം, സാക്ഷ്യങ്ങൾ പറയാം, ബൈബിൾ കോളേജിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് ആമേൻ എം പൗലോസ് സാറ് കൊടുത്തിട്ടുണ്ട് സമയം. എന്നാൽ ഞങ്ങളുടെ ബൈബിൾ കോളേജിന് തന്നിരിക്കുന്ന 10 മിനിറ്റ്. അപ്പോൾ എല്ലാവരും കൂടെ എൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞു, നസീല സിസ്റ്ററെ നിങ്ങളുടെ സാക്ഷ്യം 10 മിനിറ്റ് കൊണ്ട് പറയാമെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ എടുത്തിരിക്കുന്ന ഈ സമയം ഒരുമിച്ച് സിസ്റ്ററിന് തന്നേക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ അത് വേണ്ട, അത് പറ്റത്തില്ല, ഇത്രയും പേരെ മുമ്പിൽ വലിയ ആൾക്കാരൊക്കെ എനിക്ക് പേടി, എന്നെ കൊണ്ടൊക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഞാൻ മാറി. എന്നാൽ പിന്നെയും എല്ലാവരും കൂടെ നിർബന്ധിക്കുമ്പോൾ ആമേൻ പൗലോസ് സാറിനോട് ചെന്ന് പറഞ്ഞു, ശരി എന്നാ ആയിക്കോട്ടെ, സാക്ഷ്യം പറഞ്ഞോട്ട്, മുസ്ലിമിന്ന് വന്നതല്ലേ പറഞ്ഞോട്ട് ആമേൻ എന്നൊക്കെ പറഞ്ഞ് ആമേനെ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. എന്നാ ഞാൻ കയറി നിൽക്കുമ്പോൾ എനിക്കറിയത്തില്ല
അറിയത്തില്ല. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ ദൈവം എന്നെ വിളിച്ച കാര്യങ്ങൾ പറയാൻ തുടങ്ങി. പ്രൈസ് ലോർഡ്. 10 മിനിറ്റ് കൊണ്ട് വേഗം തീർത്തിട്ട് ഞാൻ ഇരിക്കാൻ തുടങ്ങിയ. കാരണം എനിക്ക് പേടി, ഇത്രയും വലിയ വലിയ ദൈവദാസന്മാർ ഇരിക്കുമ്പോൾ അവർക്കുള്ള സമയമാണ്. പ്രൈസ് ലോർഡ്. ഇത് കഴിഞ്ഞ ഉടനെ അവർ പാട്ട് പാടിയിട്ടൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയമാണ്. പ്രൈസ് ലോർഡ്. വേഗം ഇരിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ സൈഡിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പൗലോസ് സാർ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ സമയം ഇങ്ങനെ വാരിയിടുക. ഇനിയും പറയാൻ, പിന്നെയും പറയാൻ, പിന്നെയും പറയാൻ. ദൈവം നിന്നെ നടത്തിയ വിധങ്ങൾ അത്രയും പറഞ്ഞു എന്ന്. ഇതിൻ്റെ ഇടയിൽ അപ്പുറം ഇരുന്ന ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്ന വിദേശ മിഷണറിയോട് സംസാരിച്ചിട്ട് അദ്ദേഹം ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്ന അത്രയും സമയവും എനിക്ക് വേണ്ടി അനുവദിക്കപ്പെട്ടു. ഹല്ലേലൂയ. ആമേൻ. 2 മണിക്കൂറോളം അവിടെ നിന്ന് ദൈവം എന്നെ നടത്തിയ വിധങ്ങൾ, കർത്താവ് എനിക്ക് എന്ന ആലോചനകൾ പറയാൻ തുടങ്ങി. അവിടെ മുതൽ ദൈവം എനിക്ക് വേദികൾ ഒരുക്കി. ഹല്ലേലൂയ. എന്നെ സംബന്ധിച്ച് അതെനിക്ക് വലിയൊരു വേദിയായിരുന്നു. കാരണം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും സഭകളും ആമേൻ പ്രൈസ് ലോർഡ് അതെ വലിയ വലിയ ആൾക്കാരും ഹല്ലേലൂയ ബൈബിൾ കോളേജുകളും കടന്നു വന്നിരിക്കുന്ന ഒരു വലിയ വേദിയുടെ മുൻപിൽ നിന്നാണ് കർത്താവിനെ വിളിച്ച ആ സ്വർഗീയ മഹത്വത്തിന്റെ അനുഭവം വെളിപ്പെടുത്തുവാൻ ദൈവം ആദ്യമായി എനിക്ക് അവസരമൊരുക്കിയത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ധാരാളം പേരോട്, അത് ചില സഹോദരിമാരോടൊക്കെ അടുത്തിരുന്ന് ഇങ്ങനെയൊക്കെ ആയിരുന്നെന്ന്. എന്നാൽ ഇത്രയും ഭയങ്കരമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം, ഞാൻ ആദ്യമായിട്ട് എൻ്റെ കർത്താവിനെ ഉയർത്തുന്ന വേദി പ്രൈസ് എനിക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത ജനക്കൂട്ടത്തിൻ്റെ മുൻപിൽ നിന്നുണ്ടായിരുന്നു. അവിടെ മുതൽ കർത്താവിനെ ഓടിച്ചതാ. കഴിഞ്ഞ വർഷം ആക്സിഡന്റിൽ തീർന്നു, ഇനി എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞ് പിശാച് മൂടിക്കെട്ടിപ്പോൾ വീണ്ടും കർത്താവ് എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. ആമേൻ. പിന്നെയും കർത്താവ് ആമേൻ ദൈവം എനിക്ക് ആമേൻ വലിയ വലിയ ആമേൻ അവസരങ്ങൾ, വേദികൾ, അതിലൊന്നും ഞാൻ അഭിമാനിക്കുന്നില്ല. കാരണം ദൈവത്തോട് തന്നെ ഞാൻ പറഞ്ഞു ഇതൊക്കെ മതിയായി, എനിക്കതൊന്നും വേണ്ട, ഞാൻ പാവപ്പെട്ട സഹോദരിമാർക്കൊക്കെ വേണ്ടി വല്ലതൊക്കെ ചെയ്തിട്ട് അങ്ങ് വന്നോളാം എന്നൊക്കെ പറഞ്ഞ് മാറിയതാ. പക്ഷെ അങ്ങനല്ല. കർത്താവ് ഒരു പദ്ധതി കണ്ടിട്ട് ഒരാളെ വിളിച്ചെങ്കിൽ ആ പദ്ധതി മതിയെന്ന് ആ വ്യക്തി പറഞ്ഞാലും, മോശ പറഞ്ഞ പോലെ ഞാൻ വിൽക്കനാ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞാലും, മോശയെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് മോശയെ കൊണ്ട് തന്നെ ദൈവം ചെയ്യിപ്പിച്ചതുപോലെ അത് ചെയ്യിപ്പിക്കുവാൻ ദൈവം ഇന്ന് പകൽ ഇവിടെയും ചിലരെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരുങ്ങിക്കൊള്ളണമേ, തയ്യാറാകണമേ, സമർപ്പിക്കണമേ. അതിനുവേണ്ടിയുള്ള ആമേൻ അവസരങ്ങൾ കടന്നു വരുമ്പോൾ അത് ആമേൻ വേണ്ടെന്ന് വെക്കരുതേ എന്ന് പരിശുദ്ധാത്മാവ് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഞാനപ്പോൾ ചിലരോട് പറയാറുണ്ട്, പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടുന്നെങ്കിൽ, 2 വാക്ക് പറയാൻ ഒരു അവസരം കിട്ടുന്നെങ്കിൽ, സാക്ഷ്യം പറയാൻ ഒരു അവസരം കിട്ടുന്നെങ്കിൽ ഒരിക്കലും അത് വേണ്ടെന്ന് വെക്കരുത്. ആ അവസരം അപ്പോൾ തന്നെ തക്കത്തിൽ ഉപയോഗിക്കാമെങ്കിൽ അവിടെ മുതൽ അങ്ങോട്ട് തുടങ്ങും ദൈവ പദ്ധതി. പ്രൈസ് ലോർഡ്. കാരണം അല്പത്തിൽ വിശ്വസ്തരായിരുന്നാൽ അധികത്തിൽ അവൻ വിചാരകരാക്കും. ആമേൻ. അതിനുവേണ്ടിയാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ വിചാരകരാക്കുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനേ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ഞാൻ പറയട്ടെ, ദൈവം വിളിച്ച വിളി അനുസരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ആ വിളി ഒരിക്കലും കേൾക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവത്തിന്റെ സന്തോഷത്തിലോട്ട് പ്രവേശിക്കാൻ കഴിയുമെന്നും തോന്നുന്നില്ല. അതുകൊണ്ട് വിളി ആമേൻ അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ പുറകിലേക്കും മറ്റു പലതിലേക്കും നോക്കി ആമേൻ പ്രൈസ് പതറിയിരുന്നാൽ അതും പാപമായി എണ്ണുവാനിടയായി തീരുമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു കർത്താവ് വേഗത്തിൽ ആമേൻ സമയം കഴിഞ്ഞു എന്ന് പറയട്ടെ, വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. യേശു കർത്താവ് പ്രൈസ് ലോർഡ് തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് തനിക്ക് വേണ്ടി തന്നെക്കുറിച്ചൊരു പ്രവചനം യെശയ്യാവ് പ്രവചിച്ചിട്ടുണ്ട്. സിയോൻ പുത്രി, നിന്റെ രാജാവ് കഴുതക്കുട്ടി പുറത്തെഴുന്നള്ളുന്നു. ഹല്ലേലൂയ. അത് ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് വേണ്ടി ദൈവം പറഞ്ഞ ദൂതായിട്ട് ഞാൻ ആ ഭാഗം പറഞ്ഞതാ. എന്നാൽ ഞാൻ പറയട്ടെ, ഇവിടെ യേശു കർത്താവിനൊന്നുമില്ല. ആമേൻ. ആരും ഒന്നും കൊടുക്കാൻ തയ്യാറുമല്ല. പ്രൈസ് ലോർഡ്. എന്നാൽ ആ സമയത്ത് തനിക്ക് വേണ്ടി ഒരു കഴുതക്കുട്ടിയെ കർത്താവ് ഒരുക്കി. ഹല്ലേലൂയ. ആമേൻ. ആ സമയത്ത് ആമേൻ ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് യെരുശലേമിന്റെ തെരുവീതിയിലൂടെ കർത്താവ് സഞ്ചരിക്കണമായിരുന്നു. ഞാനും നിങ്ങളും ദേശത്തിലൂടെ ദൈവത്തിന്റെ മഹത്വം വഹിച്ചുകൊണ്ട് സഞ്ചരിക്കേണ്ടതിന്, അഥവാ ദേശത്തിലെ ഉന്നതികളിൽ വാഹനമേറ്റി ആമേൻ അതെ ഓടിക്കുമാറാക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുത്തേണ്ടതിന് ദൈവത്തിന്റെ സന്നിധിയിൽ ഉറച്ചു നിന്നുകൊടുക്കാമെങ്കിൽ ആ ദൈവിക കരുതൽ ഇറങ്ങി വരുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതെ, ദൈവത്തിനു വേണ്ടി ഓടാൻ നിൽക്കുന്നെങ്കിൽ നമുക്ക് വേണ്ടി ഓടേണ്ടതിന് ആവശ്യമായ വാഹനം, വഴികൾ ഒരുക്കുന്ന ദൈവപ്രവൃത്തി അവിടെ കർത്താവിന് വേണ്ടി കരുതിയത് കാണാൻ കഴിയുന്നു. കർത്താവിനെ കരുതിയ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ വേഗത്തിൽ ഞാനതങ്ങ് തീർക്കാൻ പോകുന്നുണ്ട്. ഇവിടെ ഒക്കെ തൊട്ടു അങ്ങ് പോകുക. ദൈവത്തിന് മഹത്വം. വീണ്ടും യേശു കർത്താവിന്റെ സമയമെടുക്കുക. ക്രൂശിൽ മരിക്കേണ്ട സമയം.
പെസഹ നടത്തണം. ഹല്ലേലൂയ. ആമേൻ. അതുവരെ കർത്താവിന്റെ യോഗങ്ങൾ നടക്കുന്നത് വലിയ മലയുടെ മുകളിലും പ്രൈസ് ലോർഡ് തെരുവോരങ്ങളിലും ഹല്ലേലൂയ ഒക്കെയുള്ള സ്ഥലങ്ങളില്ല, മരുഭൂമിയിലും ഒക്കെയാണ് കർത്താവിന്റെ യോഗങ്ങൾ നടക്കുന്നത്. എന്നാൽ ഇതിപ്പോ രഹസ്യമായൊരു യോഗമാ. പ്രൈസ് ലോർഡ്. ഒരു മാളിക മുറി വേണം. ഹല്ലേലൂയ. ആര് കൊടുക്കും? കർത്താവ് പറയുന്നു. പ്രൈസ് ലോർഡ്. അതെ, കർത്താവിന് ഈ ലോകത്തിൽ ഒന്നുമില്ലെന്ന്. ഹല്ലേലൂയ. കുറുനരികൾക്ക് കുഴിയുണ്ട്, പറവകൾക്ക് കൂടുണ്ട്, എന്നാൽ കർത്താവിനൊന്നും ഈ ഭൂമിയിലില്ല. പ്രൈസ് ലോർഡ്. തന്നെ അനുഗമിക്കാൻ വരുന്ന ഒരുവനെ നോക്കി പറഞ്ഞതാ. ആമേൻ. പ്രൈസ് ലോർഡ്. കുറുനരികൾക്ക് കുഴിയുണ്ട്, ആമേൻ, പറവകൾക്ക് കൂടുണ്ട്, എന്നാൽ ദൈവപുത്രന് തലചായ്ക്കാൻ ഒരിടമില്ലെന്ന്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവപുത്രന് ഒരിടമില്ലെന്ന്. അങ്ങനെ ഒന്നുമില്ല. ശിഷ്യന്മാർക്കും ഒന്നുമില്ല. എല്ലാം വിട്ടിട്ട് കർത്താവിന് പുറകെ ഇറങ്ങിയ ഇനിയിപ്പോ ഒരു മാളിക മുറി ആമേൻ എവിടെ പോയി തരപ്പെടുത്തും? ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറയട്ടെ, വിരിച്ചൊരുക്കിയ ഒരു മാളിക മുറിയാ കർത്താവിന് വേണ്ടി കരുതി വെച്ചിരുന്നത്. ആമേൻ. ശിഷ്യന്മാർ അത് പോയി കണ്ടുപിടിക്കേണ്ടിയേ വേണ്ടിയിരുന്നുള്ളൂ. വിരിച്ചൊരുക്കി കരുതിയിരുന്നു. ആമേൻ. ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, എനിക്കും നിങ്ങൾക്കും ആമേൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ കരുതി വെക്കാൻ, പ്രൈസ് ലോർഡ്, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആവശ്യമായ വഴികൾ ആമേൻ കരുതി വെക്കുവാൻ, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ആമേൻ അതിന്റെ ആമേൻ അതെ മഹത്വത്തോടെ ചെയ്യാൻ കരുതി വെക്കുവാൻ ആമേൻ ഇന്ന് പകലിൽ കർത്താവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ ചിന്താകളും അവന്റെ മേൽ ഇട്ട് കൊടുക്കണം. പ്രൈസ് ലോർഡ്. ആമേൻ. മറ്റു ചില ഭാഗങ്ങളിൽ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അതെ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് ജഡത്തിനായിക്കൊണ്ട് വിചാരപ്പെടരുതെന്ന്. ഹല്ലേലൂയ. മറ്റു ചില വചനങ്ങൾ സങ്കീർത്തനം 114 അതെ പ്രൈസ് 147:9 ഇങ്ങനെ കാണുന്നു, മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതിന്റെ ആഹാരം കൊടുക്കുന്നു. ഇയ്യോബിലും 38:41 ഇങ്ങനെ പറയുന്നു, കാക്കക്കുഞ്ഞുങ്ങൾക്ക് തീനെത്തിച്ചു കൊടുക്കുന്നെന്ന്. പ്രൈസ് ലോർഡ്. ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ കാക്കക്കുഞ്ഞുങ്ങൾക്ക് ദൈവം ആഹാരം കൊടുക്കുന്നെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഒത്തിരി പ്രാവശ്യം എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നിട്ടുണ്ട്. എൻ്റെ ചെറുപ്രായത്തിൽ ആമേൻ പ്രൈസ് ലോർഡ് ഞങ്ങൾ കുറെ പിള്ളേർ ചേർന്ന് ആമേൻ ഇങ്ങനെ പള്ളിയിൽ പോയിട്ട് വരിക. ഞങ്ങളുടെ പള്ളിയിൽ മതപഠനത്തിന് പോയിട്ട് വരുന്ന സമയത്ത് പ്രൈസ് ലോർഡ് ഒരു തത്തക്കൂട് താഴെ വീണു. അതിലൊരു തത്തക്കുഞ്ഞുണ്ടായിരുന്നു. ആമേൻ. ഞങ്ങളെല്ലാ പിള്ളേരും കൂടെ വഴക്ക് കൂടിയിട്ടും ആമേൻ ഒരാൾക്ക് മാത്രം അത് കിട്ടിയുള്ളൂ. അവന് ഇച്ചിരി കൈബലം ഉണ്ടായിരുന്നു. അവൻ അതും കൊണ്ട് ഓടിപ്പോയി. ഹല്ലേലൂയ. എന്നാൽ അവർ പിറ്റേ ദിവസം വേറൊരു സ്ഥലത്തോട്ട് പോയപ്പോൾ അവിടെ ഒരു കാക്കക്കുഞ്ഞിങ്ങനെ കൂട്ടിന്ന് താഴെ വീണു. ഹല്ലേലൂയ. ഞാൻ നോക്കിയപ്പോൾ ഈ കുട്ടികളെല്ലാം കൂടെ അതിനെ എറിയുന്നു. പ്രൈസ് ലോർഡ്. എനിക്കങ്ങ് പാവം തോന്നി. ഞാൻ അവിടെ നിന്നോട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ അതിലേ പോയപ്പോൾ ഈ തത്തക്കുഞ്ഞിനെ കണ്ടപ്പോൾ നമ്മൾ കയ്യിലെടുത്തോണ്ട് പോയി. എന്നാൽ ഈ കാക്കക്കുഞ്ഞിനോട് ആ ഒരു മനസ്സലിവ് എന്താ തോന്നാത്തത്? പ്രൈസ് ലോർഡ്. എന്നാൽ പറയട്ടെ, മനുഷ്യന്റെ ചിന്ത എങ്ങനാ? ഹല്ലേലൂയ. തങ്ങളുടെ കണ്ണിന് ബോധിച്ചതും തങ്ങളുടെ ഹൃദയത്തിന് കൊള്ളാമെന്ന് തോന്നിയതിനും വേണ്ടി മാത്രം കൊടുക്കും, കരുതും, സ്നേഹിക്കും എല്ലാം. എന്നാൽ പ്രൈസ് ലോർഡ് അതെ മനുഷ്യർ തള്ളിക്കളയുന്ന അഥവാ മനുഷ്യന് കൊള്ളത്തില്ലെന്ന് തോന്നുന്ന ആമേൻ കരയുന്ന കാക്കക്കുഞ്ഞിനും അതിന്റെ തീനെത്തിച്ചു കൊടുക്കുന്ന ദൈവം. പ്രൈസ് ലോർഡ്. ആമേൻ. അതിന്റെ തീനെത്തിച്ചു കൊടുക്കുന്നു എന്ന് ഇങ്ങനെ വചനം നമുക്ക് വേണ്ടി നാം വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ദൈവം എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസ് ലോർഡ്. ആമേൻ. ബോധമില്ലാത്ത ഹല്ലേലൂയ അതെ ഒരു ആമേൻ ചിന്തയുമില്ലാത്ത മൃഗങ്ങൾക്കും പക്ഷികൾക്കും വേണ്ടി ദൈവം കരുതുന്നെങ്കിൽ ദൈവത്തിന്റെ സദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കപ്പെട്ട സൃഷ്ടിക്കപ്പെട്ട എനിക്കും നിങ്ങൾക്കും വേണ്ടി സകലതും ഒരുക്കി വെക്കുവാൻ എൻ്റെ ദൈവം എത്രയോ മനസ്സുള്ളവനായിട്ടിരിക്കുന്നു. നാം അതൊന്നും മനസ്സിലാക്കിയാൽ മാത്രം മതിയെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. വിരിച്ചൊരുക്കിയ മാളിക മുറി കർത്താവിന് വേണ്ടി ഒരുക്കി അവൻ അതിനകത്ത് പെസഹ കഴിച്ചു. ഹല്ലേലൂയ. കർത്താവ് പിന്നെയും ആമേൻ ക്രൂശ് ചുമന്നുകൊണ്ട് തെരുവീതിയിലൂടെ പോകുന്ന സന്ദർഭം, ആ സന്ദർഭം ദൈവം എന്നോട് ഇടപെട്ടതാ. പ്രൈസ് ലോർഡ്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, ദൈവം എന്നോട് ഇടപെട്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് മെസ്സേജായിട്ട് ഉണ്ടാക്കിയതെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഞാൻ എൻ്റെ പിതാവ് എന്നെ വീട്ടിൽ നിന്ന് ആമേൻ അടിച്ച് കൈവിരലൊക്കെ ഒടിഞ്ഞ് ആമേൻ ദേഹത്തുനിന്ന് രക്തമെല്ലാം ഒലിച്ച് തലയിൽ ഇങ്ങനെ പെട്രോൾ മാക്സ് കൊളുത്തിയിട്ടിരുന്ന കമ്പി കൊളുത്തുകൊണ്ട് അടിച്ച് പൊട്ടിപ്പോയി. തല ഇങ്ങനെ നെടുവേ പൊട്ടി, നെറ്റിയൊക്കെ പൊട്ടി, ഇടത് കണ്ണിനൊക്കെ ചെറിയ ഫാൾട്ടൊക്കെ സംഭവിച്ച് അങ്ങനെ രക്തം ഇങ്ങനെ ഒഴുകി, കണ്ണും കാണാൻ പറ്റുന്നില്ല, രണ്ട് കണ്ണും നീര് കൊണ്ട് അടഞ്ഞുപോയി, വാ തുറക്കാൻ പറ്റുന്നില്ല, ഒരു പല്ലു പിതാവ് അടിച്ചിട്ട് 2 പല്ലും പോയി. അങ്ങനെ പല്ല് പോയ വേദനയും ആമേൻ അതെ എഴയാൻ പറ്റുന്നില്ല, കൈ ഒടിഞ്ഞിരിക്കുന്നു, കാലിന് വെട്ടേറ്റിട്ട് അങ്ങനെ ഒരു അസ്ഥി പൊട്ടിയ അനുഭവമുണ്ട്, എഴയാനും പറ്റുന്നില്ല. അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ മരണത്തിന് വേണ്ടി ഞാൻ ഞരങ്ങുകയാണ്. ഹല്ലേലൂയ. ഇങ്ങനെ ഞരങ്ങുമ്പോൾ കർത്താവ് എന്നെ കാണിച്ചത് എന്താണെന്നോ? ക്രൂശ് ചുമക്കുന്ന കർത്താവിനെ.
ക്രൂശിൽ കിടക്കുന്ന കർത്താവിനെ. ഹല്ലേലൂയ, ആമേൻ. എൻ്റെ കഷ്ടത ഭയങ്കരമാണ്, ഇതിനപ്പുറം ഇനിയൊന്നും വരാനില്ല എന്നുള്ള ചിന്തയിൽ എല്ലാം പോയി എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ തകർന്ന് മരണത്തെ ദാഹിച്ചിങ്ങനെ ശ്വാസം ഇങ്ങനെ എടുത്തു വലിച്ചോണ്ട് ദൈവത്തിലോട്ട് മരിച്ചങ്ങ് ചെല്ലാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാ ദൈവം എന്നെ കാണിക്കുന്നേ ക്രൂശിക്കപ്പെട്ട്, ആമേൻ, പ്രൈസ് ലോർഡ്, കണ്ടാൽ ഹല്ലേലൂയ അതെ മുഖം പൊത്തിപ്പോകുന്ന നിലയിൽ കിടക്കുന്ന യേശു കർത്താവിനെ കാണിച്ചു. അന്നു മുതൽ ഇന്നുവരെ ദൈവം എന്നെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്, ആമേൻ. തകർന്നു പോകുന്ന സമയം അവന്റെ ക്രൂശിലേക്ക് നോക്കണമെന്ന്. ഹല്ലേലൂയ. അവിടെ നോക്കുമ്പോൾ ഹൃദയം ധൈര്യപ്പെടും. പ്രൈസ് ലോർഡ്. ഹൃദയം ധൈര്യപ്പെട്ടാൽ, ആമേൻ, പിന്നെ കുഴപ്പമില്ല, പിന്നെ ജഡം ബലപ്പെട്ടോളും ക്രമേണേ. പ്രൈസ് ലോർഡ്. അതെന്റെ ജീവിതത്തിലെ അനുഭവമാ. ഞാൻ നോക്കുമ്പോൾ യേശു കർത്താവിന്റെ ക്രൂശ് തന്റെ ചുമലിലിരിക്കുകയാ. ആ ക്രൂശും കൊണ്ട് താനിങ്ങനെ വീഴുന്നതും എഴുന്നേൽക്കുന്നതുമായ ദർശനം അരണ്ട നിലയിൽ എന്റെ മുമ്പിലൂടെ ഇങ്ങനെ പോകുകയാണ്. ഞാൻ കണ്ട ദർശനമാണ് പറയുന്നത്. അന്ന് ബൈബിളൊന്നും ഞാൻ അധികം, ആമേൻ, പ്രൈസ് ലോർഡ്, വായിച്ചിട്ടില്ല. അവിടെ ചെന്നിരുന്ന്, ആലയത്തിൽ ചെന്നിരുന്ന് കുറെ ദിവസം ബൈബിൾ വായിക്കുമ്പോൾ യേശുവിന്റെ ക്രൂശീകരണമൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഭയങ്കര വേദനയോടെ ഇങ്ങനെ തറയുമായിരുന്നു. അയ്യോ, ഇങ്ങനാണോ കർത്താവിനെ ക്രൂശിച്ചേ? ഇത്രയും വേണ്ടായിരുന്നു, ഇത് കൂടിപ്പോയി. അങ്ങനെ അന്ന് ചിന്തിച്ചു. കർത്താവിനുള്ള സ്നേഹം കൊണ്ട് അന്ന് ഞാൻ ഇങ്ങനെ അങ്ങ് ചിന്തിച്ചിട്ടുണ്ട്, പത്രോസിനെ പോലെ. അയ്യോ, നിനക്ക് അങ്ങനെ വരല്ലേ എന്ന് പത്രോസ് പറഞ്ഞ പോലെ. ഹല്ലേലൂയ, ആമേൻ. എന്നാൽ ഞാൻ ചിന്തിക്കുന്നു, ഈ ഒരു ദർശനം എനിക്ക് തന്ന് ആ സന്ദർഭം എന്നെ ബലപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ക്രൂശീകരണത്തെ കുറിച്ച് അന്ന് ഇത്രയും ആഴമായിട്ട് ദൈവം എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചതെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി. ആമേൻ. ഞാൻ നോക്കുമ്പോൾ എൻ്റെ അരണ്ട, ആമേൻ, അതെ, ആ ദർശനത്തിൽ അരണ്ട വെളിച്ചം ഞാനിങ്ങനെ കാണുന്നു. കർത്താവ് ഇങ്ങനെ തെരുവീതിയിലൂടെ ക്രൂശ് ചുമന്നുകൊണ്ട് വീണും എഴുന്നേറ്റ് ഇങ്ങനെ പോകുകയാ. പ്രൈസ് ലോർഡ്, ആമേൻ. ഈ ക്രൂശ് കൊണ്ട് ഇങ്ങനെ കുനിഞ്ഞ് കർത്താവ് നിലത്തോട് പറ്റിയാ പോകുന്നത്. പ്രൈസ് ലോർഡ്. കൂടെ കൂടെ മുട്ടുകാല് താഴോട്ട് നിന്ന് ഇടിക്കുമ്പോൾ അങ്ങനെ ക്രൂശിനെ വലിച്ചോണ്ട് അങ്ങ് ഇഴയുകയാ. ആമേൻ, പ്രൈസ് ലോർഡ്. അടി കൊള്ളുമ്പോൾ ക്രൂശ് അങ്ങ് വീഴും. ക്രൂശിന്റെ അടിയിലോട്ട് കർത്താവ് അങ്ങ് ഞെരിഞ്ഞമരും. വീണ്ടും തന്നെ ചവിട്ടുന്ന സമയം, പ്രൈസ് ലോർഡ്, ആ ക്രൂശോടുകൂടെ തന്നെ പൊങ്ങി ഇഴയുന്നു. ഈ സമയമാണ് കുറേനക്കാരനായ ശീമോനെ തന്റെ ക്രൂശ് ചുമക്കാൻ കർത്താവ് ഒരുക്കുന്നത്. ആ ഭാഗം ദൈവം എന്നോട് സംസാരിച്ചു. ആമേൻ. കുറേനക്കാരനായ ശീമോൻ എന്ന് ക്രൂശ് മാറി ചുമക്കുന്ന ദർശനം കണ്ടില്ല, കർത്താവിന്റെ ക്രൂശ് ചുമക്കുന്ന ദർശനമേ കണ്ടുള്ളൂ. എന്നാൽ അപ്പോൾ ആ വചനം ഓർമ്മിപ്പിച്ചു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, എനിക്കിത് ചുമന്ന് മടുത്തു എന്ന് പറയുന്ന എത്രയോ സഹോദരിമാരും എത്രയോ സഹോദരങ്ങളും ഉണ്ട്. ഞാൻ തന്നെ ചുമക്കുക. എത്ര നാളായി ഈ വീട്ടിൽ കിടന്ന് ഞാൻ ഇങ്ങനെ ചുമക്കുന്നു. എത്ര നാളായി ഞാൻ വിശ്വാസത്തിൽ ഇറങ്ങി തന്നെ ചുമക്കുന്നു. ഒന്നെന്റെ കൂടെ പ്രാർത്ഥിക്കാൻ, ഒന്നെന്റെ കൂടെ ഉപവസിക്കാൻ, ഒന്നെന്റെ കൂടെ വരാൻ, ഒന്നെന്നോട് വന്ന് കൂടെന്ന് സുവിശേഷം പറയാൻ എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ കുഞ്ഞ്, എന്റെ സഹോദരൻ, അല്ലെങ്കിൽ എന്റെ അമ്മ, എന്റെ അപ്പൻ തയ്യാറായെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട്. എന്നാൽ ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയാ, ഈ ക്രൂശ് ചുമന്ന് കൊണ്ട് പോകുവാൻ ദൈവമേൽപ്പിച്ചതാ. അത് ചുമന്നോണ്ട് പോകുമ്പോൾ ഇനി ചുമക്കാൻ പറ്റുന്നില്ല എന്ന സാഹചര്യം വരുമ്പോൾ അത് മാറി ചുമക്കാൻ, അല്ലെങ്കിൽ ആ ക്രൂശിന്റെ മറുതല പിടിക്കുവാൻ, ആ സമയത്ത്, ആമേൻ, അടുത്ത വ്യക്തികളെ എഴുന്നേൽപ്പിക്കുവാൻ അഥവാ കരുതുവാൻ ഞാൻ പ്രസംഗിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. കാരണം തന്റെ പുത്രനു വേണ്ടി ദൈവം അത് ഒരുക്കി. ആമേൻ. അതിന്റെ അർത്ഥം ക്രൂശും കൊണ്ട് തളർന്നു വീഴും, തളർന്നു പോകും, ഇനി ചുമക്കാൻ പറ്റത്തില്ലെന്ന് തോന്നിപ്പോകും. അവിടെയും തന്റെ പുത്രനെ കരുതിയ ദൈവം എന്നെയും നിങ്ങളെയും കരുതും. പിന്നെന്തിനാ ക്രൂശ് ചുമക്കാൻ ഭയം? പിന്നെന്തിനാ ഈ ക്രൂശ് ചുമക്കാൻ വേദന, വേവലാതി? ദൈവം കരുതത്തില്ലേ? എത്ര വേദനയാണെങ്കിലും, എത്ര ഒറ്റപ്പെടലാണെങ്കിലും, അവൻ എത്ര താണുപോകുന്ന ഈ അനുഭവമാണെങ്കിലും അത് ചുമക്കാൻ തയ്യാറെങ്കിൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണമെന്നാ കർത്താവ് പറഞ്ഞിരിക്കുന്നേ. അതുകൊണ്ട് നമ്മെ തന്നെ അങ്ങ് ത്യജിച്ചിട്ട് ഈ ക്രൂശും ചുമന്നുകൊണ്ട് കർത്താവിനെ അനുഗമിക്കാൻ ഒരിക്കൽ കൂടെ തീരുമാനം ഉറപ്പിക്കാൻ, ഒരിക്കൽ കൂടെ ദൈവത്തോട് ചേരാൻ, ഒരിക്കൽ കൂടെ ദൈവമായി പറ്റിച്ചേർന്ന് ആ തീരുമാനം അനുസരിച്ച് ക്രൂശും ചുമന്ന് മുന്നോട്ട് പോകുവാൻ തയ്യാറാകാൻ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടോട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഹല്ലേലൂയ, ആമേൻ. അതെ, ക്രൂശിൽ കർത്താവ് മരിച്ചു കഴിഞ്ഞു. ആമേൻ. എന്നാൽ കർത്താവിനെ അടക്കുവാൻ ആരും ഒരു കല്ലറ കരുതിയിട്ടില്ല. നമുക്കറിയാം. പ്രൈസ് ലോർഡ്. ആരും ഒരു നല്ലൊരു അടക്ക ശുശ്രൂഷ ചെയ്യാൻ അവിടെ ഇല്ല. കർത്താവെ, ഞാൻ നിന്നോടുകൂടെ മരിക്കാന്ന് പറഞ്ഞ പത്രോസ് ക്രൂശ് പോലും വന്നൊന്ന് താങ്ങാൻ ഇല്ലാതെ തള്ളി പറഞ്ഞിട്ട് ഓടിപ്പോയി. മേടിച്ച് ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും എന്ന വചനം അങ്ങനെ നിവർത്തിയായി. ഹല്ലേലൂയ. കുറെ സഹോദരിമാരുണ്ട്, അവർക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ആ ഒരവസ്ഥയും യഹൂദന്മാരുടെ നിയമപ്രകാരം സഹോദരിമാർക്ക് കൂടുതൽ വെളിയിലോട്ടൊന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത, ആമേൻ, പ്രൈസ് ലോർഡ്, അല്ല, ആമേൻ, അടിച്ചമർത്തുന്ന സാഹചര്യങ്ങളും, പ്രൈസ് ലോർഡ്,
എന്നാൽ പറയട്ടെ, അരിമത്യക്കാരനായ യോസേഫിനെ ദൈവം തനിക്ക് വേണ്ടി വെട്ടിച്ച ഉന്നതന്മാരുടെ നടുവിലുള്ള കല്ലറ, ആമേൻ ഹല്ലേലൂയ, അത് യേശുവിന് വേണ്ടി കൊടുക്കുവാനുള്ള ഹൃദയവാഞ്ചയോടെ, പ്രൈസ് ലോർഡ്, യേശുവിനെ അതിൽ വെക്കാനുള്ള ഒരുക്കത്തോടെ, കർത്താവിനെ വിശ്വസിക്കുന്ന വിശ്വാസത്തോടെ, ആമേൻ റോമ ഗവൺമെന്റിന്റെ കൂടെ ആമേൻ ആക്കി വെച്ചിരുന്നു. ഹല്ലേലൂയ. അതായത് പ്രൈസ് ലോർഡ്, ജനനം മുതൽ, ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ജനനം മുതൽ സെമിത്തേരി വരെ എന്നെയും നിങ്ങളെയും കരുതുന്ന ഒരു നല്ല ദൈവം. തൻ്റെ പുത്രനെ അങ്ങനെ കരുതിയെ. പ്രൈസ് ലോർഡ്. തൻ്റെ പുത്രന് വേണ്ടി താൻ ഒരു സെമിത്തേരിയും കണ്ടുവച്ചില്ല. ദൈവം തന്നെ അതും കരുതി, കല്ലറയും കരുതി. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, കർത്താവ് ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യാൻ, കർത്താവ് വിളിച്ച വിളിയിൽ വിശ്വസ്തയോടെ നിൽക്കാൻ. പ്രൈസ് ലോർഡ്. എവിടെയല്ല, ഞാൻ പറയട്ടെ, ഒരു സാധാരണ സ്ത്രീയാ ഞാൻ, ഒരു കഴിവുമില്ലാത്തൊരു വ്യക്തി, ആരുടെ മുമ്പിൽ ചെന്ന് ഒന്നും പറയാൻ പറ്റാത്തൊരു വ്യക്തി, തെരുവിൽ കിടന്നതും നശിപ്പിക്കപ്പെട്ടതും ഒന്നിനും കൊള്ളാത്തതുമായ എന്നെ എൻ്റെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ പിന്നെയും 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 ശക്തിപ്പെടുത്തുന്നെങ്കിൽ അത് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ദൈവം ഏൽപ്പിച്ചതിൽ വിശ്വസ്തരായിരിക്കൂ. ആമേൻ. ദൈവം ഏൽപ്പിക്കുന്നതിൽ വിശ്വസ്തരായിരിക്കാൻ എഴുന്നേൽക്കൂ. ദൈവത്തിന്റെ സന്നിധി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കൂ. ആമേൻ. നമുക്ക് വേണ്ടി കരുതുവാൻ ഇന്ന് പകലവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ കുടുംബാന്തരീക്ഷത്തിന്മേൽ നാം ആമേൻ ആകുലപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ കരുതുവാൻ, പ്രൈസ് ലോർഡ്, നാം ജീവിക്കുന്ന സമൂഹത്തിന്റെ നടുവിൽ നാം വേദനപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ ആമേൻ അതെ തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ കരുതുവാൻ കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യത്തിലേക്ക് വിശ്വസ്തയോടെ അടുത്തു വരുവാൻ നമ്മെ സമർപ്പിച്ചാട്ടെ. നമുക്കെല്ലാം ദൈവസ്ഥന് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. നമ്മെ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. ഇതുവരെ ദൈവം നമ്മോട് സംസാരിച്ച ഓരോ ഭാഗങ്ങൾ, നമ്മോട് ഇടപെട്ടത്, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, നമ്മോട് ഇടപെട്ട ഓരോ ഭാഗങ്ങളും ഒന്നുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ അതിനെ ആമേൻ ആവർത്തിച്ച് ചിന്തിച്ച്, പ്രൈസ് ലോർഡ്, ധ്യാനിച്ച് തീരുമാനിച്ച് ഒന്നുകൂടെ കർത്താവിനോട് പറ്റിച്ചേരട്ടെ. ആമേൻ. നമുക്ക് വേണ്ടി കരുതാൻ അവൻ ഇറങ്ങി വന്നിരിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ആമേൻ. വയലിലെ താമരകളെ മനോഹരമായി, പ്രൈസ് ലോർഡ്, വിരിയിപ്പിക്കുന്ന ദൈവം. ശലോമോൻ പോലും അതിലൊന്നിനെ പോലെ ചമഞ്ഞിരുന്നില്ലെന്ന്, സർവജ്ഞാനിയായ ശലോമോൻ പോലും അതിലൊന്നിനെ പോലെ ചമഞ്ഞിരുന്നില്ല. എന്നെയും നിങ്ങളെയും അപമാനിച്ച അപവാദത്തിന്റെ ആമേൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ അതേ കുഴിയിൽ തള്ളിക്കളയത്തക്ക നിലയിൽ പിശാച് ഓരോന്നൊരുക്കിക്കൊണ്ട് വ്യക്തികളെയും സമൂഹത്തെയും ആമേൻ അധികാരികളെയും ഒക്കെ കൊണ്ടുവന്നിങ്ങനെ ചുറ്റിലും നിർത്തുമ്പോഴും പ്രൈസ് ലോർഡ് ആമേൻ വയലിലെ നശിച്ചു പോകുന്ന ഇന്ന് ആമേൻ പ്രൈസ് ലോർഡ് ഇന്ന് വിരിഞ്ഞ് നാളെ വാടുന്ന അരിഞ്ഞു പോകുന്ന പ്രൈസ് ലോർഡ് പുല്ലിനെ അതേ വയലിലെ താമരയെ മനോഹരമായി ഉടിപ്പിക്കുന്ന ദൈവം തൻ്റെ സദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട എന്നെയും നിങ്ങളെയും തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആമേൻ തക്കവണ്ണം മനോഹരമായി തൻ്റെ തേജസ് കൊണ്ട് ഉടിപ്പിക്കുവാൻ തൻ്റെ തേജസ് കൊണ്ട് ഉടിപ്പിക്കുവാൻ തന്റെ തേജസ് ശിരസ് മുതൽ പാദം വരെ വ്യാപരിപ്പിക്കുവാൻ ഇന്ന് പകലവൻ ഇറങ്ങി വന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ചിലരെ നിഴലിടുന്നു. പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ തന്റെ അത്യന്ത ശക്തി പകരുന്നു. പ്രാപിക്കുവാൻ ഏൽപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. യേശുവേ, നിന്റെ മറവിൽ ഞങ്ങൾ ആയിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ കൃപയിൽ ഞങ്ങൾ ആയിരിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ കൃപ ഇന്ന് പകൽ ചിലരെ മൂടുകയാണ്. Praise the Lord. Hallelujah. ആമേൻ. അന്ധകാര അധികാരത്തിന്റെ ആമേൻ സകല തന്ത്രങ്ങളെയും അവൻ ഉണ്ടാക്കുന്ന സകല ആയുധങ്ങളെയും ജയിക്കുന്ന അവൻ വെട്ടിയാലും ഏൽക്കാതെ വണ്ണം ആമേൻ നമുക്ക് മറവായിരിക്കുന്ന സങ്കേത പട്ടണമായ യേശു കർത്താവ് ആമേൻ പരിശുദ്ധാത്മാവിന്റെ മറവ് ഇന്ന് പകൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരികയാ. നമ്മുടെ ശിരസ് മുതൽ പാദം വരെ അവന്റെ ശക്തി വ്യാപരിക്കുകയാ. ഏൽപ്പിച്ചാട്ട്. ഹല്ലേലൂയ. നാം ഏതെല്ലാം മണ്ഡലങ്ങളിൽ ബലഹീനരായിരിക്കുന്നുവോ നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആമേൻ നമ്മെ തൊടുകയാണ്. ഏൽപ്പിച്ചാട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന ആത്മാവ്, നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന ആത്മാവ് പ്രൈസ് ലോർഡ് ഇന്ന് പകൽ നമുക്ക് വേണ്ടി ഈ ഹോളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാ. അവൻ നെടുകയും കുറുകയും ലാവിക്കൊണ്ടിരിക്കുകയാ. അവൻ ആമേൻ നമ്മുടെ നടുവിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടാകുമ്പോൾ ബലഹീനതയിൽ ഇരിക്കുന്ന പ്രിയമുള്ളവരെ, തങ്ങളുടെ ബലഹീനതയിൽ ഞരങ്ങുന്നവരെ, തങ്ങളുടെ ബലഹീനതയെ ഓർത്ത് കരയുന്നവരെ, ബലഹീനന് വേണ്ടി ജയമയക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകൽ സഭയ്ക്കകത്തേക്ക് ഇറങ്ങി വരിക.
ഈ നിലവാരത്തിൽ നിങ്ങളെ കരുതുന്ന ഈ ദൈവത്തിനു വേണ്ടി അടുത്തു വരട്ടെ. ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരോധമായി ജനം പരിഹസിക്കുന്നവരുടെ മുൻപിൽ കെട്ടഴിഞ്ഞപ്പെട്ടവരായി തീരാൻ അതേ അഹരോൻ സമ്മതിച്ചു. ജനം കെട്ടഴിഞ്ഞവരായി തീർന്നു. ജനത്തെ നോക്കി യഹോവയായ ദൈവം പുറപ്പെടുവിച്ചുകൊണ്ടുന്ന ജനം കണ്ടോ നമ്മളെ പോലെ അവരുമായെന്ന് പറഞ്ഞ് അന്യജാതികൾ ദൈവത്തെ ദുഷിക്കുവാൻ കാരണമായി തീരുമ്പോൾ മോശ ഇറങ്ങി വരുമ്പോൾ പറഞ്ഞ് യഹോവയുടെ പക്ഷത്തുള്ളവൻ ആരുണ്ട്? യഹോവയുടെ പക്ഷത്തുള്ളവൻ വരട്ടെ എന്ന് പറയുമ്പോൾ അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും കുഞ്ഞാണെങ്കിലും പ്രിയപ്പെട്ടവരാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആരാണെങ്കിലും അവരെ വിട്ടൊഴിഞ്ഞ് യഹോവയുടെ പക്ഷത്തേക്ക് മാറി വരാ ദൈവത്തിന്റെ സ്വന്തം ശുശ്രൂഷകരായി തീർന്ന ലേവ്യരെ പോലെ ചിലരെ ദൈവം ഇതിന്റെ അകത്ത് നിന്ന് കാണുന്നു. ഏൽപ്പിച്ചു കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. മറ്റൊന്നിനെയും നോക്കാതെ എത്ര പ്രിയമുള്ളവരാണെങ്കിലും എത്ര പ്രിയമായതാണെങ്കിലും തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കുവാൻ ഇന്ന് പകലിലും എത്ര പേർ തീരുമാനിക്കുന്നു? അവർക്ക് വേണ്ടി കർത്താവ് അവരുടെ ബലഹീനതയ്ക്കുള്ള തുണ ബലഹീനതയുടെ മേൽ തുണ നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ പകരുകയാ, ദൈവശക്തിയെ പകരുകയാ, ആ ദൈവിക ജയം പകരുകയാ. ഹല്ലേലൂയ. ലോകത്തിന്റെ കണ്ണിന്റെ മുൻപിൽ നിന്റെ ചുമലിലേക്ക് വീഴുന്ന ക്രൂശ് ഭാരമുള്ളതായിരിക്കാം. ആ ക്രൂശിന്റെ ഭാരം കൊണ്ട് താണു പോകുന്നുണ്ടായിരിക്കാം. പക്ഷേ താഴ്ത്തുന്ന വേദനിപ്പിക്കുന്ന ശക്തിയെ ക്രൂശിന്റെ അടിയിലേക്ക് താഴ്ത്തുന്ന ദൈവിക ജയം ഉയരത്തുനിന്ന് ഇറങ്ങി വരും ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേണ്ടി സമർപ്പിച്ചതിന്റെ ജനത്തിനായി സ്തോത്രം കർത്താവേ. നിന്നെ സ്നേഹിക്കുവാൻ, നിന്നെ സേവിക്കുവാൻ, നിനക്ക് വേണ്ടി തങ്ങളെ ഏൽപ്പിച്ചത് വിശ്വസ്തമായി ചെയ്യുവാൻ നീ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ പട്ടണത്തിന്റെ നടുവിൽ നീ കണ്ടിരിക്കുന്ന ഈ സഭയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എന്നെ സ്നേഹിച്ചവനെ, എന്നെ നടത്തിയവനെ, ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായപ്പോഴും കോടതി വരാന്തകളിൽ അതേ വിധി പറയുന്നവരുടെ മുൻപിൽ ആരും സാക്ഷി പറയാനില്ലാതിരുന്നപ്പോൾ, ആരും ജാമ്യം നിൽക്കാനില്ലാതിരുന്നപ്പോഴും എന്നോടുകൂടെ ഇരുന്ന ദൈവമേ, എനിക്ക് വസ്ത്രമായിരുന്നവനെ, എനിക്ക് ആഹാരമായിരുന്നവനെ, എനിക്ക് മറവായിരുന്നവനെ, എനിക്ക് ഭവനമായിരുന്നവനെ, എനിക്ക് പിതാവായിരുന്നവനെ, എനിക്ക് സ്നേഹിതനായിരുന്നവനെ, എനിക്ക് എല്ലാമായിരുന്നവനെ, ഇന്ന് പകലിൽ ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്നു. സമർപ്പിച്ച് ഈ ജനത്തിനു വേണ്ടി അവിടത്തെ കരം ചലിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. പിന്നെയും ഞങ്ങളോടുകൂടി ഇരുന്നാട്ടെ. ഉപവാസത്തോടും പ്രാർത്ഥനയോടും അവിടത്തോട് ചേർന്നിരിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ദാനിയേലിനു വേണ്ടി ദൈവത്തിന്റെ മറുപടി ഇറങ്ങി വന്നതുപോലെ അത് ആര് തടുത്തു വച്ചാലും, ഏത് പ്രഭു തടുത്തു വച്ചാലും അതിനെ പ്രാപിച്ചെടുക്കുന്ന ബലത്തോടെ ഈ ജനമായിരിക്കേണ്ടതിന് ദൈവം അവരെ സഹായിച്ചാട്ടെ, കൂടെ ഇരുന്നാട്ടെ കർത്താവേ, വിടുവിച്ചാട്ടെ നാഥ. ദൈവരങ്ങളിലേക്ക് താഴ്ത്തുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ.